കാണാമല്ലോ അല്ലേ? കാണാം. ഞാൻ കഴിയുന്നതും ഗുരുവാണികള് എല്ലാവരിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ്. അതുകൊണ്ട് പറയാനുള്ള എല്ലാ കാര്യങ്ങളും ഗുരുവാണികളിലൂടെ പറയാനാണ് ശ്രമിക്കുന്നത്. ഗുരു നമ്മളോട് പറഞ്ഞത്, നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം വളരെ പെട്ടെന്ന് പരിഹാരം കാണണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. കഴിയുന്നതും നമ്മുടെ ഗുരുവിൻ്റെ അടുത്ത് വന്നു, നമുക്ക് ഈ വിശ്വാസം സ്വീകരിച്ചു, നമ്മളതനുസരിച്ച് ജീവിക്കുന്നു. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല എന്നാണ് നമ്മൾ കരുതുന്നത്. 2 ദിവസം മുമ്പ് മുതിർന്ന ഒരാളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹവും ഇത്തരത്തിൽ ഇങ്ങനെ ഒരു വിഷമം പറയുകയുണ്ടായി. പക്ഷെ പലപ്പോഴും നമ്മൾ ആശ്രമവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുകയും കർമ്മം ചെയ്യുകയൊക്കെ ചെയ്യുന്നു. നമ്മുടെ ആശ്രമത്തിന്റെ വഴി എന്ന് പറയുന്നത് കർമ്മം ചെയ്ത് പുണ്യം നേടുക എന്നൊരു കാര്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുൻ ജന്മങ്ങളിലെല്ലാം ഈ ജന്മത്തിലും ഒക്കെ നമ്മൾ നമ്മുടെ കർമ്മങ്ങൾ ശുദ്ധമായിട്ട് സൂക്ഷിക്കാൻ കഴിയാത്തത് കൊണ്ട് പല കർമ്മദോഷങ്ങളും നമ്മളിലേക്ക് സംഭവിച്ചിട്ടുണ്ട്. ആ കർമ്മദോഷങ്ങളൊക്കെ തിരുത്തി മുന്നോട്ട് പോകണം എങ്കിൽ നമുക്ക് കർമ്മത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഗുരുവിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് കർമ്മം, ഗുരു പറഞ്ഞ വഴിയെ നമ്മൾ കർമ്മം ചെയ്യുന്നു. പക്ഷെ പലപ്പോഴും വരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ആശ്രമത്തിൽ വന്നു തുടങ്ങുന്ന സമയത്ത് ഗുരുവിൻ്റെ അടുത്ത് കുറച്ച് നാൾ സെക്യൂരിറ്റി ആയിട്ടൊക്കെ നിൽക്കാൻ ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു. അപ്പോൾ പലപ്പോഴും 8 മണി ഈ സമയം ആകുമ്പോൾ, 7:30-ക്ക് ശേഷമുള്ള സമയത്ത്, 8 മണി അടുപ്പിക്കുന്ന സമയത്ത് പലപ്പോഴും ഗുരു അന്തേവാസികളായിട്ടുള്ളവരെ വിളിച്ച് സംസാരിക്കുമായിരുന്നു. ഇപ്പോൾ ആ സന്ദർഭങ്ങളിൽ ഒരിക്കൽ തന്നെ ഞാൻ നേരിട്ട് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ ഇവിടെ നിന്ന് മാടിനെ പോലെ പണിയെടുത്തിട്ട് കാര്യമില്ല എന്ന് ഗുരു പറയുന്നത്. വെച്ചാല് നമ്മളെ സംബന്ധിച്ച് പലപ്പോഴും ഈ കർമ്മം എന്ന് പറയുന്നത് ശരീരം കൊണ്ടുള്ള ഒരു കർമ്മമാണ്. അതിന്റെ പുറകിൽ നമ്മൾ അറിഞ്ഞ് മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടുന്ന പല കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ആ തരത്തിലൊന്നും ചിന്തയോ കാര്യങ്ങളോ ഇല്ലാതെ നമ്മൾ ശരീരം കൊണ്ടുള്ള ഒരു കർമ്മം മാത്രമായിട്ട്, നമ്മൾ പലപ്പോഴും കർമ്മശേഷി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ നമ്മൾ പലപ്പോഴും ശരീരത്തിന്റെ കർമ്മത്തെ മാത്രമായി പോകാറുണ്ട്. അതിനുമുപരി നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടുന്ന പല കാര്യങ്ങളുമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ മാറിയെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ യഥാർത്ഥത്തിൽ അതിന്റെ ഫലപ്രാപ്തിയിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. അപ്പോൾ ഈ ഒരു വിഷയത്തിലും അതേപോലെ നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടുന്ന പല കാര്യങ്ങളുമുണ്ട്. അപ്പോൾ കൂടുതൽ സമയം ചെലവഴിക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് പറയാനുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാം. അതിനുശേഷം നമുക്ക് എപ്പോഴാണോ സ്റ്റോപ്പ് ചെയ്യേണ്ടതെന്ന് ആ സമയത്ത് പറയണം. ഞാൻ ചിലപ്പം സമയം ശ്രദ്ധിച്ചു എന്ന് വരില്ല. അപ്പോൾ നിർത്തേണ്ടുന്ന ഒരു സമയമാകുമ്പോൾ പറയണം ദയവായി. അതിനുശേഷം നമുക്ക് കുറച്ച് നേരം, കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് അങ്ങനൊരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഒന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ പറയുന്ന കാര്യത്തിലോ അല്ലാതെയോ ഉള്ള സംശയങ്ങൾ ചോദിച്ചാൽ എനിക്ക് അറിയുന്നത് പോലെ കാര്യങ്ങൾ പറയാൻ ശ്രമിക്കാം. എല്ലാ കാര്യങ്ങൾക്കും മറുപടി പറയാൻ കഴിഞ്ഞു എന്ന് വരില്ല. പക്ഷെ എനിക്ക് അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയാനുള്ള അനുവാദം തന്നുകൊണ്ട് നമുക്ക് കുറച്ചു നേരം സംസാരിക്കാനുള്ള ഒരു വഴി കൂടി ഉണ്ടാകുന്നത് നല്ലതായിരിക്കും തോന്നുന്നു. ഗുരു പറഞ്ഞത്, ഗൃഹസ്ഥാശ്രമത്തിൽ മാജിക് അല്ല ആഗ്രഹിക്കേണ്ടുന്നത്, സത്യത്തിന്റെ വെളിച്ചം കാണാനുള്ള ബദ്ധപ്പാടാണ്. വെച്ചാൽ നമ്മൾ അത്ഭുതങ്ങൾ സംഭവിക്കണമെന്നാണ് പലപ്പോഴും ആഗ്രഹിക്കുന്നത്. എല്ലാം ഒരു വന്നു മനസ്സിലാക്കി നമ്മൾ ഗുരുവിനെ പ്രാർത്ഥിച്ചു, ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. പക്ഷെ അങ്ങനെയല്ല. തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാകും. നമ്മൾ നോക്കിയാൽ ശ്രീകൃഷ്ണന്റെയും നബി തിരുമേനിയുടെയും യേശുക്രിസ്തുവിന്റെ ഒക്കെ ജീവിതം നോക്കിയാലും നമ്മുടെ ഗുരുവിന്റെ ജീവിതം എടുത്ത് നോക്കിയാൽ അങ്ങേയറ്റം കഷ്ടപ്പാട് നിറഞ്ഞ ജീവിതത്തിലൂടെയാണ് എല്ലാവരും കടന്നുപോയിട്ടുള്ളത്. അവർക്ക് ആർക്കും പ്രശ്നങ്ങൾ ഉണ്ടാവാതിരുന്നിട്ടില്ല. അവരാരും അത്ഭുതങ്ങൾ കാണിച്ച് അവരുടെ ഒരാളുടെയും പ്രശ്നങ്ങളെ അവരാരും സോൾവ് ചെയ്തിട്ടില്ല. കഥകളിൽ മറ്റുള്ളവർക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തതായിട്ട് കാണാം. പക്ഷെ അവരാരും സ്വന്തം ജീവിതത്തിന് വേണ്ടിയിട്ട് ഒരു മാജിക്കും കാണിച്ചിട്ടില്ല, ഒരു അത്ഭുതങ്ങളും കാണിച്ചിട്ടില്ല. കഥ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അവരെല്ലാം ആ ജീവിതത്തിന്റെ കഷ്ടപ്പാടുകളിലൂടെ കടന്ന് മുന്നോട്ട് പോയി അതിനെ തരണം ചെയ്തു. പക്ഷെ അവരെല്ലാം ചെയ്തൊരു കാര്യം, സമചിത്തതയോടുകൂടി, സുഖത്തിലും ദുഃഖത്തിലും മാനത്തിലും അപമാനത്തിലും സ്തുതിയിലും നിന്നയിലും ഒന്നും ഇളകിപ്പോകാത്ത മനസ്സോടുകൂടി അതിനെ തരണം ചെയ്തു പോയി എന്നതാണ് അവരുടെയൊക്കെ പ്രത്യേകത. അല്ലാതെ അവർക്ക് ആർക്കും പ്രശ്നങ്ങളില്ലാതിരുന്നിട്ടില്ല. കൃഷ്ണന്റെയൊക്കെ ജീവിതം എടുത്തു നോക്കൂ, രാമന്റെ ജീവിതം എടുത്തു നോക്കൂ, അങ്ങേയറ്റം ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തരണം ചെയ്തു പോവുക എന്നുള്ളത് സ്വാഭാവികമായ കാര്യമാണ്. ഞാൻ എൻ്റെ മനസ്സിൽ ഓർക്കുന്ന ഒരു കാര്യം, എൻ്റെ അമ്മ ഒരിക്കലും ഗുരുവിൻ്റെ അടുത്ത് ചെന്നിട്ട്
പ്രായം ഒത്തിരിയായി, അമ്മ മരണപ്പെട്ടു പോയി. ഇപ്പോൾ ഗുരുവിൻ്റെ അടുത്ത് നമ്മൾ താമസിക്കാൻ വരുന്ന ഒരു സമയമാണ്, ഒരു 96-97 കാലഘട്ടത്തിൽ. അപ്പോൾ ഗുരുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, മുട്ടുവേദന, നടുവേദന, ഇങ്ങനെ വേദനകളെ കുറിച്ചും വിഷമങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പൊ അമ്മ പ്രതീക്ഷിച്ചത് ഗുരു എന്തെങ്കിലും മരുന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും എന്നാണ്. അപ്പോൾ ഗുരു അമ്മയോട് പറഞ്ഞ മറുപടി, പ്രായം ഇത്രയൊക്കെ ആയില്ലേ, ഇനി ഇതൊക്കെ കൂടെ കാണും എന്നാണ്. അപ്പോൾ അമ്മ ആകെ അപ്സെറ്റ് ആയിപ്പോയി. കാര്യം എന്തെങ്കിലും മരുന്ന് പറഞ്ഞു തരും ഇതൊക്കെ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അമ്മ ഗുരുവിനോട് ചോദിച്ചത്. പക്ഷെ ഗുരു ഒരു വളരെ നമ്മളെപ്പോഴും മനസ്സിൽ സൂക്ഷിക്കേണ്ടുന്ന ഒരു യാഥാർത്ഥ്യമായ ഒരു കാര്യമാണ് തിരിച്ചു പറഞ്ഞത്. ഒരു ജീവിതമാകുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാകും. ആ പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. അതുമായിട്ടൊക്കെ താതാത്മ്യം പ്രാപിച്ചു പോവുക, അതിനകത്തൊന്നും മനസ്സിനെ വിഷമിപ്പിക്കാതെ കടന്നു പോവുക. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ പ്രശ്നങ്ങളിൽ നമ്മുടെ മനസ്സ് കീഴ്പ്പെട്ടു പോവാതിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുക എന്നുള്ളതല്ല. വിശ്വാസം എന്ന് പറഞ്ഞാൽ അതൊരു കുട പോലെയാണ്. നമുക്ക് മഴ എന്ന് പറയുന്നത് നിർത്താൻ നമ്മൾ വിചാരിച്ചാൽ സാധിക്കത്തില്ല. പക്ഷെ നമ്മുടെ കാര്യം നടത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു കുട പിടിച്ച് ഇറങ്ങണം. നമുക്ക് ചുറ്റുമുള്ള മഴ നിർത്തുക, നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക. അതുപോലെയാണ് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് എല്ലാ പ്രശ്നങ്ങളും അവസാനിപ്പിക്കാനുള്ളതല്ല. പകരം ആ പ്രശ്നങ്ങൾക്കിടയിലും സമചിത്തതയോടുകൂടി എന്നെ സംരക്ഷിക്കാൻ, സൂക്ഷിക്കാൻ എൻ്റെ ഗുരുവുണ്ട് എന്ന ആ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക എന്നതായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ എടുക്കേണ്ട ഒരു കാഴ്ചപ്പാട്. അല്ലാതെ മാജിക് പ്രതീക്ഷിച്ചിരിക്കുന്നത് അബദ്ധമാണ്. ഒരു ഗൃഹസ്ഥാശ്രമ ജീവിതത്തെക്കുറിച്ച് ഗുരു പറഞ്ഞത്, നമ്മൾ പലപ്പോഴും ഇതിന് വേണ്ടുന്ന കാര്യങ്ങളൊന്നും അറിയാതെയാണ് ഈ ഒരു ജീവിതത്തിലേക്ക് കടക്കുന്നത്. അച്ഛനും അമ്മയും ഇങ്ങനെ ആയിരിക്കണം എന്ന ഒരു അറിവ് പോലും നമുക്ക് എവിടെ നിന്നും കിട്ടിയില്ല. ഈ അറിവൊന്നും ഇല്ലാതെ വെറുതെ അങ്ങ് വളർന്നു അച്ഛനായി, അമ്മയായി, ഭാര്യയായി, ഭർത്താവായി ഇങ്ങനെ നമ്മൾ ജീവിച്ചു പോകുന്നു. അതേപോലെ പലപ്പോഴും നമ്മൾ കടുംപിടുത്തം കൊണ്ട് എല്ലാം ശരിയാക്കാമെന്ന് കരുതുന്നവരും ഉണ്ട്. ഗുരു പറഞ്ഞത്, മുട്ടാളത്തരം കൊണ്ടൊന്നും വീട് നന്നാകാൻ പോകുന്നില്ല. ഇപ്പോൾ വീടിനെ നന്നാക്കി എടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഇനി അങ്ങോട്ട് മുന്നോട്ട് പറഞ്ഞു പോകുന്നത്. ഈ വിദ്യാഭ്യാസം എല്ലാം അതിന്റെ കൂട്ടത്തിലായിട്ട് വരും. അച്ഛൻ, അമ്മ, മക്കൾ, ഭർത്താവ്, ഭാര്യ എന്ന ഈ ജീവിതത്തിൽ നിന്നുമാണ് സകലതും ഉരുത്തിരിയുക. അതിൽ നിന്നാണ് സകലതും നേടുന്നത്. അപ്പൊ നമുക്ക് വേണ്ടുന്ന, നമ്മുടെ മക്കൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഈ ജീവിതത്തിൽ നിന്ന്, ഗൃഹസ്ഥ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. അച്ഛനും അമ്മയും മക്കളും ഭർത്താവും ഭാര്യയുമായിട്ട് വളർത്തിയെടുക്കുന്ന ജീവന്റെ പുണ്യദിനങ്ങളായിരിക്കണം നിങ്ങളുടെ ജീവിത കാലഘട്ടം. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ കുടുംബത്തിന്റെ അന്തരീക്ഷത്തെ ആ പുണ്യദിനങ്ങളായിട്ട് മാറത്തക്കവണ്ണം നമ്മുടെ കുടുംബത്തിന്റെ അന്തരീക്ഷത്തെ മാറ്റിയെടുക്കുക എന്നതിനായിരിക്കണം പ്രാധാന്യം. നമുക്ക് എന്താണ് ഗുരുവിന് വേണ്ടി ചെയ്തു കൊടുക്കാനുള്ളത്? നാടിനോ രാജ്യത്തിനോ ഉതകുന്ന ഒരു ചെറിയ കുട്ടിയെ സംഭാവന ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം. അതുകൊണ്ട് മാത്രമേ ഇനി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയൂ. എന്നുവെച്ചാല് നമ്മുടെ കുഞ്ഞുങ്ങളെയാണ് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അത് നമുക്കും ആ കുട്ടിക്കും മാത്രം ഉതകിയാൽ പോരാ എന്നുകൂടി നമ്മൾ ഇക്കാര്യത്തിൽ ഓർക്കണം. നാടിനോ രാജ്യത്തിനോ ഉതകുന്ന ഒരു ചെറിയ കുട്ടിയെ സംഭാവന ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം. അപ്പോൾ അത്തരത്തിൽ നമ്മൾ മക്കളെ വളർത്തിയെടുക്കുക എന്നതായിരിക്കണം നമ്മൾ കൊടുക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം. ഇപ്പോൾ ഒരു വിദ്യാഭ്യാസം എന്ന് പറയുന്നതിനെ ഒരു സ്കൂൾ വിദ്യാഭ്യാസം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ചെറിയ കാഴ്ചപ്പാടിൽ കാണുകയല്ല വേണ്ടുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നതും അത്തരത്തിലുള്ള ഒരു കാര്യമായിരിക്കും. മറ്റു വിദ്യാഭ്യാസത്തിൻ്റെതായ കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ കടന്നു വരും എന്ന് മാത്രം. ഇന്ന് നമുക്ക് എന്താണ് അനുപേക്ഷണീയം? നമ്മുടെ കുടുംബങ്ങളിൽ സൽസന്താനങ്ങൾ ജനിക്കണം. നാം എന്തിനു വേണ്ടിയാണോ പരക്കം പറയുന്നത് അത് സ്വയം നിവർത്തിച്ചെടുക്കാനുള്ള അറിവ് നമ്മുടെ സന്താനങ്ങൾക്ക് ഉണ്ടാകും. നമ്മുടെ വളരെയധികം കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മൾ കുടുംബജീവിതം നയിക്കുമ്പോൾ രണ്ടു തരത്തിലാണ് ചെയ്യുന്നത്. ഒന്ന്, ഞാൻ എന്തൊക്കെ വിഷമങ്ങൾ അനുഭവിച്ചോ അതൊന്നും എൻ്റെ കുഞ്ഞുങ്ങൾ അനുഭവിക്കരുത് എന്ന് കരുതി പ്രവർത്തിക്കുന്നവര്. രണ്ട്, എനിക്ക് കിട്ടിയത് ഇങ്ങനെയൊക്കെയാണ്, ഞാൻ ഇതിനപ്പുറം എന്ത് ചെയ്യാൻ എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ. ഈ രണ്ട് തരത്തിലും ആണ് ആൾക്കാർ പലപ്പോഴും പ്രവർത്തിച്ചു പോകുക, അറിഞ്ഞും അറിയാതെയുമല്ല. അതുകൊണ്ട് തന്നെ ഒന്നുകിൽ അച്ഛനും അമ്മയും, നമ്മുടെ അച്ഛനും അമ്മയും നമ്മളോട് എങ്ങനെ പെരുമാറിയോ, എന്ത് കാര്യങ്ങളൊക്കെയാണോ നമ്മൾ അനുഭവിച്ചു വളർന്നത് അത് അതേപോലെ ആവർത്തിക്കുന്നവരുമുണ്ട്. അതിൽ നിന്ന് നമുക്കുണ്ടായ വിഷമങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിന് നേരെ വിപരീതമായിട്ട് പ്രവർത്തിക്കുന്നവരുണ്ട്. ഇത് രണ്ടും ശരിയായിക്കൊള്ളണമെന്നില്ല. ഇതിന്റെ ഇടയിലൂടെ ശരിയായൊരു വഴി മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്.
നിങ്ങൾ ചിന്തിക്കേണ്ടുന്നത് എന്താണ്? നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് വളരുമ്പോൾ അവർക്ക് എന്തൊക്കെ കൊടുത്ത് വളർത്തണം? ഭർത്താവിനെ കുറ്റം പറഞ്ഞുകൊണ്ട്, ഭാര്യയെ കുറ്റം പറഞ്ഞുകൊണ്ട്, കുട്ടികളെ കുറ്റം പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന നിങ്ങൾ ഒരു സത്യം മനസ്സിലാക്കണം. ഇതെല്ലാം നിങ്ങളുടെ വിധി വിഹിതമായ കർമ്മമാണ്. പലപ്പോഴും നമുക്ക് നമ്മുടെ കൂടെ ജീവിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിലും പങ്കാളിയാണെങ്കിലും അവർ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ചിലപ്പം സന്തോഷം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും അതിനെ കുറ്റം പറയാൻ തോന്നിയ ഒരു രീതി ഉണ്ടാകും. പക്ഷേ ആ ഒരു കാഴ്ചപ്പാട് നമ്മൾ മാറ്റണം. കാര്യം നമുക്ക് എന്താണോ വിധിവിഹിതമായിട്ട് വരേണ്ടുന്നത് അതാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, മുന്നേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടിനെ മുൻനിർത്തിക്കൊണ്ടായിരിക്കണം. അല്ലാതെ ഇതിനൊന്നും കുറ്റം പറഞ്ഞ് തള്ളുന്ന ഒരു രീതി ഉണ്ടാകാൻ പാടില്ല. നമുക്ക് വിധിവിഹിതമായത് എന്താണോ അതിനെ സ്നേഹപൂർവ്വം സന്തോഷത്തോടു കൂടി നിവർത്തിച്ചെടുത്തെങ്കിലും മാത്രമേ അതിൽ നിന്ന് മോചനം ഉണ്ടാവും. ഇത് വളരെ പ്രധാനമായിട്ട് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. അതിനെ വിരോധിച്ചുകൊണ്ട്, അതിനെ കുറ്റം പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരിക്കലും അതിനെ കടന്നു പോകാൻ സാധിക്കത്തില്ല. പകരം നമ്മൾ സ്നേഹം കൊണ്ട് തൃപ്തിപ്പെട്ട് അതിനെ കടന്നു പോകണം. എങ്കിലും മാത്രമേ അത് നമ്മുടെ കർമ്മത്തിൽ നിന്ന് മുക്തമാവും. ഇല്ലെങ്കിൽ പൂർവ്വജന്മം പുനഃപുന എന്ന രീതിയിൽ വീണ്ടും ഈ ദുഃഖങ്ങൾ തന്നെ വീണ്ടും ആവർത്തിക്കും. അത് വരാതിരിക്കണമെങ്കിൽ സ്നേഹത്തോടെ ബുദ്ധിമുട്ട് മനസ്സിൽ ഇടർച്ചകളില്ലാതെ അതിനെ കടന്നു പോകാൻ സാധിക്കണം. പറയാൻ എളുപ്പവും ചെയ്യാൻ പ്രയാസവുമുള്ള കാര്യമാണ്. എന്നാൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് കടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. കുട്ടികളെ വളർത്തുന്ന സമയത്ത് ഒരു പക്ഷേ എത്രയോ വർഷങ്ങൾ, നൂറ്റാണ്ടുകൾക്ക് മുൻപ് ചാണക്യ സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അത് ഇന്നും ഇതുപോലെ ഇത്രയും പ്രായോഗികമാണ്. ഒരു വ്യത്യാസമില്ലാതെ ഇന്നും അത് അതേപോലെ പ്രായോഗികമാണ്. പഞ്ചവർഷേതു രാജവത്, ആദ്യത്തെ 5 വയസ്സ് വരെ രാജാവിനെ പോലെ കൊണ്ടു നടക്കണം. ദശവർഷേതു ദാസ്യവത്, പിന്നീടുള്ള 10 വർഷം ദാസനെ പോലെ കൊണ്ടു നടക്കണം. പ്രാപ്തേ ഷോഡശവർഷേതു മിത്രവത്, അങ്ങനെ 10, 5, 15 കഴിഞ്ഞ് 16 വയസ്സെത്തിയാൽ പിന്നീട് മിത്രത്തെ പോലെ കരുതണം. ഇത് ഒരു തെറ്റുമില്ലാതെ ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഇതെങ്ങനെയാണെന്ന് ഇനി അങ്ങോട്ട് പറയാൻ ശ്രമിക്കാം. പക്ഷെ നമ്മളെ സംബന്ധിച്ച് പലപ്പോഴും വരുന്നത് ഈ 5 വയസ്സ് വരെ കുട്ടികൾ പ്രത്യേകിച്ചൊന്നും അവർക്കൊന്നും ഒരു കാര്യങ്ങളും അറിയുന്നില്ല എന്നുള്ള ഒരു തരത്തിലായിരിക്കും നമ്മൾ ജീവിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്നതിന്റെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് അറിയാതെ ജീവിച്ചു പോകുന്ന ഒരു കാലഘട്ടമാണ്. യഥാർത്ഥ വിദ്യാഭ്യാസം ആരംഭിക്കുന്നത് ഈ സമയത്താണ്, ഒരു പക്ഷേ അതിന് മുൻപാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സ്കൂളിലോ കോളേജിലോ പഠിക്കുന്ന ഒരു ചെറിയ കാലഘട്ടമായിട്ടല്ല കരുതുന്നത്. അതുകൊണ്ടാണ് അത് ഒരു പക്ഷേ ഇനി അങ്ങോട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാവും. പിന്നീട് 5 വയസ്സെത്തി കഴിഞ്ഞാൽ ദശവർഷേതു ദാസ്യവത്, പിന്നീടുള്ള 10 വർഷം ദാസനെ പോലെ കൊണ്ടു നടക്കണം എന്നാണ്. എന്ന് വെച്ചാൽ അത് എന്താണെന്ന് പറയാം നമുക്ക്. ദാസൻ എന്ന് പറയുമ്പോൾ അവർക്ക് സ്വന്തമായിട്ട് അവരുടെ ഇഷ്ടം പോലെ അല്ല പ്രവർത്തിക്കുന്ന, പകരം അച്ഛനും അമ്മയുടെയും അല്ലെങ്കിൽ ആരാണോ ഉത്തരവാദിത്തപ്പെട്ടത് അവരുടെ കൃത്യമായ ഇടപെടൽ അവിടെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവേണ്ടുന്ന ഒരു കാലഘട്ടമാണ് ഈ 10 വർഷം. പക്ഷേ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഈ പ്രായത്തിലുള്ള കുട്ടികളാണ് വീടൊക്കെ ഭരിക്കുന്നത്. ഏത് ചാനൽ കാണണം, എന്ത് സിനിമയ്ക്ക് പോകണം, അല്ലെ എന്ത് ഭക്ഷണം ഉണ്ടാക്കണം, എന്ത് വസ്ത്രം വാങ്ങിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ഈ 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികളായിരിക്കും. അവരാണ് വീട്ടിലെ രാജാക്കന്മാര്. പക്ഷെ അവിടെയാണ് നമ്മുടെ ഏത് തരത്തിൽ ആ കാലഘട്ടത്തിൽ കൊണ്ടുപോകണം എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടത്. അങ്ങനെ ഉത്തരവാദിത്വപരമായ സ്വന്തം കാര്യങ്ങളെ പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നത് അനുസരിക്കുക എന്ന കാര്യമാണ്. പകരം എനിക്ക് പറയാനുള്ളത് അനുസരിക്കുന്ന മക്കളെ അല്ല വേണ്ടുന്നത്, പകരം സ്വന്തമായി ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ ശേഷിയുള്ള മക്കളെയാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. അല്ലെങ്കിൽ ഏതൊരു പ്രശ്നം വരുന്ന സമയത്തും അവർക്ക് ആരുടെങ്കിലും സഹായമില്ലാതെ സ്വന്തമായിട്ട് കടന്നു പോകാനുള്ള ശേഷി ഉണ്ടാവില്ല. ഇന്ന് പലപ്പോഴും സംഭവിക്കുന്നത് അത്തരത്തിലാണ്. അതുകൊണ്ട് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ ശേഷിയുള്ള, സുഖത്തിലും ദുഃഖത്തിലും ഒന്നും ഇടറിപ്പോകാത്ത മാനസിക ശേഷിയുള്ള മക്കളാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് അറിഞ്ഞു പ്രവർത്തിക്കേണ്ടുന്ന കാലഘട്ടമാണ് ആ 10 വർഷം. ഇനി ആ 10 വർഷം കഴിഞ്ഞ് 16 വയസ്സ് എത്തിക്കഴിഞ്ഞാൽ തന്നോളമായാൽ താനെന്ന് വിളിക്കണം എന്ന് പഴയ ആൾക്കാർ പറയും. അപ്പോൾ 16 വയസ്സെത്തി കഴിഞ്ഞാൽ അവർ മെച്യൂരിറ്റിയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി പിന്നെ അവരെ നിയന്ത്രിക്കാൻ പോകരുത്. പകരം അവർക്ക് അതിനു മുൻപുള്ള കാലഘട്ടത്തിൽ ശരിതെറ്റുകൾ മനസ്സിലാക്കി ജീവിക്കാനുള്ള ഒരു പ്രാപ്തിയിലേക്ക് അവരെ വളർത്തിയിട്ട് പിന്നെ അവരെ വിട്ടേക്കുക. പക്ഷെ നമ്മൾ ഈ സമയത്ത് എത്തുമ്പോഴാണ് നമ്മൾ
അവർക്ക് അവരുടേതായ പല കാര്യങ്ങളിലേക്കും അവർ നീങ്ങുമ്പോൾ അതൊന്നും എന്താണ് പറയുക, ഇപ്പോഴത്തെ ഒരു ഭാഷ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ തന്ത വൈബ് അല്ലെ തള്ള വൈബിലൊക്കെ നമ്മൾ പല രീതിയിലും പ്രതികരിച്ചു. അങ്ങനെ ഒരു ടീനേജ് കാലഘട്ടം എന്ന് പറയുന്നത് പലപ്പോഴും രക്ഷിതാക്കളും കുട്ടികളും തമ്മിലുള്ള ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ ആയിട്ട് കടന്നു പോകുന്നതാണ് പല കുടുംബ ജീവിതത്തിലും കണ്ടുവരുന്നത്. പക്ഷെ ആ സമയത്ത് നല്ല കൂട്ടുകാരായിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അപ്പോൾ ആ പ്രായം എത്തുന്നതിന് മുൻപ്, അതിനു മുൻപുള്ള ആ 10 വർഷം കൊണ്ട് അവരെ ഒരു പ്രാപ്തിയിലേക്ക് വളർത്തിയെടുക്കുക എന്നുള്ളതായിരിക്കണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു പറഞ്ഞൊരു കാര്യം, നമ്മുടെ രാജ്യത്തിന് ഇത്തരം ഒരു ഗതികേട് വന്നത് നമ്മുടെ അമ്മമാർ അറിവില്ലാത്തവരായി പോയത് കൊണ്ടാണ്. നമ്മുടെ പിതൃവിന് ശുദ്ധിയില്ല. പിതൃ ഏത് രാശിയിൽ നിൽക്കുന്നുവോ അതനുസരിച്ചേ കുടുംബത്തിൽ കുട്ടികൾ ജനിക്കും. പിതൃശുദ്ധി വരുത്തിയ കുടുംബത്തിൽ ബുദ്ധിശക്തിയും യുക്തിയുമുള്ള കുട്ടികൾ ജനിക്കും. അപ്പൊ നമ്മളെ സംബന്ധിച്ച് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കുഞ്ഞ് ജനിക്കുന്നതിന് മുൻപേ തന്നെ ആരംഭിക്കും. എങ്ങനെ ശുദ്ധിയുള്ള ഒരു ഒരു കുഞ്ഞിന് നമ്മൾ രക്ഷകർത്താക്കളാകണം എന്ന ഒരു കർമ്മം മുതൽ നമ്മുടെ വിദ്യാഭ്യാസം ആരംഭിക്കുകയാണ്. അപ്പോൾ ഒരു പറഞ്ഞ മറ്റൊരു കാര്യം, ഗുരുപൂജയ്ക്ക് ശേഷം തടസ്സമില്ലാതെ ജനനസന്ധിയിൽ നിന്നുണ്ടാകുന്ന കുട്ടികൾ 16 വയസ്സാകുമ്പോൾ ഒരു പ്രത്യേക സ്വഭാവക്കാരാകും. 25-ാം വയസ്സിൽ അവർ എല്ലാത്തിനെയും തിരുത്തി എഴുതും. വേണ്ടതെന്തോ അത് കണ്ടെത്തുകയും ചെയ്യും. അതിനുള്ള ശ്രമമാണിത്. ഈ തടസ്സം മാറി ജനിക്കുന്ന കുട്ടികൾ ബുദ്ധിപൂർവ്വം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. അങ്ങനെ രാജ്യത്തെ അവർ വീണ്ടെടുക്കും. നമ്മൾ അതിന് ചില അറിവുകൾ കൊടുക്കുക വേണ്ടി. അപ്പോൾ അവിടെ മുതലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ വിദ്യാഭ്യാസം ആരംഭിക്കുന്നത്. അവിടെ മുതലേ തുടങ്ങും. ഒരു കുഞ്ഞ് നമ്മളിലേക്ക് വന്ന് ജനിക്കുന്നതിന് മുൻപ് തന്നെ അതിനു വേണ്ടുന്ന തയ്യാറെടുപ്പുകൾ നമുക്ക് ആരംഭിക്കേണ്ടതായിട്ട് ഉണ്ട്. പക്ഷെ എല്ലാവർക്കും ഗുരുപൂജയ്ക്ക് ശേഷമല്ല നമ്മൾ വിശ്വാസത്തിലേക്ക് വന്നിരിക്കുന്ന ആൾക്കാർ അങ്ങനെ ഒരു കർമ്മത്തിലൂടെയല്ല. അപ്പൊ ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചു, അമ്മ ഞാൻ ഇങ്ങനെയൊക്കെയാണോ ജനിച്ചത്? അപ്പോ അമ്മ പറഞ്ഞു, ഞാനിവിടെ വരുന്നതിന് മുമ്പിൽ നീ ജനിച്ചത്, നീ അങ്ങനെയൊന്നുമല്ല ജനിച്ചിട്ടുള്ളത് എന്ന് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അമ്മ വേറെയും ചില കാര്യങ്ങൾ ആ സമയത്ത് ഞങ്ങൾ സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. പ്രസക്തമല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഈ ഒരു സന്ദർഭത്തിൽ പ്രസക്തമല്ലാത്തതുകൊണ്ട് പോകുന്നില്ല എന്ന് മാത്രം. അപ്പോൾ ശരിക്കും നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പേ തന്നെ ആരംഭിക്കും. നമ്മൾ ആശ്രമത്തിൽ പലപ്പോഴും വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് ഇത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ഇത് ബോധ്യപ്പെടുത്തണം. ഇപ്പൊ ഇനി അങ്ങോട്ട് വിവാഹം കഴിച്ചു പോകാൻ പ്രായമായി നിൽക്കുന്ന മക്കളെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇപ്പൊ പിതൃശുദ്ധി എന്ന് പറയുമ്പോൾ നമുക്ക് പിതൃവിന്റെ രാശിയിൽ മാത്രമേ ആ ഗുരുവാണിലുണ്ട്. പിതൃ ഏത് രാശിയിൽ നിൽക്കുന്നുവോ അതനുസരിച്ച് കുടുംബത്തിൽ കുട്ടികൾ ജനിക്കും. ഇപ്പോ എനിക്ക് 46 എന്നെ ഞാനാക്കുന്നത് എൻ്റെ 46 ക്രോമസോമുകളാണ്. എൻ്റെ സെല്ലിലുള്ള ഒരു 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള എല്ലാവർക്കും കണ്ടുപഠിച്ചേക്കാൻ ഓർത്താൽ മനസ്സിലേക്ക് വരുന്ന കാര്യമാണ്. ഈ 46 ക്രോമസോമുകൾ 23 അച്ഛൻ്റെ കയ്യിൽ നിന്ന് 23 അമ്മയുടെ കയ്യിൽ. അപ്പോൾ ആ അച്ഛൻ്റെ ക്രോമസോമുകൾ എടുത്തു നോക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടിയത് അവർക്ക് മുമ്പുള്ള അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിൽ. അപ്പം അപ്പൂപ്പൻ്റെത് എന്ന് പറയുമ്പോൾ 23ന്റെ പകുതി 11.5 അതിന് മുമ്പത്തെ തലമുറയിലേതാണ്, ഓരോരുത്തരിൽ നിന്നും കിട്ടിയതാണ്. അതിനു മുമ്പ് നമ്മളിൽ ഇരിക്കുന്നത് അപ്പൂപ്പൻ്റെത് 11.5 ക്രോമസോം ഉണ്ട്, അമ്മൂമ്മയുടേത് 11.5 ഉണ്ട് അച്ഛൻ്റെ വഴിക്ക്, അതേപോലെ അമ്മയുടെ വഴിക്ക്. അതിനു മുമ്പുള്ള തലമുറ എടുത്തു നോക്കിയാലോ, അതിന്റെ പകുതി അതിനു മുമ്പുള്ള തലമുറയിൽ നിന്ന് ഒരാളിൽ നിന്നാണ്. അങ്ങനെ നമ്മൾ പുറകോട്ട് നോക്കിയാൽ ഒരു 7 തലമുറ കഴിഞ്ഞാലും ഇത് 0 മാറത്തില്ല. അപ്പോൾ നമ്മുടെ സയൻസിന്റെ വഴിയിൽ നോക്കിയാലും നമ്മുടെ ഒരു 6-7 തലമുറ മുൻപുള്ള ജീനുകളാണ് നമ്മളിലേക്ക് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് വരുന്നത്. അതിൽ നിന്ന് മാറിയൊന്നും വേറെ എവിടുന്നും ഒരു അത്ഭുതങ്ങൾ സംഭവിക്കത്തില്ല. അതുകൊണ്ട് ഒരു കുഞ്ഞു വന്ന് ജനിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ജീനുകളുടെ ഒരു കൈമാറ്റത്തിലൂടെയാണ് നമ്മൾ ജനിക്കുന്നത്. അതാണ് ഒരു നമ്മുടെ ആത്മീയമായ ഭാഷയിൽ പറയുമ്പോൾ കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് പിതൃവിന്റെ രാശിയിലാണെന്ന് പറയും. സയൻസിന്റെ വഴിയിൽ നോക്കിയാലും അക്കാര്യത്തിൽ യാതൊരു വ്യത്യാസവും ഇല്ല. അപ്പോൾ ഇവിടെയൊക്കെ ചില കാര്യങ്ങളുണ്ട്. നമുക്ക് ആവശ്യമുള്ളതിലധികം ജീനുകൾ നമ്മുടെ ഓരോ വ്യക്തിയിലും ഉണ്ട്. ഒരു 4 ഇരട്ടിയോളം ജീനുകൾ, 21,000 ജീനുകളാണ് ഒരു വ്യക്തിയിൽ ഉണ്ടാവുന്നത്. യഥാർത്ഥത്തിൽ ഒരു 7,000-ൽ താഴെ വരെ ജീനുകൾ മതി നമ്മുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാൻ. അപ്പൊ ആവശ്യമുള്ളതിലും എത്രയോ ഇരട്ടി ജീനുകൾ നമ്മൾ ഉണ്ട്. ഇത് ഏത് സമയത്ത് ഏത് ജീൻ പ്രവർത്തിക്കും എന്ന് നേരത്തെ ഒന്നും പറയാൻ കഴിയില്ല. അത് ചില സന്ദർഭങ്ങളിൽ പ്രവർത്തിച്ചു തുടങ്ങും, ചിലത് സ്വിച്ച് ഓൺ ആവും, ചിലത് സ്വിച്ച് ഓഫ് ആവും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്. എപ്പിജെനറ്റിക്സ് എന്ന് പറയുന്ന ഒരു വിശാലമായിട്ടുള്ള ഒരു മേഖലയാണത്.
അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നല്ല ഒരു ഗുരുപൂജയിലൂടെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നല്ല ജീവനുകൾക്ക് ജനിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുകയും അല്ലാത്ത ജീവനുകളെ മാറ്റി നിർത്തുകയോ അല്ലെങ്കിൽ ജനിക്കാൻ അവസരം കൊടുക്കുകയോ നശിപ്പിക്കേണ്ടവയെ നശിപ്പിക്കാനാണെങ്കിൽ അത്തരത്തിൽ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു കർമ്മങ്ങളുണ്ട്. അപ്പൊ ഇത് അതിന്റെ ഒരു മേഖല അല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. പക്ഷെ അതിനുമെല്ലാം അതിൻ്റെതായ ശാസ്ത്രീയമായ ഒരു വശമുണ്ട്. ഒരു നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സ്വാഭാവികമായി ജനിച്ച് ജീവിച്ചു പോകുമ്പോൾ പല പല ഇഷ്ടങ്ങൾ, പ്രേമം പോലെയുള്ള കാര്യങ്ങളൊക്കെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഉണ്ടാകും എന്നത് സ്വാഭാവികമാണ്. അത് എന്താണ് പറയുക, ഇല്ലാതിരിക്കണം എന്ന് പറഞ്ഞാൽ പലപ്പോഴും നടക്കത്തില്ല. പക്ഷേ അത് അവരുടെ മനസ്സിൽ അങ്ങനെ ഉണ്ടാകുന്ന ചിന്തകളെ എങ്ങനെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് നമ്മൾ അറിയണം. അതിലെ ഒരു ഭാഗമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഭാഗമുണ്ട്. ഗുരുപൂജ എന്ന് പറയുന്ന ഒരു കർമ്മം നമ്മുടെ ആശ്രമത്തിൽ ചെയ്യുന്നതല്ലാതെ വേറെ എവിടെയും ഇങ്ങനൊരു കാര്യമില്ല. നമ്മുടെ ഒരു ആൻസിസ്ട്രൽ ക്ലെൻസിങ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള ഒരു ഭാഗമൊന്നും വേറെ എവിടെയും ചെയ്യുന്നൊരു ഭാഗമില്ല. എന്തുകൊണ്ട് ഗുരുവിനോട് ചേർന്ന് ജീവിക്കണം എന്ന് നമ്മുടെ മക്കളെ ബോധ്യപ്പെടുത്തുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ നമുക്ക് മൊമെന്ററി ആയിട്ട് നമുക്ക് തോന്നുന്ന ഇമോഷണൽ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റിന് അപ്പുറം എങ്ങനെ ജീവിതത്തെ കാഴ്ചപ്പാടിലൂടെ കൊണ്ടുപോകണം എന്ന കാര്യങ്ങളൊക്കെ അച്ഛനും അമ്മയും വീട്ടിലിരുന്ന് മക്കളോട് പറഞ്ഞ് ചർച്ച ചെയ്ത് അതൊക്കെ മനസ്സിലാക്കിച്ചു കൊടുക്കേണ്ടുന്ന ഉത്തരവാദിത്വമുണ്ട്. ഇതൊക്കെ നമ്മൾ കുഞ്ഞുങ്ങളോട് ചെയ്യുന്ന വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാണ്. അതേപോലെ തന്നെ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്ന സങ്കല്പം നമുക്കറിയാം. വിവാഹം കഴിഞ്ഞാൽ ഉള്ള സങ്കല്പം, അവിടെയാണ് ഗുരുപൂജയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നത്. അത് കഴിഞ്ഞ് 3 മാസത്തിൽ വരുന്ന സങ്കല്പം, അതാണ് 13ാമത്തെ ആഴ്ച. നിങ്ങൾക്ക് ആ പിക്ചർ നോക്കിയാൽ അറിയാം. അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ന്യൂറോണൽ മൈഗ്രേഷൻ ബിഗിൻസ്. നമ്മുടെ തലച്ചോറിന്റെ റീസ്ട്രക്ചറിങ് തുടങ്ങുന്ന സമയമാണ് 13ാമത്തെ ആഴ്ച എന്ന് പറയുന്നത്. 28ാമത്തെ ആഴ്ച, അതാണ് 7ാമത്തെ മാസം എന്ന് പറയുന്നത്. ആ മാസത്തിൽ സങ്കല്പത്തിനിരിക്കും. 28ാമത്തെ ആഴ്ചയ്ക്ക് ശേഷമാണ് ബ്രെയിൻ ഗ്രോത്ത് സ്പർട്ട്. നമ്മുടെ ബ്രെയിൻ ഏറ്റവും അധികം ഡെവലപ്പ് ചെയ്ത് തുടങ്ങുന്ന കാലഘട്ടമാണ്. പിന്നീട് അങ്ങോട്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിലെല്ലാം നമ്മളെ കൊണ്ട് ആ കാലഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ എല്ലാം ഗുരു നമ്മളെ കൊണ്ട് പ്രാർത്ഥനാപൂർവ്വം സങ്കല്പത്തിലൂടെയാണ് നമ്മളെ കടത്തിക്കൊണ്ടുപോകുന്നത്. ഇതൊക്കെ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാണ്. ഇതൊക്കെ എന്തിനാണെന്ന് മനസ്സിലാക്കി ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞു പോകേണ്ട സമയം ഇല്ലാത്തതുകൊണ്ട് പറഞ്ഞു പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ കടന്നു പോകുന്നതിന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ വളരെ ആഴത്തിൽ മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങൾ കൂടിയാണ്. ഇവിടെ നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്നത് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ ഒരു സ്റ്റഡിയാണ്. ഇത് നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെന്റ്, ഈ വിദ്യാഭ്യാസം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ചിന്തിക്കാനുള്ള ശേഷി, ഭാഷ, നമ്മുടെ മറ്റ് ഫാക്കൽറ്റികൾ ഒക്കെ വരുന്നു. ഈ ഗ്രാഫ് നോക്കിയാൽ നമുക്കറിയാം, അവിടെ ബർത്തിന് ഇപ്പുറത്തോട്ട് -3 എന്ന് വെച്ച് കഴിഞ്ഞാൽ 7ാമത്തെ മാസം മുതൽ ഇതെല്ലാം ആരംഭിച്ചു തുടങ്ങും. ലാംഗ്വേജ് അല്ലെങ്കിൽ ഭാഷയുടെ പവർ ഏറ്റവും അധികം വരുന്നത് ജനിച്ച് 1 വർഷത്തിനകം അതിന്റെ പീക്കിലേക്ക് എത്തും. നമ്മുടെ എല്ലാ ശേഷിത്വങ്ങളും, സെൻസറി പാറ്റേൺസ്, കാഴ്ച, കേൾവി, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആദ്യത്തെ 1 വർഷം കൊണ്ടാണ് അതിന്റെ ഏറ്റവും ഉന്നതിയിലേക്ക് എത്തുന്നത്. അതിനുശേഷം അത് കുറയുകയാണ്. ഈ 1 വർഷത്തിനകമാണ് പഠിക്കാൻ വേണ്ടുന്ന സകല കഴിവുകളും ഒരു കുട്ടിയിൽ വളരുന്നത്. പക്ഷേ നമ്മൾ ഈ കാലഘട്ടത്തെക്കുറിച്ച് എന്ത് ബോധ്യത്തോടു കൂടിയാണ് ചെയ്യുന്നത്? കൊച്ചുകുട്ടിയാണ്, അതിനൊന്നും മനസ്സിലാവില്ല, അല്ലെങ്കിൽ അതിനൊന്നും അറിയില്ല എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കടത്തിക്കൊണ്ടു പോകുന്നത്. യഥാർത്ഥ വിദ്യാഭ്യാസം നടക്കുന്നത് ഈ സമയത്താണ്. സ്കൂളിൽ പോയിട്ടല്ല യഥാർത്ഥ വിദ്യാഭ്യാസം നടക്കുന്നത്. ഇതും ആ പിക്ചറിന് ശേഷമുള്ള പിക്ചറാണ്. നമ്മുടെ പ്രീ സ്കൂൾ ഇയേഴ്സ് അല്ലെങ്കിൽ 5 വർഷത്തിന് മുൻപുള്ള ആ കാലഘട്ടത്തിലാണ് നമ്പേഴ്സ്, സോഷ്യൽ സ്കിൽസ്, മറ്റുള്ളവരുമായിട്ട് എങ്ങനെ ഇടപെടണം, സിമ്പിൾസ്, ലാംഗ്വേജിന്റെ കാര്യം ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതേപോലെ ഇങ്ങനെ എല്ലാ കഴിവുകളും കുട്ടി പിന്നീട് അങ്ങോട്ട് ജീവിച്ചു പോകണമെന്നോ വേണ്ടുന്ന എല്ലാ കഴിവുകളും യഥാർത്ഥത്തിൽ വളരുന്നത് ഈ 4 വയസ്സ് 5 വയസ്സിന് മുൻപാണ്. അതിനുശേഷം അങ്ങോട്ട് അതൊരു സ്റ്റേബിൾ ആയിട്ടുള്ള അവസ്ഥയിലേക്കാണ് പോകുന്നത്. അപ്പൊ യഥാർത്ഥ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സ്കൂളിൽ പോയിട്ടല്ല നടക്കുന്നത്. ഇതാണ് എൻകൾച്ചറേഷൻ എന്ന് പറയുന്നത്. ഒരു കുഞ്ഞിനെ സംസ്കാരപ്പെടുത്തുക എന്ന് പറയുന്ന ഭാഗം. ആ ഭാഗത്ത് പലപ്പോഴും നമ്മൾ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്ന ഒരു രീതി ഇല്ല. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളുടെ രീതിയിൽ നിന്നാണ് കുഞ്ഞിന്റെ ഭാഷാ സംസ്കാരം രൂപപ്പെടുന്നത്. അച്ഛനും അമ്മയും ഉപയോഗിക്കുന്ന വാക്കുകൾ എങ്ങനെയാണ്, അത് നമ്മൾ കുഞ്ഞു മനസ്സിലാക്കുമോ ഇല്ലെന്നൊന്നും നമ്മൾ നോക്കാറില്ല. അല്ലെങ്കിൽ അവരത് നമ്മൾ ആ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ നോക്കില്ല, അവരിങ്ങനെ കണ്ണ് തുറന്ന് വളരെ അത്ഭുതത്തോടു കൂടി അച്ഛനെയും അമ്മയും ഇങ്ങനെ നോക്കും, അല്ലെ? ഒരു വയസ്സുള്ള കുഞ്ഞ്, 1 വയസ്സിനകമുള്ള കുഞ്ഞ്
അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളെല്ലാം അവർക്കൊന്നും മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ ഒരു പക്ഷെ ഒരു ചിരി മാത്രമായിരിക്കും അവരുടെ മുഖത്ത് കാണുന്നത്. പക്ഷെ അതെല്ലാം അവിടെ തലച്ചോറിൽ ആഴത്തിൽ രേഖപ്പെടുത്തുന്നതാണ്. അതുകൊണ്ടാണ് പഞ്ചവർഷേതു രാജവത്, ആദ്യത്തെ 5 വയസ്സ് വരെ രാജാവിനെ പോലെ കുട്ടിയെ വളർത്തണം. അപ്പൊ രാജാവ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഞാൻ ഒരു ദിവസം ഞാൻ പഠിപ്പിച്ചിട്ടുള്ള ഒരു കുട്ടിയുടെ വീട്ടിൽ പോകേണ്ടി വന്നു. പോയ സമയത്ത് അവിടെ കുട്ടി അവിടെ നിന്നുകൊണ്ട് വിളിക്കുന്നു, അമ്മ അവിടെ നിന്നുകൊണ്ട് കുഞ്ഞ് ആജ്ഞാപിക്കുക, അമ്മ ഇന്നത് കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. അപ്പൊ അമ്മ അത് എടുത്തുകൊണ്ട് കൊടുത്തു, ചെയ്തു. ഞാൻ അന്നേരം എല്ലാവരും നിന്നുകൊണ്ടൊന്നും ചോദിച്ചില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ആൾക്കാരും ഇല്ലാത്ത സമയത്ത് ഞാൻ പഠിപ്പിച്ച കുട്ടിയാണ്ട് ഒരു സ്വാതന്ത്ര്യത്തോടെ ചോദിച്ചു, എന്താണ് നടക്കുന്നത്? നമ്മൾ പറഞ്ഞു, ഇതേപോലെ നമ്മൾ വിവാഹം കഴിഞ്ഞ സമയത്ത് സംസാരിച്ചപ്പോൾ ഇതേപോലെ 5 വയസ്സ് വരെ രാജാവിനെ പോലെ വളർത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ കുട്ടിയുടെ മനസ്സിൽ രാജാവ് എന്ന് പറഞ്ഞാൽ ആജ്ഞാപിക്കുന്നയാളും പിന്നെ ബാക്കിയുള്ളവര് അനുസരിക്കുകയും വേണം. അപ്പോൾ കുട്ടിയെ ആജ്ഞാപിക്കാൻ പഠിപ്പിച്ചു, അല്ലെങ്കിൽ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാൻ പഠിപ്പിച്ചു. നമ്മളെല്ലാം അതിന് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ദാസനായിട്ട് നിന്ന് കൊടുത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ അതാണ് ഈ രാജാവ് എന്ന് പറയുന്നത്. ഒരു നാട്ടിലെ ഏറ്റവും സംസ്കാര സമ്പന്നനായ വ്യക്തിയായിരിക്കും ആയിരിക്കണം രാജാവ്. കഥയൊക്കെ അതിന് ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞുവാൻ യഥാർത്ഥത്തിലുണ്ട്, പക്ഷെ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ആ ഒരു ഭാഗത്തേക്ക് കടക്കുന്നില്ല. അപ്പൊ ഗുരു പറഞ്ഞതുപോലെ ഒരു ദാസനെ പോലെ, ഒരു ചക്രവർത്തിയെ പോലെ അന്തസ്സുള്ളവനും ദാസനെ പോലെ വിനയമായിട്ടുള്ളവനുമായിരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ആ ചക്രവർത്തിയുടെ അന്തസ്സിലേക്ക് വളരുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ അതിന്റെ അടിസ്ഥാനം ഒരുക്കിയെടുക്കേണ്ടുന്ന കാലഘട്ടമാണ് ഈ 5 വയസ്സ് വരെയുള്ള കാലഘട്ടം. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ എല്ലാം വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടുന്ന കാലഘട്ടമാണ്. അപ്പോൾ കുഞ്ഞ് നമ്മുടെ ആയിരിക്കുന്ന സമയത്ത് പുറത്ത് വന്നു കഴിഞ്ഞാൽ സ്കൂളിൽ പോകുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിലാണ് യഥാർത്ഥ വിദ്യാഭ്യാസം നടക്കുന്നത്. ഈ ഒരു കാഴ്ചപ്പാട് തീർച്ചയായിട്ടും ഇനിയുള്ള മുതിർന്ന രക്ഷിതാക്കൾക്ക് ഒരു പക്ഷേ ഉണ്ടാവത്തില്ല, പക്ഷെ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഇനി വരാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഇതൊന്നും ഗുരു നമ്മളെ ഇതൊക്കെ പറഞ്ഞൊന്ന് ചെയ്യിപ്പിക്കുന്നത് ചെറിയ കാര്യങ്ങളായിട്ട് നമ്മൾ കാണുകയും ചെയ്യരുത്. ഇനിയുള്ളൊരു കാലഘട്ടം എന്ന് പറയുന്നത് ശരിക്കും ഒരു ഒരു പശുക്കുട്ടിയെ അല്ലെ ഒരു കാളക്കുട്ടിയെ വളർത്തിയെടുക്കുന്നത് പോലെയാണ് കുട്ടികളെ വളർത്തുന്നത് എന്ന് പറഞ്ഞാലൊന്നും ബുദ്ധിമുട്ട് തോന്നരുത്. കാരണം ഒരു കാളക്കുട്ടി ഇതേപോലെ ഒരു കൊച്ചു പശുക്കുട്ടിയെ കാളക്കുട്ടിയോ, അപ്പൊ അത് നമ്മുടെ റൂമിനകത്തൊക്കെ കയറി വന്നൊരാകുമ്പോൾ ഇതുണ്ട് ഇരിക്കും, അല്ലെങ്കിൽ നമ്മളൊന്ന് ഇരിക്കും, അങ്ങനെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കിയാൽ അതൊക്കെ നമുക്ക് സന്തോഷമാണ്. പക്ഷെ അത് വളർന്നൊരു വലിയ കാളക്കൂറ്റനായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും അതുപോലെ പ്രവർത്തിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ശരിയാവും. നമ്മൾ യഥാർത്ഥത്തിൽ ഈ കൊച്ചു കാളക്കുട്ടിയോട് ചെയ്യുന്നത് എന്താ? ഈ പ്രായം എത്തുമ്പം തന്നെ അതിന്റെ കഴുത്തേൽ ഒരു ചെറിയ കയറിട്ട് വയ്ക്കും. അതിന് വലിച്ചാൽ പൊട്ടിക്കാം, പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? ഒരു ചെറിയ കയറിട്ട് അതിന്റെ കഴുത്തിൽ ഒരു നിയന്ത്രണം ഉണ്ടാക്കും. ഇത് വളരുന്നതനുസരിച്ച് ആ കയറിന്റെ കട്ടി കൂട്ടിക്കൊണ്ടുവരും. എങ്കിൽ മാത്രമേ ഒരു കാള കൂറ്റനായിട്ട് കഴിയുമ്പോഴും ഒരു കയറിന്റെ അറ്റത്ത് അത് നിൽക്കുകയുള്ളൂ. അതുപോലെയാണ് ചെറിയ ചെറിയ നിയന്ത്രണങ്ങൾ ചെറിയ പ്രായം മുതലേ അവരെ ശീലിപ്പിക്കണം. പക്ഷെ അത് അവർക്ക് ബുദ്ധിമുട്ടാകുന്ന തരത്തിൽ ആകാൻ പാടില്ല. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അങ്ങനെ ചെറിയ ചെറിയ നിയന്ത്രണങ്ങളിലൂടെ അല്ല എങ്കിൽ നിയന്ത്രണമില്ലാതെ ഒരു കാളക്കുറ്റനായതിനു ശേഷം 16 വയസ്സെത്തിയതിനു ശേഷം നിയന്ത്രിക്കാനായിട്ട് പോയാൽ നമ്മുടെ നിയന്ത്രണത്തിൽ അവർ നിൽക്കത്തില്ല. അവർ മറ്റ് പലയിടത്തും ചെന്ന് നിയന്ത്രണമില്ലാതെ പെരുമാറുകയും അതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ അവർ ജീവിതം കൊണ്ട് അനുഭവിക്കേണ്ടതായിട്ടും വരും. അപ്പോൾ ചെറിയ പ്രായം മുതലേ ചെറിയ 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 തരത്തിൽ എങ്ങനെ നിയന്ത്രിച്ച് ശീലിച്ച് കൊണ്ടുപോകണം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പേരന്റിങ് എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടുന്ന കാര്യമാണ്. നമ്മൾ എടുക്കേണ്ടുന്ന ഒരു വിദ്യാഭ്യാസമാണ് പേരന്റിങ് എന്ന് പറയുന്നത്. ഏറ്റവും ചുരുക്കത്തിൽ അങ്ങ് പറഞ്ഞാൽ 4 തരത്തിലുള്ള പേരന്റിങ് സ്ട്രാറ്റജീസ് ഉണ്ട്. കുഞ്ഞുങ്ങളെ വളർത്താൻ 4 തരത്തിലുള്ള അതോറിറ്റേറിയൻ പേരന്റിങ്. അപ്പൊ നേരെ ഗുരു പറഞ്ഞല്ലോ, മുട്ടാളത്തരം കൊണ്ടൊന്നും കുടുംബം നന്നാവത്തില്ല. അപ്പൊ ഈ മുട്ടാളത്തരം ഉപയോഗിച്ച് കുട്ടികളെ വളർത്തുന്ന ശൈലിയാണ് യഥാർത്ഥത്തിൽ അതോറിറ്റേറിയൻ പേരന്റിങ് എന്ന് പറയുന്നത്. അവിടെ അച്ഛനും അമ്മയ്ക്കും ആണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. കുട്ടികൾ അനുസരിച്ചു കൊള്ളണം, അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് കുട്ടികൾ. രണ്ടാമത് അൺഇൻവോൾവ് പേരന്റിങ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. അതിനകത്ത് അച്ഛനും അമ്മയ്ക്കൊന്നും പ്രത്യേകിച്ച് അത് ആരെങ്കിലും ഒരാളായിരിക്കും. അപ്പോൾ കുട്ടി ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ക്ലാസ് ടീച്ചർ ആരാന്ന് ചോദിച്ചാൽ പലപ്പോഴും അച്ഛൻ അറിയണമെന്നില്ല. അപ്പം പറയാം അത് വൈഫാണ് കാര്യങ്ങൾ നോക്കുന്നത് എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടാവും. പക്ഷെ അതല്ല അതിന്റെ കാര്യങ്ങൾ. ആരെങ്കിലും ഒരാൾ മാത്രം ഉത്തരവാദിത്വം എടുക്കുക എന്നുള്ളത്. അങ്ങനെ ചില കുടുംബങ്ങളിൽ ആർക്കെങ്കിലും ഒരാളായിരിക്കും ഇതിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്, മറ്റേയാള് പോയി പൈസ ഉണ്ടാക്കുക എന്നുള്ള രീതിയിലായിരിക്കും. പക്ഷെ അതിന്റെയൊക്കെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ
അവസാന കാലം എത്തുമ്പോൾ നമ്മളൊക്കെ വൃദ്ധസ്ഥാനത്തിൽ ഇരിക്കുന്ന അവസ്ഥ ഉണ്ടാവും. അടുത്തത് പെർമിസീവ് പേരന്റിങ്. പെർമിസീവ് പേരന്റിങ് എന്ന് വെച്ചാൽ എന്താണോ കുട്ടികളുടെ ഇഷ്ടം അതനുസരിച്ച് വിട്ടുകൊടുക്കുന്ന ഒരു ശൈലിയാണ്. കുട്ടികൾക്ക് സന്തോഷവും താല്പര്യവുമാകുന്ന കാര്യങ്ങൾക്കെല്ലാം നമ്മൾ കൂടെ നിൽക്കും. അത്തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ, ശരിക്കും ഇത്തരത്തിലുള്ള ഒരു പേരന്റിങ് ശൈലി എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലേക്ക് മാറും. ഒരിക്കൽ ഒരു വളരെ വൈറലായിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു കുറെ വർഷങ്ങൾക്ക് മുൻപ്. ഒരു CI ഇട്ട പോസ്റ്റാണ്, എങ്ങനെ വീട്ടിൽ ഗുണ്ടകളെ വളർത്തിയെടുക്കാം എന്ന് പറയുന്നത്. ഈ പെർമിസീവ് പേരന്റിങ്ങിന്റെ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് അതാണ്. തന്നിഷ്ടക്കാരായിട്ടുള്ള കുട്ടികളായിട്ട് അവര് മാറും. ഈ അൺഇൻവോൾവ്ഡ് പേരന്റിങ്ങിലാണെങ്കിൽ ആത്മവിശ്വാസം ഇല്ലാത്ത മക്കളായിട്ട് മാറും. മറ്റേത് കണ്ടില്ല. യഥാർത്ഥത്തിൽ അനുവർത്തിക്കേണ്ടുന്ന ഒരു പേരന്റിങ് ശൈലി എന്ന് പറയുന്നത് അതോറിറ്റേറ്റീവ് പേരന്റിങ് എന്നതാണ്. അവിടെ ഒരു ഡെമോക്രാറ്റിക് സ്റ്റൈലിലാണ് പോകുന്നത്. പക്ഷെ ഇപ്പൊ തൽക്കാലം അതിനെക്കുറിച്ച് ആഴത്തിൽ പോകാൻ കഴിയാത്തത് കൊണ്ട് പക്ഷെ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഏതെങ്കിലും ഒരു സന്ദർഭം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാനുള്ള വഴി ഉണ്ടാക്കാൻ നോക്കാം എന്ന് മാത്രം. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ വെറുതെ അങ്ങ് വളർന്ന് അച്ഛനായി അമ്മയെ ഭാര്യയെ ഭർത്താവായി, പകരം നമ്മൾ ഈ ഓരോ കാര്യങ്ങളെക്കുറിച്ചും ആഴത്തിൽ പഠിക്കേണ്ടുന്നതായ കാര്യങ്ങൾ ഉണ്ട്. അതേപോലെ തന്നെ കർമ്മശേഷി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. ശരീരവും മനസ്സും ബുദ്ധിയും പ്രവർത്തിക്കുന്ന ഒരു കർമ്മശേഷി ഉണ്ടല്ലോ. പക്ഷെ കർമ്മശേഷി ഈ തലങ്ങളെല്ലാം ഉണ്ട്. രക്ഷിതാക്കൾ എന്ന് പറയുമ്പോൾ ഈ കർമ്മശേഷിയെ വികസിപ്പിക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. മക്കൾക്ക് വേണ്ടി ധനം സമ്പാദിച്ചു വെക്കുന്നതിനേക്കാൾ അവരെ കർമ്മശേഷിയുള്ളവരെ വളർത്തുന്നതാണ് നല്ലതെന്ന് ഗുരുവാണികൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ 5 തരത്തിലുള്ള ശരീരത്തിന്റെ ശേഷി ഉണ്ടാണ്. ഐക്യു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റലിജൻസ് കോഷ്യന്റ്, ബുദ്ധിപരമായ ശേഷിത്വങ്ങൾ വികസിക്കണം. ഇമോഷണൽ കോഷ്യന്റ് EQ എന്ന് വെച്ചാൽ വൈകാരികമായ ശേഷിത്വങ്ങൾ വികസിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് അറിയണം, എന്നാലല്ലേ അത് കുഞ്ഞുങ്ങളോട് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തത് മോറൽ കോഷ്യന്റ്, എങ്ങനെയാണ് ധാർമ്മികമായിട്ട് എങ്ങനെ തീരുമാനങ്ങൾ എടുക്കണം എന്ന കാര്യത്തിലെ കർമ്മശേഷിത്വങ്ങൾ വികസിപ്പിക്കേണ്ടതുണ്ട്. അതുപോലെ SQ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പിരിച്വൽ കോഷ്യന്റ്, അവരുടെ ആത്മീയമായ ശേഷികൾ എങ്ങനെ വികസിക്കണം. അങ്ങനെ ഈ 5 തലങ്ങളിലും കുട്ടികൾക്കുള്ള കർമ്മശേഷിത്വങ്ങളുണ്ട്. ഈ 5 തലങ്ങളിലും അതിനെ വളർത്തിയെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ അവർ സമഗ്രമായ ഒരു വ്യക്തിത്വമായിട്ട് അവർ മാറുകയുള്ളൂ. ഞാൻ കുറച്ച് ഗുരുവാണികൾ പറഞ്ഞു പോകാൻ മാത്രമേ ഇപ്പം തൽക്കാലം സമയം അനുവദിക്കുന്നുള്ളതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോകുന്നു. ഇതൊക്കെ ഈ ഓരോ കാര്യങ്ങളെക്കുറിച്ചും ഈ ഓരോ മേഖലകളിലും എന്തെല്ലാം ചെയ്യണം എന്നത് നമ്മൾ സമഗ്രമായിട്ട് പഠിക്കേണ്ടുന്ന കാര്യമാണ്. അവരുടെ ശാരീരികമായ ശേഷിയിൽ എങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യണം, അടുത്ത അവരുടെ വൈജ്ഞാനികമായ ശേഷിയിൽ എങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യണം, അവരുടെ വൈകാരികമായ ശേഷിയിൽ എങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യണം, ഇതെല്ലാം മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മൾ അത് പരിചയിച്ചിരുന്നെങ്കിൽ മാത്രമേ ആ കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കാനായിട്ടും സാധിക്കൂ. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങൾ, നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടുന്ന കുറച്ച് കാഴ്ചപ്പാടുകളെ കുറിച്ചാണ് ഞാൻ ഇനി പറയാനായിട്ട് ശ്രമിക്കുന്നത്. അല്ലാതെ ഇതിനെല്ലാം കൂടെ ഒരു പരിഹാരം പറയുക എന്നുള്ള ഒരു രീതിയല്ല ഞാൻ എടുക്കാൻ പോകുന്നത്. പകരം നമ്മുടെ മനസ്സിൽ നമ്മൾ മനസ്സിലാക്കി സൂക്ഷിക്കേണ്ടുന്ന ചില കാര്യങ്ങളെ കുറിച്ച് ഒരു പറഞ്ഞു തന്ന കാര്യങ്ങളെ ഓർമ്മപ്പെടുത്തുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. നിങ്ങൾ കുടുംബജീവികളാകുന്നെങ്കിൽ കുടുംബത്തിന്റെ പരിപൂർണ വിജയമാണ് നിങ്ങൾക്ക് ആവശ്യം. അതെങ്ങനെയാണ്? മക്കൾ നമ്മുടെ കൂടെ നിന്നില്ലെങ്കിൽ അവരെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവർ ഓരോരുത്തരും ഓരോ വീട്ടുകാരായിട്ട് മാറുമ്പോൾ അവർ ഇവരുടെ മനസ്സിനൊത്ത് ഇണങ്ങി പ്രവർത്തിച്ച് നശിച്ചു പോകും. ഒന്നും ചെയ്യാൻ ഒക്കില്ല. ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ജീവിതം കൊണ്ട് ഇതെങ്ങനെ നേരെയാക്കും എന്ന് നിങ്ങൾ ചിന്തിച്ചോണം. വേറെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഒരു പക്ഷെ ഇന്ന് നമ്മളൊരു ക്ലാസ് ഇങ്ങനെ വെച്ചത് തന്നെ ഈ ഒരു കാഴ്ചപ്പാട് നമുക്ക് ഉള്ളത് കൊണ്ടാണ്. നമ്മുടെ മക്കളെ എങ്ങനെ നല്ലതാക്കി കൊണ്ടുവരാൻ കഴിയും. അതിന് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം എടുക്കേണ്ടുന്നത് നമ്മളാണ്. അതിന് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കണം. ഗുരു അതുകൊണ്ട് തന്നെ നമ്മളോട് പറഞ്ഞൊരു കാര്യം, കുട്ടികളെ വളർത്തുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമായിട്ട് നിങ്ങൾ എടുക്കരുത്. അച്ഛനമ്മമാരും ഭരണകർത്താക്കളും അതറിഞ്ഞിരിക്കണം. ഈ 2 കൂട്ടരും ഇതിനെ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഗുരു നമ്മളോട് പറഞ്ഞു തന്നത് വാക്ക് സൂക്ഷിക്കണം. ഇല്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഇന്നതുപോലെ ചെയ്യൂ എന്ന് ആ ബ്രഹ്മശക്തി എന്നോട് പറഞ്ഞ കാര്യമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അത് നിങ്ങളുടെ മക്കളിലേക്ക് സൂക്ഷിച്ചെടുക്കാൻ നിങ്ങൾ വളരെ പാടുപെടണം, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ തെറ്റിപ്പോകും. അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത് ഇത് ഒരു മാജിക് അല്ല നിങ്ങൾ ആഗ്രഹിക്കേണ്ടുന്നത്. വളരെ സൂക്ഷിച്ചെടുത്തെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ആശ്രമത്തിൽ എന്താണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങൾ മക്കളെ ഏൽപ്പിച്ചിട്ടേ ഇല്ല. ഇന്ന് വരെ നിങ്ങൾ ഏൽപ്പിച്ചിട്ടില്ല. ഇനി നാളെ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല എന്നാണ് ഗുരു പറഞ്ഞത്. കാര്യം നമ്മൾ ഈ പറഞ്ഞതുപോലെ
ഒരു മുന്നേ ഉള്ള ഒരു വിശ്വാസക്രമത്തിൽ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ എന്നുള്ള രീതിയിലാണ് നമ്മളൊക്കെ നമ്മുടെ ദേവധർമ്മം അല്ലെങ്കിൽ ആരാധനാ രീതികളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോഴും അത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അമ്പലത്തിലും പള്ളിയിലും പോകുന്നതിനും പകരം ആശ്രമത്തിന് വരുന്നു എന്നുള്ളൊരു രീതിയിലേക്കാണ് നമ്മൾ ഇപ്പോഴും ജീവിച്ചു പോകുന്നത്. പക്ഷേ ഇവിടെ ജീവിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ആശയം എന്തൊക്കെയാണ് ഗുരു പറഞ്ഞു തന്നിരിക്കുന്നത്, ഇത് നമ്മൾ എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ സമഗ്രമായിട്ട് മനസ്സിലാക്കി ഒരു ആത്മവിചിന്തനം ചെയ്ത് വേണം മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ അതിനുള്ള ഒരു മനസ്സൊരുക്കമാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഒരു ധർമ്മപുത്രനും ഒരു ധർമ്മപുത്രിയും നിങ്ങളിൽ നിന്നുണ്ടാകണം. ഇത് മാത്രം നിങ്ങൾ ഇവിടെ ദാനം ചെയ്താൽ മതി. വേറെ എന്ത് ദാനം ചെയ്താലും അത് ചീത്തയായിപ്പോയി. അപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ഗുരുവിനോടുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഗുരുവിനെ മനസ്സിലാക്കി ജീവിക്കുന്ന തരത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുത്ത് ഒരു ധർമ്മപുത്രനോ പുത്രിയോ ആക്കി ഗുരുവിന് ദാനം ചെയ്യുക എന്നുള്ളതാണ്. എന്ന് വിചാരിച്ചാൽ അവർ സന്യാസിമാരാവണമെന്നല്ല എൻ്റെ അർത്ഥം. അങ്ങനെ ഗുരു പറഞ്ഞിട്ടില്ല. നല്ല ഗൃഹസ്ഥാശ്രമികളായിരിക്കാനാണ് ഗുരു പറഞ്ഞത്. സന്യാസിമാര് വേണം, അത് പക്ഷേ അത് കുറച്ചു മതി. നല്ലൊരു ഗൃഹസ്ഥാശ്രമിയിൽ നിന്നാണ് ഒരു നല്ല അധ്യാപകനും ഒരു നല്ല ശാസ്ത്രകാരനും ഒരു നല്ല സന്യാസിയും ഒക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് നല്ല ഗൃഹസ്ഥരാകുന്ന തരത്തിൽ നമ്മുടെ ധർമ്മം അറിഞ്ഞ് പ്രവർത്തിക്കാൻ കഴിയുന്ന പുത്രനും പുത്രിയും വളർത്തി എടുക്കുക എന്നതാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ സാഹചര്യങ്ങൾ പലപ്പോഴും അങ്ങനെ ആയിരിക്കത്തില്ല. നമ്മുടെ മക്കളെ സൂക്ഷിക്കാൻ കഴിയാത്തൊരു അപകടം ഇവിടെ നമ്മളോടൊപ്പം ഉണ്ടെന്ന് നാം അറിയണം. അച്ഛനും അമ്മയും വീട്ടിൽ കാണിക്കുന്ന കോപ്രായങ്ങൾ മക്കളിൽ പകരും. ഇതാണ് പ്രശ്നം. നമ്മൾ പറയുന്നത് പലപ്പോഴും കുട്ടികൾ കേൾക്കത്തില്ല. കാരണം നമ്മൾ പറയുന്നതും നമ്മുടെ പ്രവൃത്തിയും തമ്മിൽ യോജിപ്പുണ്ടാകത്തില്ല. നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ കുട്ടികളിൽ നിന്ന് ഡിമാൻഡ് ചെയ്യും പറയും. പക്ഷെ നമ്മുടെ പ്രവൃത്തിയിൽ അത് പലപ്പോഴും ഉണ്ടാകില്ല. കാര്യം നമ്മൾ സ്വയം ജീവിച്ചു വന്നൊരു പരിചയം നമുക്ക് ആ മേഖലകളിൽ ഇല്ല. അങ്ങനെ വരുമ്പോഴാണ് അത് കോപ്രായമായിട്ട് മാറുന്നത്. അതായിരിക്കും മക്കളിലേക്ക് പകരുന്നത്. നമ്മൾ പറയുന്നത് എന്താണ് എന്നല്ല. നിങ്ങളുടെ മക്കൾ നിങ്ങൾ പറയുന്നത് കേട്ടില്ല എന്നോർത്ത് ദുഃഖിക്കേണ്ട. നിങ്ങൾ എന്താണോ ചെയ്യുന്നത് എന്നവർ ഒപ്പിയെടുക്കുന്നുണ്ട്. ഇതാണ് എന്റെ യാഥാർത്ഥ്യം. ഈ ഒരു കാര്യത്തില് നമ്മൾ കരുതലോടെ പ്രവർത്തിച്ചില്ലെങ്കിൽ അതൊക്കെയായിരിക്കും നമ്മുടെ മക്കളിലേക്ക് പകരുന്നത്. നിങ്ങളുടെ മുന്നിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെ നിങ്ങൾ വളർന്നു പോയ പൂർവ്വകാലത്തിന്റെ അറിവിലേക്ക് തള്ളിവിടരുത്. നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് നമുക്ക് എന്താണോ പരിചയിച്ചിരിക്കുന്നത് അതിനെ വീണ്ടും ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടാക്കി അത് വരാതിരിക്കാനുള്ള കരുതരുത്. പക്ഷെ അതൊരു എക്സ്ട്രീമിലേക്ക് പോകും. ഇതിന്റെ ഇടയിലുള്ള വഴി എന്താണ്, ശരിയായ കാര്യം എന്താണ് എന്ന് നമ്മൾ ഇവിടുന്ന് പഠിക്കുന്നില്ല. ഇതിനുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ പറയുന്ന ഒരു മണിക്കൂർ കൊണ്ട് മാത്രം പഠിച്ചെടുക്കാൻ കഴിയും എന്ന് വിചാരിച്ചാൽ അതൊരു മാജിക്കാണ്. ഇത് സാവധാനം നമ്മുടെ എന്താണ് പറയുക, ഭരണകർത്താക്കൾ, ഒരു മാതൃമണ്ഡലത്തിൻ്റെതാണെങ്കിലും ആശ്രമത്തിൻ്റെതാണെങ്കിലും എല്ലാം ഇത്തരത്തിൽ ഗുരു പറഞ്ഞു തന്ന കാര്യങ്ങളെ നമ്മുടെ പരമ്പരയിലേക്ക് എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സാംസ്കാരിക പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് വേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അതിനുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ് ഇനി അങ്ങോട്ട് മുന്നോട്ടുള്ള 2 വർഷം കൊണ്ട് നടക്കാൻ പോകുന്നത്. നമുക്ക് ജീവിതം കൊണ്ട് ധാരാളം അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. ഇതിനെ തിരുത്തിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കണം. ആ തിരുത്ത് കുട്ടികളിൽ കൂടി വരണം. അതിലേക്ക് നയിക്കുന്ന ധർമ്മബോധമാണ് ആദ്യമായി നമുക്ക് വേണ്ടുന്നത്. സമയം കുറയുന്നത് കൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാനായിട്ട് ശ്രമിക്കാം. ഒരു ഗൃഹസ്ഥാശ്രമയിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഏറ്റവും വലിയ കർമ്മം എന്താണ്? ഗൃഹസ്ഥാശ്രമം ഒരു ചിട്ടയോടെ ജീവിച്ച് സ്വന്തം കുട്ടികളെ ഏറ്റവും നന്നായി വളർത്താനുള്ള ഒരു പരിചയവും പ്രയത്നവും ഉണ്ടാക്കിയെടുക്കണം. മറ്റൊന്നുമില്ലെങ്കിലും അച്ഛനും അമ്മയും മക്കളുമെങ്കിലും ഒരുമയോടെ ജീവിക്കാനുള്ള ഒരു ധാരണ വളർത്തിയെടുത്ത് കുട്ടികൾക്ക് പ്രദാനം ചെയ്യണം. ആ ധാരണയിൽ കഴിയുമെങ്കിൽ അവർ വളരട്ടെ. അതിന് എന്തെങ്കിലും ഉചിതമായ ഒരു മാതൃക സൃഷ്ടിച്ചെടുത്തേ മതിയാകും. അതിനവർക്ക് കഴിയണമെങ്കിൽ സ്വയം വളർന്നെത്തിയ ഒരു സംസ്കാരമാണ്. എന്നുവെച്ചാല് നമ്മുടെ ഓരോ കുടുംബത്തിനകത്തും നമ്മളൊരു മാതൃക സൃഷ്ടിക്കണം. ഒരു പ്രിന്റിൽ വന്നിട്ടുള്ളതല്ല, പക്ഷെ ഗുരു സംസാരിക്കുന്ന സമയത്തുള്ള ഒരു ഓഡിയോയിൽ കേട്ട ഒരു കാര്യമാണ്. ആൾക്കാരെല്ലാം നിൽക്കുന്ന സമയത്ത് ഗുരു ചോദിക്കും, എല്ലാ വീട്ടിനും അതിൻ്റെതായ ഒരു രഹസ്യമുണ്ട്, അത് എന്താണെന്ന് ചോദിച്ചു. അപ്പൊ ആൾക്കാരൊക്കെ മിണ്ടാതെ നിന്നു. അപ്പൊ ഗുരു തന്നെ അതിന് മറുപടി പറഞ്ഞു, ഒരു രാജ്യത്തിന് ഒരു ഭരണഘടന ഉള്ളതുപോലെ ഓരോ കുടുംബത്തിനും അതിൻ്റെതായ ഒരു ഭരണഘടന ഉണ്ടാകണം. അത് ആ അച്ഛനും അമ്മയും മക്കളും മാത്രം അറിഞ്ഞാൽ മതി. അതുകൊണ്ടാണ് അത് വീട്ടിന്റെ രഹസ്യമായിട്ടിരിക്കുന്നത്. ഓരോ കാര്യങ്ങളും എങ്ങനെ കൈകാര്യം ചെയ്യും, ആ ഘടനയെ അത് ഒരു കുടുംബജീവിതം തുടങ്ങുന്ന സമയത്ത് തന്നെ പരസ്പരം ചർച്ച ചെയ്ത് തീരുമാനിച്ചെടുക്കേണ്ടുന്ന ഒരു മാതൃകയുണ്ട്. ആ മാതൃകയിൽ എന്തെല്ലാം കാര്യങ്ങൾ സൂക്ഷിക്കണമെന്ന കാര്യമാണ് അങ്ങോട്ട് പറയാൻ ശ്രമിക്കുന്നത്.
നിങ്ങൾ അച്ഛനും അമ്മയും മാതൃകാപരമായ ഒരു ജീവിതം നയിക്കണം. ഈ മാതൃകയെ കുറിച്ച് ഒത്തിരിയിടത്തും ഇവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൂപ്പന്റെയും അമ്മൂമ്മയുടെയും അച്ഛന്റെയും അമ്മയുടെയും ജീവിതം കണ്ട് ഈ മക്കൾ ഓരോന്നും പഠിക്കേണ്ട കാര്യങ്ങളുണ്ട്. അങ്ങനെ വരുമ്പോൾ അവർ ചിന്തിക്കും, എന്റെ ഇന്നാര് ജീവിച്ച് കാണിച്ചിട്ട് പോയ മാതൃക മതി എനിക്ക് എന്ന്. അപ്പോ അങ്ങനെ അവരുടെ ഉള്ളിൽ തോന്നത്തക്ക വണ്ണം നമ്മൾ ജീവിച്ച് കാണിക്കണം, അല്ലാതെ അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കരുത്. നിങ്ങൾ മുതിർന്ന തലമുറയ്ക്ക് വേണ്ടത് കുട്ടികളെ നല്ല നിലയിൽ വളർത്തിയെടുക്കാനുള്ള കഴിവാണ്. കുട്ടികൾക്ക് ആ നിലയിൽ വളരാനുള്ള സാഹചര്യമല്ല ഇന്നുള്ളത്. അച്ഛന്റെ അറിവും അമ്മയുടെ സ്നേഹവും വാത്സല്യവും ചേർത്ത് കുഞ്ഞുങ്ങൾക്ക് പകരാനോ അങ്ങനെ ലോകത്തിന് വെളിച്ചം പകരുന്ന സന്തതികൾക്ക് ജന്മം നൽകാനോ കഴിയാത്ത ഗതികേട് വന്നു ചേരുന്നു. കാരണം അമ്മ പറയുന്നത് അമ്മ ചെയ്യുന്നത് പോലെ ആയിരിക്കണം കുഞ്ഞുങ്ങൾ, അച്ഛൻ പറയുന്നത് അച്ഛൻ ചെയ്യുന്നത് പോലെ ആയിരിക്കണം കുഞ്ഞുങ്ങൾ. ഇങ്ങനെ സകല അമ്മമാരും സകല അച്ഛന്മാരും പൊരുതുകയാണ്. അപ്പൊ ആദ്യം ഒഴിവാക്കേണ്ടത് പരസ്പരമുള്ള ഈ പോരാണ്. എന്നിട്ട് ഒരുമ എന്നുള്ളൊരു ഭാഗം നമ്മുടെ കുടുംബത്തിനകത്ത് നമ്മൾ വളർത്തണം. ഭാര്യയും ഭർത്താവും തമ്മിൽ പിണക്കം, അങ്ങനെ പിണങ്ങി അവരുടെ വയസ്സുകാലമാകുമ്പോൾ മക്കളും അത് തുടരും. ചുരുക്കം ചില വീടുകളിൽ മാത്രമേ ഈ സംസ്കാരക്കുറവ് ഇല്ലാതെയുള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഈ പിണക്കം എന്ന് പറഞ്ഞൊരു സാധനം നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഒഴിവാക്കി പോകണം. നമ്മുടെ ആശ്രമോദ്ദേശത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? സുഖത്തിലും ദുഃഖത്തിലും മാനത്തിലും അപമാനത്തിലും സ്തുതിയിലും നിന്നയിലും എല്ലാം ഇളകിപ്പോകാത്ത മനസ്സ് ഉണ്ടാവണം. ഈ ഒറ്റ കാര്യം സൂക്ഷിച്ചാൽ, ഈ കാര്യം സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ ഒരു പിണക്കോ ആരും തമ്മിൽ ഉണ്ടാവട്ടെ. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അപ്പോൾ അത് നമ്മുടെ മനസ്സ് ഇളകി പോകുന്നതുകൊണ്ടാണല്ലോ നമ്മൾ പ്രതികരിക്കുന്നത്. ആ പ്രതികരണം വരുമ്പോഴാണല്ലോ അപ്പുറത്തും ഇങ്ങോട്ട് പ്രതികരണം ഉണ്ടാവുക. അപ്പോ മനസ്സിളകി പോകാതെ മനസ്സിനെ സമചിത്തതയോടുകൂടി, എന്നാൽ പറയേണ്ട കാര്യങ്ങൾ പറയണ്ട എന്നല്ല അർത്ഥം, എങ്ങനെ പറയണം എന്ന് പഠിക്കുകയാണ് വേണ്ടുന്നത്. ഒരു ദിവസം ഞാൻ സംസാരിക്കുന്നതിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ആശ്രമത്തിൽ നിന്ന് പല പ്രാവശ്യം ഇങ്ങനെയൊക്കെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ട് പണിഷ്മെന്റ് ഒക്കെ വാങ്ങിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ശിശുഭവനെടുത്ത് നിൽക്കുന്ന സമയത്ത് ഒരിക്കലും ഞാനൊരു സ്കൂളിൽ സംസാരിക്കാനായിട്ട് വിളിച്ചു. അപ്പൊ ശിശുഭവനെടുത്ത് അനുവാദം ചോദിച്ചപ്പോൾ ഞാൻ ജെന്നിയോട് ചോദിച്ചു, ഞാൻ എന്താണ് ചെന്നിട്ട് പറയേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോ ജെന്നി എന്നോട് കുറച്ചു നേരം എന്നെ മൂത്തിങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, എങ്ങനെ സംസാരിക്കണം എന്ന് ഈ കുട്ടികളോട് പറയാൻ പറഞ്ഞു. ഞാനാകെ അപ്സെറ്റ് ആയിപ്പോയി. ഇവരെ സംസാരിക്കുന്നത് കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകിയ അതിന്റെ പണിഷ്മെന്റുകളൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന എൻ്റെ അടുത്താണ് ജെന്നി എങ്ങനെ സംസാരിക്കണം എന്ന് പറയാൻ പറഞ്ഞത്. അപ്പൊ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി, ആ പറഞ്ഞത് കുട്ടികളോട് പറയാനല്ല, ആദ്യം ഞാനിത് പഠിക്കണം എന്നതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം എന്ന് ഞാൻ പിന്നീട് പഠിക്കാൻ ശ്രമിച്ചു. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഞാൻ ഇന്നിപ്പോ ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നതും അതുകൊണ്ടായിരിക്കും. അപ്പൊ നമ്മൾ പരസ്പരം എങ്ങനെ സംസാരിക്കണം, ആ സംസാരിക്കുന്നതിനകത്ത് മുറിപ്പെടുത്തുന്ന വാക്കുകൾ ഉപയോഗിക്കാതെ എങ്ങനെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും, ഇത് പഠിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. നമ്മൾക്ക് ഇതൊന്നും നമ്മളെ ഒരു സ്കൂളിലും പഠിപ്പിക്കത്തില്ല, പക്ഷെ വളരെ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യമാണ്. ഇതിപ്പം പറയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമയമെടുത്ത് പറയേണ്ടുന്ന ഒരു കാര്യം ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നത് ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ള ആ കാര്യം ഓർത്തിരിക്കുക. ഇനിയുള്ള സമയങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ ഇതൊക്കെ നമ്മുടെ ഇനിയും മുന്നോട്ടുള്ള പ്രവർത്തനത്തിൽ, മുന്നോട്ടുള്ള നമ്മുടെ ക്ലാസ്സുകളിൽ അത് ആരാണെങ്കിലും മുന്നോട്ടുള്ള നമ്മുടെ മതകാന്തരത്തിന്റെ ഒക്കെ പ്രവർത്തനത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുക. ഒരു പറഞ്ഞത്, ഒരു ഇണക്ക സ്വഭാവം നിങ്ങൾ കാണിക്കുന്നുണ്ടോ? നിങ്ങളുടെ വീട്ടിലോ വെളിയിലോ നിങ്ങൾ കാണിക്കുന്നുണ്ടോ? അതേപോലെ വീട്ടിൽ ഐക്യബോധത്തോടു കൂടിയ പെരുമാറാവും എന്നൊരു ദൃഢത ഉണ്ടായിരിക്കണം. അപ്പോൾ എപ്പം പിണങ്ങണം എന്ന് തോന്നിയാലും പിണങ്ങിക്കോളൂ, പക്ഷെ കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ച് ഒരിക്കലും ചെയ്യരുത്. അവർ കാണാത്തപ്പം വേണമെങ്കിൽ എവിടെങ്കിലും പുറത്തു പോയി വഴക്കൂടണമെന്നുണ്ടെങ്കിൽ എവിടെങ്കിലും ദൂരത്ത് എവിടെങ്കിലും പോയി റൂം എടുത്ത് പുറത്തെവിടെങ്കിലും പോയി നിന്നിട്ട് വഴക്കൂടും, പക്ഷെ കുട്ടികൾ ഒരിക്കലും കാണരുത്. വ്യക്തികളാകുമ്പോൾ എന്തായാലും ഇത് പറഞ്ഞിട്ട് മുന്നോട്ട് പോകും. ഞാൻ സ്കൂളിലായിരിക്കുന്ന സമയത്ത് 10ാം ക്ലാസ്സിലെ ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ട് ഒരു ഓപ്പൺ ഫോറം, കുട്ടികൾക്ക് എന്തും സംസാരിക്കാം, എന്തും ചോദിക്കാം, അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു വേദി ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ വെച്ചിട്ട് ഇതേപോലെ വീട്ടിലെ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. അച്ഛനും അമ്മയൊക്കെ തമ്മിൽ ഇങ്ങനെ വഴക്കൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ പല കുട്ടികളും പറഞ്ഞു സ്ഥിരമായിട്ട് അങ്ങനെ പലപ്പോഴും വീട്ടിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്, അത് അവരുടെ പഠിത്തത്തെ ബാധിക്കാറുണ്ടെന്നുള്ള വിഷമങ്ങളൊക്കെ അവർ ഷെയർ ചെയ്തു. അപ്പൊ ഒരു കുട്ടി പറഞ്ഞു, സ്വാമി, എൻ്റെ വീട്ടില് അച്ഛനും അമ്മയും തമ്മിൽ വിഷമങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ അവർ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്, പക്ഷെ അത് വഴക്കിലേക്ക് പോകാറില്ല, പിണക്കത്തിലേക്ക് പോകാറില്ല. അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു. അതെങ്ങനെയാണ്? എനിക്കും അറിയത്തില്ലായിരുന്നു. എൻ്റെ വീട്ടിൽ സ്ഥിരം വഴക്ക് നടക്കുന്ന ഒരു വീടായിരുന്നു എൻ്റെത്. അതിന്റെ ബാക്കിയായിട്ടാണ് ഞാൻ ആശ്രമത്തിൽ ജീവിക്കാൻ വന്നത്. അപ്പൊ അങ്ങനെയുള്ള ഞാൻ ഇത് കേട്ടപ്പോൾ ശരിക്കും അത്ഭുതപ്പെട്ടു. അപ്പൊ ആ മോള് പറഞ്ഞൊരു കാര്യം, ഒരു പെൺകുട്ടിയാണ്, ആ മോളിന്ന് ആശ്രമത്തിലെ സന്യാസിനിയാണ്. ആ മോള് പറഞ്ഞത്,
ഞാൻ ആ മോള് പറഞ്ഞതിന് എന്നെ പഠിപ്പിച്ച ഒരു പാഠമാണ് ഡോണ്ട് എക്സ്പ്ലോഡ് ബട്ട് എക്സ്പ്ലെയിൻ. എക്സ്പ്ലോഡ് ചെയ്യരുത്, പകരം എക്സ്പ്ലെയിൻ ചെയ്യുക. ഞാൻ ആ മോളിൽ നിന്ന് പഠിച്ചൊരു കാര്യമാണ്. അപ്പോൾ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർ വൈകുന്നേരം ഒന്നിച്ചിരിക്കും. രാവിലെയോ എപ്പോഴെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിലും അവർക്ക് ഒരു ഫാമിലി ടൈം ഉണ്ട്. വൈകിട്ട് അച്ഛനും അമ്മയൊക്കെ ആശ്രമത്തിലെ കർമ്മം ചെയ്യുന്നവരാണ്. അവര് ചിലപ്പോൾ താമസിച്ചൊക്കെ ആയിട്ട് വരുന്നത്. എല്ലാവരും വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ആണ് അവർ പ്രാർത്ഥിക്കുന്നത്. സന്ധ്യ നേരത്തെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇങ്ങനെ എത്തിക്കഴിയുമ്പോൾ അവര് 3 പ്രാവശ്യം തിരി എത്തിച്ചു വെച്ച് അവർ ആ പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അവർക്കൊരു ഫാമിലി ടൈം ഉണ്ട്. ആ ഫാമിലി ടൈമിൽ അവരെന്ത് ചെയ്യും, എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ ഉള്ളത്, അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞൊരു കാര്യം അതിന് അമ്മയ്ക്ക് വിയോജിപ്പുണ്ട് എങ്കിൽ അമ്മ അവിടെ ഇരുന്നുകൊണ്ട് എന്തുകൊണ്ട് താൻ വിയോജിച്ചു, അച്ഛൻ കാണാത്ത എന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്ന് കുറ്റപ്പെടുത്തലിന്റെ ഭാഷയില്ലാതെ പ്ലെയിൻ ആയിട്ട് സംസാരിക്കും. അപ്പൊ അച്ഛൻ തിരിച്ച് എന്തുകൊണ്ടാണ് താൻ അങ്ങനെയുള്ള തീരുമാനം എടുത്തത് എന്ന് അച്ഛൻ വിശദീകരിക്കും. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് സംസാരിച്ചുകൊണ്ട് അവരൊരു പൊതു രീതിയിലേക്ക് എത്തിച്ചേരും. അപ്പോൾ ഇങ്ങനെ മനസ്സ് തുറന്ന് സംസാരിച്ചെങ്കിലും മാത്രമേ തന്നതില്ല വരെ നൊടുകാട്ടുവാൻ ഉണ്മേന്നൊരു ഉപായമീശ്വരൻ വന്നു പോകുമ്പിടെ അർത്ഥശങ്കയാൽ ഭാഷ ഇന്ന് അപൂർണമാകും എന്ന് കുമാരനാശൻ പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ പലപ്പോഴും അപൂർണമാണ്. നമ്മുടെ മനസ്സിനെ അതുകൂടെ തുറന്നു കാണിക്കാൻ സാധിക്കത്തില്ല. എന്നെ മനസ്സിലാക്കിയതില്ലോ ഒന്നും പറയുന്നതിലൊരു അർത്ഥവും ഇല്ല. അങ്ങനെ ചിന്തിക്കരുത്. മറ്റൊരാൾക്ക് ഒരിക്കലും വേറൊരാളെ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ കഴിയില്ല. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്, നമ്മൾ എന്താണോ ചിന്തിച്ചത്, അത് മനസ്സ് തുറന്ന് അടുത്ത ആളോട് പറയാം. കുഞ്ഞുങ്ങളോട് സംസാരിക്കുമ്പോഴും ഇത്തരത്തിൽ തന്നെ ചെയ്യണം. നിങ്ങളെ മനസ്സിലാക്കി പ്രവർത്തിക്കാം എന്നൊന്നും നിങ്ങൾ ചിന്തിക്കാത്ത തരത്തിൽ നിങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളത് വേറൊരു വശം. പക്ഷെ നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് അത് കൃത്യമായിട്ട് അവരിലേക്ക് എത്തിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരുമപ്പെട്ട് വീട്ടിനെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഈ ഐക്യബോധം എന്ന് പറയുന്നത് അങ്ങനെ പറ്റൂ. അതുകൊണ്ട് നമ്മൾ പറയേണ്ടുന്നത്, നിങ്ങളെ ഇപ്പോൾ ഭർത്താവ് ഒരു കാര്യം പറഞ്ഞു, ഭർത്താവിനോട് ഒരു കാര്യം പറഞ്ഞു, 1 പറഞ്ഞു, 2 പറഞ്ഞു, 3 പറഞ്ഞു, കേട്ടില്ലെങ്കിൽ 4മത്തത് പറയുമ്പോൾ എന്തുവരും, സംസാരിക്കുന്ന രീതി മാറും, അതിന്റെ ഭാഷ മാറും, ഉപയോഗിക്കുന്ന വാക്കുകൾ മാറും. പക്ഷെ അപ്പൊ അപ്പോഴൊക്കെ നിങ്ങൾ അങ്ങനല്ലേ കാണിക്കൂ, നിങ്ങൾ എപ്പോഴും അങ്ങനെയല്ലേ ചെയ്യുന്നത് എന്ന് നമ്മൾ നമ്മുടെ സംസാരത്തിലൊക്കെ വിരൽ ചൂണ്ടുന്ന അല്ലെങ്കിൽ പങ്കാളിയെ കുറ്റപ്പെടുത്തുന്ന ഒരു ഭാഷ ഉണ്ടാവും. പക്ഷെ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെ സംസാരിക്കണം? അതെ, നിങ്ങൾ അങ്ങനെ പറയും, നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ പറയുമ്പോൾ എനിക്കത് വിഷമമാകുന്നുണ്ട്, എനിക്കത് ഇന്ന ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ അപ്പുറത്തേക്ക് വിരൽ ചൂണ്ടുന്നതിന് പകരം തനിക്ക് എന്താണ് ബുദ്ധിമുട്ട് അതിൽ നിന്ന് എന്ന് മാത്രം പറയും. കാര്യം മറ്റൊരാൾ ഇങ്ങനെയാണെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഉള്ളു മാത്രമേ നമുക്ക് തുറന്നു കാണിക്കാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് അപ്പുറത്തേക്ക് വിരൽ ചൂണ്ടുന്നതിന് പകരം തന്നിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അത് പറയും. ആശ്രമത്തില് കുറെ വർഷങ്ങൾക്ക് മുൻപ് ഞാനും അമ്മയും ശിഷ്യപൂജ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ആയിരുന്നു. പക്ഷെ ജെന്നിക്കുള്ളതായത് നമ്മളത് കൈകൊണ്ട് എടുത്തൊന്നും നോക്കിയില്ല. എടുക്കുമ്പം അത് വളരെ സോഫ്റ്റ് ആയിരുന്നു, വളരെ ഫ്ലെക്സിബിൾ ആണ്, കട്ടിയൊന്നുമില്ല. പക്ഷെ അത് ജെന്നി അത് കഴിക്കാനായിട്ട് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ വലിഞ്ഞു വരുന്നില്ല. അപ്പോ കണ്ടോണ്ട് നിൽക്കുന്ന നമുക്കും ജെന്നി അതിങ്ങനെ പിടിച്ചപ്പം മുറിഞ്ഞു വരാത്തതുകൊണ്ട് വിഷമം തോന്നി. അപ്പൊ ജെന്നി എന്നോട് പറഞ്ഞൊരു വാക്കെന്ന് പറയുന്നത്, കൊച്ചേ, എനിക്ക് ആരോഗ്യം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അത് മുറിക്കാൻ പറ്റുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്റെ മനസ്സിൽ ഞാൻ ഒരിക്കലും മായാതെ നിൽക്കുന്ന ഒരു ഇമേജാണ്. ഇപ്പൊ ആ കാലത്ത് ഞാനാണെങ്കിലും ചോദിക്കുന്നത്, എന്താടാ ഈ ഉണ്ടാക്കി വെച്ചേക്കുന്നത്, ഇങ്ങനെയാണോ ഭക്ഷണം ഉണ്ടാക്കുന്നത് എന്ന് ചോദിക്കാനുള്ള ഒരു മാനസികാവസ്ഥയാണ് എനിക്കുള്ളത്. പക്ഷേ അവിടെ ജെന്നി അത് പറഞ്ഞത് തന്നെ ജെന്നിയുടെ ഭാഗത്ത് നിന്നുകൊണ്ടത് പറഞ്ഞു. അപ്പൊ നമുക്കുള്ള ഒരു കാര്യത്തെ നമുക്ക് മറ്റൊരാളെ വിഷമിപ്പിക്കാതെ അവതരിപ്പിക്കാനുള്ള വഴിയുണ്ട്. അതെങ്ങനെയാണ് എന്ന് പഠിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങൾ അത്തരത്തിൽ വിദ്യാഭ്യാസമുള്ളവരായി മാറും. ഇല്ല എങ്കിൽ ഒരു നിസ്സാരമായ പ്രശ്നങ്ങൾ വരുമ്പോൾ പോലും പൊട്ടിത്തെറിക്കുന്നതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ കാണുന്നത് എങ്കിൽ വൈകാരികമായ ഒരു ശേഷിത്വം എങ്ങനെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളിൽ വളരുക? സ്കൂളിൽ പഠിക്കുന്ന വിദ്യാഭ്യാസമൊക്കെ അവിടെ ഇരുന്നോട്ടെ, അതൊക്കെ സ്കൂളിൽ ഇരിക്കുന്ന ടീച്ചർമാർ ചെയ്തോളും. നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത് ഇങ്ങനെയുള്ള വിദ്യാഭ്യാസം നമ്മുടെ മക്കൾക്ക് എങ്ങനെ പകർന്നു കൊടുക്കാം എന്ന കാര്യത്തിലായിരിക്കണം. അത് നേരാവണ്ണം വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സ്കൂളിൽ പോയാലും കോളേജിൽ പോയാലും പഠിക്കുന്ന തരത്തിൽ അവർ അതിന്റെ പ്രശ്നങ്ങളില്ലാതെ കൈകാര്യം ചെയ്യാനുള്ള ശേഷി അവർക്ക് താനെ ഉണ്ടായിക്കോളും. അതുകൊണ്ട് നമ്മുടെ വീട്ടിനകത്ത് ഈ ഒരുമ ഉണ്ടാവാനായിട്ട് കൃത്യമായിട്ട് ഗുരു പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ്, ഒരു മാതൃകയാണ്. ആണും പെണ്ണും ഒന്നു ചേർന്ന സകല പ്രവൃത്തിയിലും സ്നേഹ ബഹുമാനങ്ങളോടെ പരസ്പരം ഉൾക്കൊള്ളുന്ന പ്രവൃത്തിയെ ചെയ്യാവൂ. അങ്ങനെ വീടിന് ഒരുമയ്ക്കുള്ള സ്ഥാനം കിട്ടും.
അപ്പൊ അതിനകത്ത് 3 കാര്യങ്ങൾ പ്രധാനമായിട്ടുണ്ട്. സ്നേഹമുണ്ട്, ബഹുമാനമുണ്ട്, പരസ്പരം ഉൾക്കൊള്ളുന്ന കാര്യമുണ്ട്. ഈ 3 കാര്യങ്ങളും ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ ഈ ഒരുമ എന്ന് പറഞ്ഞ കാര്യം ചെയ്യാനായിട്ട് പറ്റൂ. നമ്മൾ ഇനി അങ്ങോട്ട് പറയാൻ ശ്രമിക്കുന്നത് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ മാതൃക എങ്ങനെ ഉണ്ടാക്കിയെടുക്കണം. ഇത് ഓരോ വീട്ടിലുള്ളവരും പരസ്പരം തീരുമാനിക്കേണ്ടുന്ന കാര്യം. ഞാൻ അതുകൊണ്ട് വളരെ പെട്ടെന്ന് പറഞ്ഞാൻ ശ്രമിക്കുകയാണ്. ഈ 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. പലതരത്തിൽ പാവം പകരുന്ന സന്താനങ്ങൾ പലതരത്തിൽ മത്സരിക്കുന്ന കർമ്മഗതിയുടെ ഉടമസ്ഥരാകാൻ നമ്മൾ കുട്ടികളെ വളർത്തുകയാണ്. ഇവർക്ക് ഈ സ്നേഹത്തിന്റെ ഉറവിടത്തെ എങ്ങനെ ഏറ്റെടുക്കാൻ കഴിയും? സ്നേഹം പകർത്തുന്ന ഒരു ആചാരവിധി ആവർത്തിച്ച് നിവർത്തിക്കാൻ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് പകരം നമ്മൾ അവരിൽ പകർത്തിയിരിക്കുന്നത് പോര് മാത്രമാണ്. ഈ അനുസരണയില്ലാത്ത വളർച്ചയിൽ, സ്നേഹമില്ലാത്ത ആദരവിൽ കുറ്റക്കാർ തികച്ചും നമ്മൾ തന്നെയാണ്. കാര്യം ഈ സ്നേഹം ഗുരുവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മുറിയാത്ത സ്നേഹം. ഈ മുറിയാത്ത സ്നേഹം എങ്ങനെ നിലനിർത്തിക്കൊണ്ടു പോകണം എന്ന് നമ്മൾ തന്നെ കാണിച്ചെങ്കിലും മാത്രമേ കുട്ടികൾക്കത് മനസ്സിലാവൂ, അവർക്കത് ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാനും സാധിക്കുകയില്ല. നമുക്ക് അച്ഛനോടും അമ്മയോടും മറ്റുള്ളവരോട് സ്നേഹമുണ്ട്, പക്ഷെ സൂക്ഷിച്ചാൽ അറിയാം ആ സ്നേഹം അത്ര വലുതല്ലെന്ന്. വളരെ സൂക്ഷിച്ചാലേ അത് മനസ്സിലാകൂ. ചില സമയങ്ങളിൽ വർദ്ധിച്ച തോതിൽ സ്നേഹം തോന്നുന്നത് അതുകൊണ്ടാണ്. മറ്റുള്ളവരോടുള്ള സ്നേഹത്തിലൂടെ സ്വന്തം സുഖം വർദ്ധിപ്പിക്കാൻ നോക്കുന്ന പ്രവണത സഹജമായി തന്നെ എല്ലാവരിലും ഉണ്ട്. അതിന് ഏത് രീതി വേണമെങ്കിലും അവലംബിക്കുകയും ചെയ്യും. സ്നേഹം അവിടെ മുറിഞ്ഞു പോകാതിരിക്കാൻ ആദ്യം പഠിപ്പിക്കാൻ കഴിയുന്നത് മാതാപിതാക്കൾക്കാണ്. എന്താണ് ഈ മുറിയുന്ന സ്നേഹം? നമ്മുടെ ഇഷ്ടം, ഞാൻ അതാണ് നേരത്തെ ഉദാഹരണമായിട്ട് പറഞ്ഞത്. നമ്മുടെ ഇഷ്ടം നടന്നു കിട്ടിയാൽ, അച്ഛൻ പറയുന്നത് അനുസരിച്ചാൽ സന്തോഷം, അനുസരിച്ചില്ലെങ്കിൽ ഉടനെ വഴക്ക് പറയും. അപ്പൊ അനുസരിക്കാത്തപ്പോ എങ്ങനെ പറയണം? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെറ്റ് കുട്ടി കാണിച്ചാൽ എങ്ങനെ പറയണം? സ്നേഹം അവളോട് മുറിഞ്ഞു പോകാതിരിക്കാൻ ആദ്യം പഠിപ്പിക്കാൻ കഴിയുന്നത് മാതാപിതാക്കൾക്കാണ്. അപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് തെറ്റ് വരുമ്പോൾ എങ്ങനെ പറയണം? അപ്പൊ അവിടെ വ്യക്തി വേറെ, പ്രവൃത്തി വേറെ, രണ്ടായിട്ട് കാണാനുള്ള ശേഷി നമുക്കുണ്ടാവണം. ഇതാണ് ഗാന്ധിജിയും ക്രിസ്തുവൊക്കെ പറഞ്ഞു, ഹേറ്റ് ദ സിൻ നോട്ട് ദ സിന്നർ. ഹേറ്റ് ദ സിൻ. തെറ്റിനെ നിങ്ങൾക്ക് വിരോധിക്കാം, പക്ഷെ വ്യക്തിയല്ല. കാര്യം ഒരു വ്യക്തി ഒരു മൊമെന്റിൽ പെരുമാറുന്നത് അയാളുടെ സ്വഭാവമായതുകൊണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ആ സന്ദർഭത്തിൽ, ആ സാഹചര്യത്തിൽ അങ്ങനെ പെരുമാറി എന്നത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് നമ്മളൊരു വ്യക്തിയിലെ ഒരു സ്വഭാവത്തെയും ആരോപിക്കേണ്ട കാര്യമില്ല. ശിശുഭൂതി തന്നെ ഞാൻ പഠിപ്പിച്ചു തുടങ്ങുന്ന, ആശ്രമത്തിൽ നിന്ന് കർമ്മം ചെയ്തു തുടങ്ങുന്ന സമയത്ത് എനിക്ക് പറഞ്ഞു തന്നൊരു കാര്യമാണ്, എന്നും എല്ലാവരെയും ഒരേ കണ്ണിൽ കാണരുത്. അധ്യാപകർക്കുള്ള ഏറ്റവും വലിയൊരു കുഴപ്പമാണ് ഒരു കുട്ടിയെ കുറിച്ചൊരു ഇംപ്രഷൻ ഉണ്ടായാൽ എന്നും അത് സൂക്ഷിക്കുകയും ചെയ്യും. അത് അടുത്തവരോട്, മറ്റുള്ളവരോട് അവൻ അങ്ങനെയാണ്, അവൾ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കൊടുത്ത് മറ്റുള്ളവരെ കൂടെ അങ്ങനെ കണ്ടീഷൻ ചെയ്യുകയും ചെയ്യുന്നൊരു കുഴപ്പം അധ്യാപകരുടെ ഇടയിലുള്ളതാണ്. ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും തുടങ്ങിയ കാലത്തെ എന്നോട് പറഞ്ഞു തന്നതാണ്, ഒരു വ്യക്തിയെ എന്നും ഒരേ കണ്ണിൽ കാണരുത്. നമ്മൾ തന്നെ ആലോചിച്ച് നോക്കൂ, ഒരു മാസം മുമ്പുള്ള ആളാണോ നമ്മളിപ്പോ? ഒരു വർഷം മുമ്പുള്ള ആളാണോ നമ്മളിപ്പോ? ഈ ഒരു കാലം കൊണ്ട് നമുക്ക് എന്തെല്ലാം മാറ്റങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടായി. ഇപ്പൊ പഴയ കണ്ണിൽ തന്നെ ഒരു വ്യക്തിയെ കണ്ടുകൊണ്ടിരുന്നാൽ എന്തായിരിക്കും? അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ചാണെങ്കിലും ഇങ്ങനെ ആയിരിക്കണം. അവരുടെ പ്രവൃത്തി വേറെ, അവര് വേറെ. ആ സ്നേഹം മുറിയരുത്. അപ്പൊ നമ്മൾ എങ്ങനെ അവരോട് സംസാരിക്കും? മോൻ നല്ല കുട്ടിയാ, പക്ഷെ മോനിപ്പോ ഈ ചെയ്തത് ശരിയായില്ല, അല്ലെങ്കിൽ ആ ചെയ്തതിനകത്ത് ചില അപാകതകളുണ്ട് എന്ന് പറയുന്ന ഒരു ശീലം നമ്മൾ ഉണ്ടാവണം. അല്ലാതെ എന്തെങ്കിലും ഒരു പ്രശ്നം കാണുന്ന സമയത്ത് എടുത്തടിക്കുന്ന പോലെ പെരുമാറിക്കഴിഞ്ഞാൽ അവരെ അതേ ശീലിക്കുകയുള്ളൂ. അപ്പോൾ ഒരു നിയന്ത്രണത്തോടെ, ആത്മനിയന്ത്രണത്തോടെ, വൈകാരികമായ നിയന്ത്രണത്തോടെ എങ്ങനെ ജീവിതത്തിൽ പെരുമാറണമെന്ന് അവർ എവിടെ നിന്ന് കാണാനുള്ള വഴി ഉണ്ടാകത്തില്ല. നമ്മുടെ അച്ഛനും അമ്മയും തന്നെ ഇക്കാര്യങ്ങൾ ചെയ്ത് കാണിച്ചു കൊടുക്കണം. നമ്മളും അങ്ങനെ ശീലിച്ചിട്ടില്ല, പക്ഷേ നമ്മുടെ ഉത്തരവാദിത്വമാണ് അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുക എന്നുള്ളത്. അല്ലാതെ മാജിക്ക് നമ്മൾ പ്രതീക്ഷിക്കരുത്. അതുകൊണ്ട് ഈ സ്നേഹം മുറിഞ്ഞു പോകാത്ത തരത്തിൽ എങ്ങനെ പെരുമാറണം എന്നതിന്റെ ഉദാഹരണം നമ്മുടെ വീട്ടിൽ തന്നെ ക്രിയേറ്റ് ചെയ്യണം, മനഃപൂർവ്വമായിട്ട്. ഇങ്ങനെ രോഗം വരുമ്പോൾ ഇവർ പറഞ്ഞത് ഇത് വളരെ മനസ്സിൽ സൂക്ഷിക്കുക. നമുക്ക് ദേഷ്യം വരുമ്പോൾ അല്ലെങ്കിൽ ദുഃഖങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെയൊക്കെ സ്വഭാവം മാറും. ഇവർ പറഞ്ഞത്, കുഞ്ഞിന് രോഗം വരുമ്പോൾ തള്ളമാർ കരയാറുണ്ട്, അല്ലാതെ കുഞ്ഞിനെ എടുത്ത് ദൂരെ എറിയുകയല്ല ചെയ്യുന്നത്. മാതാവിനോ ഭാര്യയ്ക്കോ ഭർത്താവിനോ അനവധി ദുഃഖിച്ച് ശുശ്രൂഷിക്കേണ്ടുന്ന ഘട്ടം വരാറുണ്ട്. അതുകൊണ്ട് ആ ബന്ധം അതോടുകൂടി നിർത്തിവെക്കില്ല ആരും. ശരീരത്തിൽ ഒരു പരു വന്നു എന്ന് വെച്ച് ആ ഭാഗം വേണ്ടെന്ന് വെക്കാറില്ല. ഇതെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് ദുഃഖപ്പെട്ട് സ്നേഹത്തെ വീണ്ടെടുക്കണമെന്നാണ്. അങ്ങനെയുള്ള സ്നേഹം ഈശ്വരമയമായി മാറുകയുള്ളൂ. അപ്പോൾ അത്തരത്തിൽ സ്നേഹത്തെ വീട്ടിനകത്ത് സൂക്ഷിക്കാൻ കഴിയണം. അപ്പോൾ നമ്മൾ പല ദുഃഖങ്ങളിലൂടെ കടന്നുപോയെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ സ്വയം സഹിച്ചുകൊണ്ട് ആ സ്നേഹത്തിന് വില നൽകി മുന്നോട്ട് കൊണ്ടുപോകണം. ഇങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ശീലം, ഈ പറഞ്ഞ 15 വർഷത്തിനകം നമ്മൾ ആ 10-15 കൊല്ലത്തിനകം ഇങ്ങനെയുള്ള രംഗങ്ങൾ ഓർത്തു വെക്കാൻ, ഓർമ്മകളായിരിക്കുവാൻ ആ കുഞ്ഞിന് സാധിക്കുന്നു എങ്കിൽ
ആ മുറിയാത്ത സ്നേഹം നമ്മൾ പ്രായമെത്തിക്കഴിഞ്ഞാലും നമുക്ക് തിരികെ കിട്ടും. അവരുടെ കുടുംബ ജീവിതത്തിലും അവരത് സൂക്ഷിക്കാൻ കഴിയും. ഇല്ല എങ്കിൽ നിസ്സാരമായ പ്രശ്നങ്ങൾ വരുമ്പോൾ, ചെറിയ ദുഃഖങ്ങൾ വരുമ്പോൾ വളരെയധികം പ്രതികരിക്കുന്ന വ്യക്തികളായിട്ട് മാറിക്കഴിയും. നമ്മുടെ അച്ഛനോടും അമ്മയോടും അയൽപ്പക്കക്കാരോടും സമസൃഷ്ടങ്ങളോടും ഒക്കെ കാണിക്കുന്ന സ്നേഹവും ആദരവും ദൈവത്തോട് കാണിക്കുന്ന സ്നേഹവും ആദരവുമായി കരുതുക. അല്ലാതെ മനുഷ്യരോട് കാണിക്കുന്നതാണെന്നല്ല കരുതേണ്ടത്. ദൈവം നമുക്ക് തന്ന സ്നേഹം നമ്മൾ മനുഷ്യർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അവർ ആ സ്നേഹം തന്നെ തിരിച്ചു വരും. അങ്ങനെ ഉയർന്ന ഒരു തലത്തിൽ സ്നേഹത്തെ കാണണം, അല്ലാതെ വൈകാരികമായ സ്നേഹം അല്ല വേണ്ടുന്നത്. ഇവർ പറഞ്ഞത് നിങ്ങൾക്കൊരു സ്നേഹ ബുദ്ധി ഉണ്ടാവണം എന്ന് പറഞ്ഞു. വിവേകത്തോടു കൂടിയുള്ള സ്നേഹം, അതിനുമപ്പുറം ഈശ്വരമയമായ സ്നേഹം. ഇങ്ങനെ മുറിയാത്ത സ്നേഹമാണ് ഈശ്വരമയമായ സ്നേഹം. ഇന്ന് നിങ്ങൾ കൊള്ളുകയില്ല എന്ന് പറയുന്ന കുട്ടികളെ സ്നേഹിച്ചു നിർത്തിയിട്ട് നീ ഇതൊക്കെ ചെയ്ത് തെറ്റല്ലേ എന്ന് ചോദിച്ചാൽ 100ൽ 98 സമ്മതിക്കും. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു തെറ്റ് വരുമ്പോൾ ശാസിക്കുന്നതിന് പകരം സ്നേഹത്തോടെ അക്കാര്യത്തെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള വഴിയുണ്ട് എങ്കിൽ അവരത് മനസ്സിലാക്കുകയും തിരുത്തുകയും ചെയ്യും. ഇതെല്ലാം കുട്ടിക്കാലം മുതലേ ശീലിപ്പിച്ചുകൊണ്ട് വന്നെങ്കിലേ അതൊക്കെ നടക്കും. ഒരു സുപ്രഭാതത്തിൽ അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ മാജിക് അല്ല എന്ന് ഓർമ്മിപ്പിക്കേണ്ടി വരും. മനസ്സിന്റെ ഉത്തമ സത്യം എന്ന് പറയുന്ന സ്നേഹമാണ്. ഇങ്ങനെ സ്നേഹത്തെക്കുറിച്ച് വളരെയധികം ഗുരു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ആ സ്നേഹം എന്നുള്ളൊരു ഭാഗം വിട്ടിട്ട് അടുത്ത ഭാഗത്ത് നല്ല വാക്ക് പറഞ്ഞ് പരസ്പരം സ്നേഹിക്കാൻ കഴിയാത്തവരാണ് എന്ന് ഗുരു നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്നേഹിക്കുന്ന സമയത്ത് നമ്മൾ മോശപ്പെട്ട വാക്കുകളോ അല്ലെങ്കിൽ കട്ടിയുള്ള വാക്കുകളോ ഉപയോഗിക്കുന്നതിന് പകരം നല്ല വാക്കുകൾ പറഞ്ഞ് സ്നേഹിക്കാൻ നമ്മൾ ശീലിക്കണം, നമ്മൾ പരിചയിക്കണം. നിങ്ങൾ പരസ്പരമുള്ള വാക്ക് ക്ഷമിക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. അപ്പൊ സ്നേഹം ഉണ്ടാവണം. അതിനോടൊപ്പം ചേർന്നിരിക്കുന്ന കാര്യമാണ് ആദരവ്. ആദരവ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ്? ആയതുകൊണ്ട് ബഹുമാനിക്കണം, അമ്മ ആയതുകൊണ്ട് ബഹുമാനിക്കണം എന്നതാണ് ഇപ്പോഴത്തേക്ക് നോം, അല്ലെങ്കിൽ ഇപ്പോഴത്തേക്ക് അവസ്ഥ നമ്മുടെ വീടുകളിൽ. പകരം ആ ആദരവ് എന്ന് പറയുമ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞാലേ, ഇപ്പൊ APJ അബ്ദുൽ കലാം എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ സ്വയം വിനയപ്പെടുന്ന ഒരു ഭാഗം ഉണ്ടാകും. ആ മനുഷ്യന്റെ വ്യക്തിത്വത്തിന്റെ പ്രഭാവമാണ്. അല്ലാതെ അദ്ദേഹം ഇന്ത്യൻ പ്രസിഡന്റ് ആയതുകൊണ്ടോ ശാസ്ത്രജ്ഞനായതുകൊണ്ടോ മിസൈൽ മാൻ ആയതുകൊണ്ടോ അല്ല. അപ്പോൾ നമ്മളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മക്കളുടെ ഉള്ളിൽ ഒരു വലിയ, നമ്മളിങ്ങനെ മഹാമേരു പോലെ നിൽക്കുന്ന, എല്ലാത്തിനും A+ ഉള്ള ഒരാളായിട്ട് അച്ഛന് നിൽക്കാൻ പറ്റണം, എല്ലാത്തിനും A+ ഉള്ള ഒരാളായിട്ട് അമ്മയ്ക്ക് നിൽക്കാൻ പറ്റണം. എങ്കിലേ ആ ആദരവ് ഉണ്ടാവും. അപ്പൊ ആദരവ് ഉണ്ടാവുക എന്ന് പറയുന്നത്, ആദരിക്കുക അല്ലെങ്കിൽ ബഹുമാനിക്കുക എന്ന് പറയുന്നത് കുട്ടികളുടെ ഉത്തരവാദിത്വമല്ല, അച്ഛന്റെ അമ്മയുടെ ഉത്തരവാദിത്വമാണ്. എങ്കിലേ അതൊരു ബാധ്യതയല്ലാതെ അവരുടെ ഉള്ളിലൊരു വലിയ ഒരു സത്യമായിട്ട് നമുക്ക് നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് സ്നേഹത്തിനോടൊപ്പം ആദരവും വളർത്തിയെടുക്കണം. അപ്പൊ ഈ സ്നേഹവും ആദരവിനോടൊപ്പം മൂന്നാമത് ഗുരു പറയുന്നത് പരസ്പരം ഉൾക്കൊള്ളുന്ന പ്രവൃത്തിയാണ്. ആ ഉൾക്കൊള്ളാനുള്ള പ്രവൃത്തി എന്ന് പറയുന്നതിൽ ആദ്യത്തെ കാര്യമാണ് ക്ഷമ എന്ന് പറയുന്നത്, നല്ല വാക്കുകൾ ഉപയോഗിക്കുക എന്ന് പറയുന്നത്. നിങ്ങൾ എന്തിനു വഴക്ക് കൂടുന്നു എന്ന് നോക്കുമ്പോഴാണ് അറിയുന്നത് അതിനുള്ള ഒരു കാര്യവും ഉണ്ടായിട്ടില്ല എന്ന്. ക്ഷമിക്കാനുള്ള ധർമ്മം പോലും നിങ്ങൾ ശീലിക്കുന്നില്ല. ക്ഷമ നിങ്ങളെ എവിടം വരെ എത്തിക്കുമെന്ന് ക്ഷമിച്ചു നോക്കിയാലേ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആ കാര്യം മനസ്സിൽ സൂക്ഷിക്കണം. മനസ്സിലാവാൻ കഴിയാത്ത ഒരു സംഗതി ചോദിച്ച് മനസ്സിലാക്കാനുള്ള വിവരവും വിനയവുമാണ് ആവശ്യം. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഉള്ളു തുറന്ന് കാര്യങ്ങൾ സംസാരിക്കണം. കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനുള്ള ഒരു നല്ല മനോഭാവമെങ്കിലും വേണം. യുക്തമായ എല്ലാ വിട്ടുവീഴ്ചകളും സ്നേഹപകർച്ചകളും ത്യാഗസമ്പന്നതയും ഓരോ വ്യക്തിക്കും ഉണ്ടായിരിക്കണം എന്നത് നിർബന്ധമാണ്. ഇങ്ങനെയൊക്കെ മാത്രമേ നമുക്ക് ഈ പരസ്പരം ഉൾക്കൊള്ളുന്ന പ്രവൃത്തി, ആരും തെറ്റില്ലാത്തവരല്ല. നമുക്ക് ഒരു ഭാഗത്ത് ശരിയുണ്ട് എങ്കിൽ മറ്റു പല ഭാഗങ്ങളിലും നമുക്ക് തെറ്റുകളുണ്ട്. തെറ്റുകൾ മനുഷ്യ സഹജമാണ്. ടു എറർ ഈസ് ഹ്യൂമൻ. അപ്പോൾ ആ ഒരു തെറ്റിനെ മുൻനിർത്തിക്കൊണ്ട് മറ്റൊരാളോട് പിണങ്ങുന്നതിലോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇടപെടുന്നതിലോ ഒന്നും അർത്ഥമില്ല. ഇപ്പം നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടായിരിക്കാം, വേറൊരു അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് ശരി കുറവുണ്ടാവാം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ പൂർണ്ണമായി ആരും ശരിയല്ല, പൂർണ്ണമായി ആരും തെറ്റുമല്ല. അതുകൊണ്ട് യുക്തമായ വിട്ടുവീഴ്ചകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് മുന്നോട്ട് കുടുംബത്തിൽ കൊണ്ട് കുഞ്ഞുങ്ങൾ ഇതൊക്കെയാണ് കാണേണ്ടുന്നത്. ഇങ്ങനെയൊക്കെയാണോ നമ്മുടെ കുടുംബത്തിൽ കാണുന്നത് എന്നുള്ളൊരു ഒരു ചിന്ത ഉണ്ടാവുക. അതേപോലെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ കാര്യമാണ്, അഷ്ടസിദ്ധികൾ സമ്പാദിച്ചാലും സത്യസന്ധത ഇല്ലെങ്കിൽ കുടുംബം താറുമാറാകും. മാനാപമാനങ്ങൾ വകവയ്ക്കാതെ സത്യകാമനം നിലനിർത്താം. ഏറ്റവും പ്രധാനപ്പെട്ട ഈ ആദരവ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാകണമെങ്കിൽ സത്യസന്ധമായിട്ട് ജീവിക്കാൻ കഴിയണം. സത്യത്തെ നമ്മുടെ കൊച്ചുമക്കൾക്ക് അല്ലെങ്കിൽ വരും തലമുറയ്ക്ക് കാഴ്ചവെച്ചുകൊണ്ട് രസാശ്രമിയാണ് ധർമ്മം പൂർത്തിയാക്കുക.
അപ്പൊ ഈ സത്യം സൂക്ഷിച്ചെങ്കിൽ മാത്രമേ ആ ധർമ്മം കൃത്യമായിട്ട് പൂർത്തിയാവുകയുള്ളൂ. അച്ഛനെ വിളിക്കുന്ന അമ്മ കുട്ടിയെ വളർത്തിയാൽ കുട്ടി നന്നാവുകയില്ല. ഈ ലോകത്തിൽ ജീവിക്കുന്ന നമുക്ക് ഒരുമിച്ച് നിൽക്കുന്നതിന് ഒരു ഒന്ന് ആവശ്യമാണത്. ആ ഒന്നിൽ ഒതുങ്ങി നിന്നുകൊണ്ട് എല്ലാത്തിലും വ്യാപിക്കുന്ന ആ ഒന്നാണ് സത്യം. അപ്പോൾ വളരെ ആഴത്തിലുള്ള ഒരു കാര്യമാണ് ഈ സത്യം എന്ന് പറയുന്നത്. അവനവനോടുള്ള സത്യസന്ധത സൂക്ഷിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരോടും സത്യസന്ധത സൂക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അവനവനോട് സൂക്ഷിക്കുന്ന സത്യസന്ധത പറഞ്ഞ പേരാണ് ഇന്റഗ്രിറ്റി. വാക്ക്, ചിന്ത, പ്രവൃത്തി, ഇത് മൂന്നും ഒന്നായിരിക്കുക. ഇതാണ് ഒരു വ്യക്തി അവനവനോട് കാണിക്കുന്ന സത്യസന്ധത. ഇത് സൂക്ഷിക്കാൻ കഴിയാത്ത ഒരാൾക്കും പുറത്ത് മറ്റൊരാളോട് സത്യസന്ധത കാണിക്കാൻ സാധിക്കുകയില്ല. കുട്ടികൾ ഇതെല്ലാം നമ്മളിൽ നിന്ന് പഠിക്കുന്നുണ്ട്. ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഇപ്പോ അച്ഛൻ രാവിലെ 7 മണിക്ക് ഒരു ആശ്രമത്തിൽ വരാമെന്ന് പറഞ്ഞിരിക്കുന്നു. 7 മണിയായപ്പോഴും അദ്ദേഹം വീട്ടിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഫോൺ വരുമ്പോൾ സ്വാമി അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ചോദിക്കുന്നു, എത്തിയില്ലല്ലോ, കണ്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ നോർമലി അച്ഛനോ അമ്മയൊക്കെ പറയുന്ന മറുപടി ഞാൻ ഓൺ ദ വേ ആണ് എന്ന് പറയും. പക്ഷേ വീട്ടിൽ നിന്നുകൊണ്ടാണ് ഓൺ ദ വേ ആണെന്ന് പറയുന്നത്. ആര് കേട്ടോണ്ടിരിക്കുന്നു? 1 വയസ്സോ അല്ലെങ്കിൽ 2 വയസ്സുള്ള ഒരു കുഞ്ഞ് കേട്ടോണ്ടിരിക്കുന്നു. അപ്പൊ അതിൽ നിന്ന് ആ കുട്ടി എന്ത് പഠിക്കും? സന്ദർഭം വരുന്ന സമയത്ത് നമുക്ക് വേണ്ടുന്ന തരത്തിൽ മറുപടി പറയാം. ശരിയായി കൊള്ളണമെന്ന് നിർബന്ധമില്ല എന്ന് കുട്ടി പഠിക്കും. നമ്മൾ പറയുന്നതിനേക്കാളേറെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അവരുടെ വിദ്യാഭ്യാസമായിട്ട് മാറും. ഇതിന് നോൺ കോൺഷ്യസ് എഡ്യൂക്കേഷൻ എന്ന് പറയും. മറ്റേത് നമ്മൾ ബോധപൂർവം ചെയ്യുന്ന വിദ്യാഭ്യാസം, ഇത് അറിയാതെ നമ്മളിൽ നിന്ന് കുഞ്ഞ് പഠിച്ചെടുക്കുന്ന വിദ്യാഭ്യാസം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്. ബാക്കിയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്തൊരു സംസ്കാരപ്പെടുത്തലിലേക്ക് കുഞ്ഞിനെ കൊണ്ടുപോയാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നല്ലതായിട്ട് നടക്കും. പെട്ടെന്ന് പറഞ്ഞു നിർത്താം. നമുക്ക് താൻ ചെയ്യുന്ന വേല എന്താണ് എന്ന് ചിന്തിക്കാനുള്ള ഒരു പരിചയം ഗൃഹസ്ഥാശ്രമികൾക്കില്ല എന്നതാണ് ഇവിടെ കണ്ടുവരുന്നത്. എന്നുവെച്ചാൽ നമ്മൾ പ്രവർത്തിക്കുന്നതിന്റെ കോൺസിക്വൻസ് എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. ഇങ്ങനെ വളരുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളും ദൈവം തന്ന അവസരത്തെ പാഴാക്കിക്കൊണ്ട് വേറൊരു വഴിയിലേക്ക് തെറ്റിപ്പോകും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ സമ്പത്തിനെ കുറിച്ചുള്ള നമ്മുടെ ധാരണ എന്ന് പറയുന്നത്. പലപ്പോഴും ഒരു വളരെ വിഷമിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ പണം സമ്പാദിക്കാൻ മാത്രമുള്ളതല്ല ഒരു ജീവിതം. നമ്മൾ കുഞ്ഞുങ്ങളെ പലപ്പോഴും വളർത്തിയെടുക്കുന്നത് നല്ല വിദ്യാഭ്യാസം, നല്ല നിലയിൽ അവർ ജീവിക്കണം, നല്ല സമ്പത്തുണ്ടാവണം, ഇതെല്ലാം വേണം. പക്ഷെ ഗുരു പറഞ്ഞത് പണവും ശേഷിയും സമ്പത്തും മാത്രം വന്നുകൊണ്ട് കാര്യമില്ല. അറിവില്ലാത്ത നിങ്ങൾ പണവും ശേഷിയും വരുമ്പോൾ അഹങ്കാരവും ധിക്കാരവും വിനയക്കുറവും വന്നിട്ട് എന്ത് പ്രാന്തത്തിലും കാട്ടിക്കൂട്ടുന്ന കർമ്മത്തിലേക്ക് എടുത്തു ചാടും. സമ്പത്തുണ്ടാക്കാൻ എളുപ്പമാർഗമെന്തെന്ന് അന്വേഷിക്കുക മാത്രമാണ് നാം ചെയ്യുന്നത്. ഇങ്ങനെ സമ്പത്തുണ്ടാക്കാൻ പഠിപ്പിക്കുന്ന മക്കൾ എന്തായിത്തീരും? ഞാൻ എൻ്റെ ഒരു പരിചയം എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ വൃദ്ധസദനങ്ങളുള്ളത് പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം ജില്ലകളിലാണ്. ഇവിടുത്തേക്ക് പ്രത്യേകത കുടിയേറ്റ മേഖലയാണ്. അച്ഛനും അമ്മയും വളരെ സ്നേഹത്തോടെ ഒരുമിച്ച് ജീവിക്കേണ്ടെന്ന സമയത്തിന് പകരം പ്രകൃതിയുമായിട്ട് മല്ലടിച്ച് ജീവിച്ച ഒരു കാലഘട്ടമാണുള്ളത്. അവരൊക്കെ കുട്ടികളെ നല്ല രീതിയിൽ വിദ്യാഭ്യാസം ചെയ്തു. അവരെല്ലാം നല്ലൊരു ശതമാനം ആൾക്കാരും വിദേശത്താണ്. പ്രായമായ അച്ഛനും അമ്മയും വീട്ടിലൊറ്റയ്ക്ക് അല്ലെങ്കിൽ വൃദ്ധസദനങ്ങളിൽ. അപ്പോ എന്ത് വിദ്യാഭ്യാസമാണ് അറിഞ്ഞും അറിയാതെയും ഒക്കെ ആ ഒരു കുട്ടികളിലേക്ക് പകർന്നിരിക്കുന്നത്? അതിന്റെ ബാക്കി പത്രമാണ് ഇന്ന് അവര് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പത്തനംതിട്ടയിലെ ഗാന്ധി ഭവനിലെ ഒരു ചേച്ചിയുമായിട്ടുള്ള ഒരു അഭിമുഖം TV-യിലുണ്ടായിരുന്നു. അപ്പോ ആ ചേച്ചി പറഞ്ഞൊരു കാര്യം, പലപ്പോഴും വൃദ്ധസദനങ്ങളിലെ മക്കള് രക്ഷിതാക്കൾക്ക് വേണ്ടി മക്കള് പൈസയൊക്കെ അയച്ചു കൊടുക്കും, പക്ഷെ അത് തിരിഞ്ഞു പോലും നോക്കത്തില്ല. അപ്പോ ഈ മക്കളോട് ഈ കെയർ ടേക്കർ ആയിട്ടിരിക്കുന്ന ഈ ചേച്ചി ചോദിച്ചപ്പോ ആ മക്കള് പറഞ്ഞ മറുപടി, ഇവരൊക്കെ ഇന്ന് ഇങ്ങനെയൊക്കെയാണെന്നാണ് നിങ്ങൾ കാണുന്നത്, പക്ഷെ ഇവരൊക്കെ ആയ കാലത്ത് എന്താണ് പ്രവർത്തിച്ചതെന്ന് ഞങ്ങൾക്ക് അറിയില്ലല്ലോ എന്ന് ഈ മക്കൾ ചോദിച്ചതായിട്ട് ആ ചേച്ചി പറയുന്നു. ഫ്ലവേഴ്സ് 1 കോടിയുടെ പ്രോഗ്രാമിൽ അവിടുന്ന് വന്നൊരു കെയർ ടേക്കർ ആയിട്ടുള്ള ചേച്ചി സംസാരിച്ചൊരു കാര്യം ഞാനത് കേട്ടപ്പോൾ എന്റെ മനസ്സിൽ ഞാൻ കുറിച്ചു വെച്ചൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്തിനും പ്രാധാന്യം കൊടുക്കും? നമ്മൾ സമ്പത്തിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കും ഒക്കെയാണ് പ്രാധാന്യം കൊടുക്കുന്നത് എങ്കിൽ കുട്ടികൾ അറിഞ്ഞും അറിയാതെ നമ്മളിൽ നിന്ന് കിട്ടുന്ന വിദ്യാഭ്യാസം അതായിരിക്കും. അപ്പൊ അവർ സമ്പത്തുണ്ടാക്കുന്ന ഒരു വഴിയിലേക്ക് മാത്രം മാറിപ്പോകും. പകരം ക്വാളിറ്റേറ്റീവ് ക്യാപിറ്റൽ എന്ന് പറയുന്നതാണ് പണം എന്ന് പറയുന്നത്. ക്വാളിറ്റേറ്റീവ് ക്യാപിറ്റൽ അത് നല്ല ബന്ധങ്ങളും വീട്ടിനകത്ത് സന്തോഷവും അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെന്താണ് ക്വാളിറ്റേറ്റീവ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു ഭാഗം? വളരെയേറെ പറയാനുള്ള ഒരു ഭാഗമാണ്. അത് ഓരോന്നും എങ്ങനെ വളർത്തിയെടുക്കണം എന്നൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടതുണ്ട്. പണത്തിനപ്പുറം പല മൂല്യങ്ങളും നമുക്ക് കുട്ടികളിലേക്ക് പകരേണ്ടുന്ന കാര്യങ്ങളുണ്ട്. ഗുരു പറഞ്ഞ മറ്റൊരു കാര്യം, ചില സമ്പത്ത് ഏറുമ്പോൾ ആ ധർമ്മം കുറയും, ധനം കുറഞ്ഞിരുന്നാൽ ധർമ്മശ്രദ്ധ ഉണ്ടായിരിക്കും എന്നൊരു കാര്യം. പക്ഷെ എന്ന് ഗുരു പറഞ്ഞത് പൈസയൊന്നും വേണ്ട എന്നൊന്നും ഗുരു പറഞ്ഞിട്ടില്ല. പകരം
ഗുരു വളരെ സന്തോഷമായിട്ട് പറഞ്ഞു തന്നത്, നിങ്ങൾ ഒരു തലമുറയ്ക്ക് വേണ്ടുന്നത് നിങ്ങൾ സമ്പാദിച്ചോളൂ, അതിനൊരു തെറ്റുമില്ല, അതിനപ്പുറത്തേക്ക് നിങ്ങളുള്ള ഒരു വ്യഗ്രത നിങ്ങൾ കാണിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ജീവിച്ചിരിക്കുമ്പോൾ ഒരു മനുഷ്യരോട് കൈനീട്ടി വാങ്ങാനും പാടില്ല. ഈ രണ്ട് അങ്ങേയറ്റവും പാടില്ല, ഇങ്ങേയറ്റവും പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് സന്മാർഗത്തിലൂടെ വേല ചെയ്ത് ശരിക്കും കഷ്ടപ്പെട്ട് തന്നെ ധനം സമ്പാദിക്കുകയും ആഹാരം കഴിക്കുകയും വേണം. അപ്പോൾ നമ്മുടെ മക്കളും അതുപോലെ വരുമെന്ന് ഗുരു പറഞ്ഞു തന്നിട്ടുണ്ട്. അതേപോലെ ഗുരു പറഞ്ഞൊരു കാര്യമാണ്, ഇത് കൃത്യമായിട്ട് നമ്മളെ കുറിച്ചുള്ള ഗുരുവിന്റെ കാഴ്ചപ്പാട് എന്താണെന്ന് ഗുരു പറഞ്ഞു തന്നിട്ടുണ്ട്. ഗുരു ശിഷ്യനിൽ നടന്ന നന്മ വളർന്ന് ആ നന്മയുടെ വരെ നിർണ്ണയിക്കുന്നത് ശിഷ്യനിൽ നിന്നുണ്ടാകുന്ന അനുഭവത്തിലൂടെയാണ്. ശിഷ്യനിൽ ഓരോന്നും വളർന്ന് വസ്തുവകകളായും വിദ്യയായും പ്രഭുത്വമായും പ്രബുദ്ധതയായും തീരുന്ന അനുഭവം. അങ്ങനെ അവനെ വളർത്തിയെടുക്കുന്ന ധന്യത ഏത് കാലത്തേക്കുമുള്ള ധർമ്മത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ്. ഇതൊന്നും ഗുരുവിന്റെ പ്രതീക്ഷയ്ക്കൊത്ത് ശരിയാകാതെ വരുമ്പോഴുള്ള വേദന ചിന്തിക്കാൻ പോലും കഴിയാത്തതാണെന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സമ്പത്തും ഐശ്വര്യമൊന്നും വേണ്ട എന്നല്ല ഗുരു പറഞ്ഞത്, അതൊക്കെ വേണം. പക്ഷെ അതിനു വേണ്ടി അത് മാത്രമായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു ഭാഗം ഉണ്ടാകരുത്. അതിനോടൊപ്പം ധാർമ്മികമായിട്ട് ജീവിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള മറ്റു പല സമ്പത്തുകളെ കുറിച്ചും ഒക്കെ നമുക്ക് അവർ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ എങ്ങനെ ഭക്തി കൊണ്ടുപോകുന്നു എന്നുള്ളത്. പലപ്പോഴും നമ്മൾ എന്താണ് പറയാ, നമ്മുടെ സമ്പത്ത് ഉണ്ടാകാൻ വേണ്ടി പല കഷ്ടപ്പാടുകളും എടുക്കും, പൈസ ഉണ്ടാക്കാൻ വേണ്ടി പല കഷ്ടപ്പാടുകളും ഒക്കെ എടുക്കും. പക്ഷെ അതിനൊക്കെ അപ്പുറം നമ്മൾ ജീവിതത്തിൽ സൂക്ഷിക്കേണ്ട പല മൂല്യങ്ങളെ കുറിച്ചും ഗുരു പറഞ്ഞു. ത്യാഗം എങ്ങനെയാണ് നമുക്ക് ഇതിന്റെയൊക്കെ വഴി ഉണ്ടാകും, ഭൗതിക നേട്ടം എങ്ങനെ ഉണ്ടാവും? ത്യാഗം സഹിച്ചു വർദ്ധിപ്പിച്ചെടുക്കുന്ന ഭക്തിയുടെ പൈതൃക സ്വഭാവമില്ലെങ്കിൽ ഭൗതിക നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയില്ല. അപ്പൊ പലപ്പോഴും വരുന്നത് നമ്മൾ കഷ്ടപ്പെടുന്നത് കുട്ടികൾ കാണാം, പക്ഷെ ഈ കഷ്ടപ്പാടിനനുസരിച്ച് നമുക്ക് എന്തുണ്ടാവുന്നില്ല, ഭൗതിക നേട്ടങ്ങൾ ഉണ്ടാവുന്നില്ല. അതിന്റെ കാരണം എന്താണ്? ത്യാഗം സഹിച്ചു വർദ്ധിപ്പിച്ചെടുക്കുന്ന ഭക്തിയുടെ പൈതൃക സ്വഭാവം. പൈതൃകമായിട്ട് ഈ കാര്യം ഉണ്ടാവണം, ഭക്തി ഉണ്ടാകണം, ത്യാഗം ഉണ്ടാവണം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ, ത്യാഗം എന്താണ്, ഭക്തി എന്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയെങ്കിലേ ഇത് പൈതൃകമായിട്ട് കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കും. ഇതുണ്ടെങ്കിലേ ഭൗതിക നേട്ടങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മളിവിടെ നിന്ന് എന്താണ് നാടിനെ പോലെ പണിയെടുത്തിട്ട് കാര്യമില്ല. ഗുരു പറഞ്ഞു തന്ന വളരെ രഹസ്യമായിരിക്കുന്ന ജീവിതത്തിന്റെ കാര്യങ്ങളുണ്ട്. അത് മനസ്സിലാക്കി പ്രവർത്തിച്ചെങ്കിലേ നമുക്ക് യഥാർത്ഥത്തിൽ അത് വേണ്ടുന്ന കാര്യങ്ങൾ വരികയുള്ളൂ. എങ്ങനെയായിരിക്കണം ത്യാഗത്തിന്റെ സ്വഭാവം? പശു വാങ്ങാൻ ത്യാഗം സഹിക്കുന്നവരും സൈക്കിൾ വാങ്ങാൻ ത്യാഗം സഹിക്കുന്നവരും ഒക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ വാഴ നട്ട് വെള്ളം കോരുന്ന ഒരു കുട്ടി സഹിക്കുന്ന ത്യാഗമാണല്ലോ. അപ്പോൾ ഭൗതികമായി നമ്മൾ ചെയ്യുന്ന കഷ്ടപ്പാടൊന്നും എന്തല്ല, ത്യാഗമല്ല. താൻ എന്ന തോന്നൽ ഈശ്വരാനുഗ്രഹത്തെ മറച്ചിരിക്കുന്നു. ഈ താൻ എന്ന തോന്നൽ അണുവോളമെങ്കിലും ശേഷിച്ചാൽ അത് ത്യാഗത്തിലെത്തുകയില്ല. ത്യാഗമില്ലാത്ത കർമ്മം ഒരുവന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. അത് അവനോളമേ വലുപ്പവും തൂക്കവും കാണും. പ്രത്യേകിച്ചും ആ കർമ്മഫലം അവൻ തന്നെ അനുഭവിക്കുന്നത് കൊണ്ട് അത് അവനോട് കൂടി മറയുകയും ചെയ്യും. നമ്മൾ ഈ ജീവിതത്തിന് വേണ്ടി ഇപ്പം ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ തനിക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളാണ് നമ്മൾ ഭൂരിഭാഗവും ചെയ്യുന്നത്. അതൊക്കെ നമ്മുടെ ജീവിത അവസാനത്തോടു കൂടി ഇല്ലാതെയാകും. ഒരുവന്റെ കാലശേഷം ഇവിടെ അവശേഷിക്കുന്ന കർമ്മഫലം തലമുറകളായി ശേഷിക്കുമെങ്കിൽ അതിന് കാരണം താനെന്ന ഭാവമില്ലാതെ തനിക്ക് വേണ്ടി എന്ന തോന്നൽ കൂടാതെ ചെയ്യുന്ന കർമ്മങ്ങളാണ്. ഇതാണ് ത്യാഗം. അപ്പൊ ഉപേക്ഷിക്കേണ്ടുന്നത് എന്താണ്? ഞാനെന്നുള്ള ഭാവം മാറ്റിവെക്കാൻ കഴിഞ്ഞിട്ട് ചെയ്യുന്ന കർമ്മങ്ങൾ, തനിക്ക് വേണ്ടി താനെന്ന തോന്നലില്ലാതെ, തനിക്ക് വേണ്ടി എന്ന തോന്നലില്ലാതെ വലിയ ഉയർന്ന ഒരു ചിന്തയിൽ നമ്മുടെ കർമ്മത്തെ കൊണ്ടുപോയെങ്കിൽ മാത്രമേ അത് ത്യാഗത്തിലെത്തുകയുള്ളൂ. അല്ലാതെ ജീവിതത്തിലെടുക്കുന്ന ഭൗതികമായ കഷ്ടപ്പാടുകളൊന്നും എന്തല്ല ത്യാഗപ്പെട്ട ജീവിതങ്ങൾ അല്ല. ഇപ്പോ രണ്ട് വീട്ടിലെ ആൾക്കാർ പട്ടിണിയിരിക്കുന്നു. ആദ്യത്തെ വീട്ടില് പൈസ ഇല്ല, ഭക്ഷണത്തിന് വകയില്ല, പട്ടിണിയിരിക്കുന്നു. രണ്ടാമത്തെ വീട്ടില് അവര് വ്രതം നോറ്റ് പട്ടിണിയിരിക്കുന്നു. ഇത് രണ്ടിനും ഒരേ ഫലമായിരിക്കും? മാറ്റിവെക്കാൻ എന്തെങ്കിലും ഉള്ളപ്പോഴേ അത് ത്യാഗമാകും. അപ്പൊ നമുക്ക് മാറ്റിവെക്കാൻ ചില കാര്യങ്ങൾ ഉണ്ടാവണം. ഒരു വലിയ നന്മയെ കരുതി നമുക്ക് നമ്മുടെ സുഖങ്ങളെയും സന്തോഷങ്ങളെയും ഒക്കെ ഒന്ന് മാറ്റിവെക്കാനുള്ള ഭാഗം ഉണ്ടാവണം. അത് ഞാൻ എന്നുള്ള, എനിക്ക് വേണ്ടി എന്നുള്ള ചിന്തയ്ക്ക് അപ്പുറം വളർത്താൻ കഴിയണം. ഇങ്ങനെ ഒരു മനോഭാവം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കേണ്ടുന്ന വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാണ്. ഗുരു പറഞ്ഞത്, തന്റെ ബുദ്ധി വ്യാപാരം എന്ന ഇടത്തെ അഹങ്കാര രൂപമായ താൻ എന്ന തോന്നൽ വിട്ട് സർവശക്ത അവിടുത്തെ ഇഷ്ടം എങ്ങനെയോ അങ്ങനെ എന്ന തോന്നലോടെ ഒരു സദ്ഗുരുവിന്റെ തണലിൽ നിന്ന് വേല ചെയ്യണം. അവിടെ അത് അർപ്പിത കർമ്മമായി. അങ്ങനെയുള്ള കർമ്മവും കർമ്മഫലവും നമ്മുടേതല്ല, അതൊട്ട് ഈശ്വരനും വേണ്ട. അത് ലോക നന്മയ്ക്കായി ഉതകപ്പെടുന്നു, തള്ളിവെക്കപ്പെടുന്നു. ആത്മാവ് കർമ്മബാധ്യതയിൽ നിന്ന് വിമുക്തമാകുന്നത് മേൽപ്പറഞ്ഞ വിധത്തിലാണ്. അതായത് ത്യാഗി വേല ചെയ്യുന്നുവെങ്കിലും അവന് വേണ്ടി അവൻ വേല ചെയ്യുന്നില്ല, വേലയുടെ ഫലത്തെയും അവൻ ആഗ്രഹിക്കുന്നില്ല. അവിടെ അവൻ സർവശക്ത
ഇത് എല്ലാം നിന്റേത്, ഞാനും എൻ്റെ ഈ ശരീരവും സർവ്വതും നിന്റെ ഉപകരണം മാത്രം എന്ന രൂഢമൂലമായ മനോഗതിയിലൂടെയാണ് വേല ചെയ്യുന്നത്. ഇന്ന് നാം കേൾക്കുന്ന ശ്രീകൃഷ്ണൻ, ശ്രീബുദ്ധനും നബിതിരുമേനിയും എല്ലാം ഇങ്ങനെ വേല ചെയ്തതാണ്. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഭാഗം, അപ്പോൾ ഈ താണെന്നുള്ള തോന്നൽ ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വളരാനായിട്ട് സാധിക്കുകയുള്ളൂ. ഭൗതിക നേട്ടം ഉണ്ടാകണമെങ്കിൽ ഇങ്ങനെ ത്യാഗം സഹിച്ച് ജീവിച്ചു പോയ ഒരു പൈതൃക ഭാവം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. അല്ല തനിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളല്ല, അതിനുവേണ്ടി ചെയ്യുന്ന കഷ്ടപ്പാടുകളെല്ലാം നമ്മളോട് കൂടി തന്നെ ഉയർന്നു പോകും. ഗുരുപൂജയെ കുറിച്ച് ഗുരു പറഞ്ഞെടുത്ത് ബുദ്ധിയും യുക്തിയുമുള്ള കുട്ടികൾ ഉണ്ടാകുമെന്നേ പറഞ്ഞോളൂ, അല്ലാതെ ഭാഗ്യമുള്ള കുട്ടികൾ ഉണ്ടാകുമെന്നോ പുണ്യമുള്ള കുട്ടികൾ ഉണ്ടാകുമെന്നോ പറഞ്ഞിട്ടില്ല. ഇതൊക്കെ നമ്മുടെ കർമ്മം ചെയ്ത് അവർക്ക് നേടിക്കൊടുക്കേണ്ടുന്ന ഭാഗമാണ്. അതുകൊണ്ടാണ് ആ പൈതൃക സ്വഭാവമായിട്ട് ഇതുണ്ടെങ്കിലേ ഭൗതിക നേട്ടങ്ങൾ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകൂ എന്ന കാര്യം ഓർക്കണം. അപ്പോൾ വെറുതെ പഠിച്ച് ഉദ്യോഗം ഭരിച്ചെന്ന് വിചാരിച്ച് തൽക്കാലത്തേക്ക് തട്ടിമുട്ടിയും പോകാമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ അതൊന്നും നമ്മുടെ ഭാഗ്യമായിട്ട് പരിണമിക്കത്തില്ല എന്ന് നമ്മൾ ഓർക്കണം. നിങ്ങൾ കാര്യസാധ്യത്തിന് വേണ്ടി ദൈവത്തിന് നേർച്ചയും കാഴ്ചയും കൊടുക്കുന്ന കൂട്ടരാണ്. ദൈവത്തിന് നേർച്ച കൊടുത്ത് വശത്താക്കുന്ന നിങ്ങളുടെ എത്ര കീഴ്പ്പെട്ട ആളുകളാണ്. ദൈവത്തിന് നേർച്ചയും കാഴ്ചയും കൊടുത്ത് നേടിക്കൊള്ളാം എന്ന് കരുതുന്ന ആ ബുദ്ധി, ആ വിശേഷ ഗുണം എന്താണ്? അപ്പൊ ഇത്തരത്തിലല്ല പ്രാർത്ഥനയും കാര്യങ്ങളും നമ്മൾ കൊണ്ടുപോകുന്നത്. നമ്മൾ തൊഴുതു വിനയം കാണിക്കും. ഇത് ഭക്തിയുടെ ചിഹ്നം എന്ന് പറയാം. അത് ഭക്തിയാകില്ല, ഭക്തി ഒരു മൗനശാസ്ത്രമാണ്. അങ്ങനെ ഇരുന്നു കൊണ്ട് ആഴത്തിൽ ചിന്തിച്ച് വിനയപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു ധർമ്മമാണ് ഭക്തി. നമുക്കൊരു ആത്മചിന്തയുണ്ടാണ്. അതാണ് മൗനശാസ്ത്രം എന്ന് പറയുന്നത്. എൻ്റെ ശരിയെവിടെ, എൻ്റെ തെറ്റെവിടെ, എൻ്റെ ധർമ്മം എവിടെ, എൻ്റെ അധർമ്മം എവിടെ, ഞാൻ എൻ്റെ കർമ്മങ്ങളൊക്കെ എങ്ങനെയാണ്, ഇതിനൊക്കെ ഞാൻ എന്ത് പരിഹാരം ചെയ്യും. അങ്ങനെ നമ്മളെ കുറിച്ചൊരു ആത്മചിന്ത ഉണ്ടായിട്ട് നമ്മുടെ കുറവുകൾ, ഗുരു പറഞ്ഞത് ഞങ്ങളുടെ കുറവുകളെയും നന്മകളെയും എല്ലാം പകർന്നു വെച്ചോളൂ. എന്നിട്ട് എന്താണോ ഗുരു ആഗ്രഹിക്കുന്നത് അത്തരത്തിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാനുള്ള ഒരു ശീലം കുഞ്ഞുനാൾ മുതൽ നമ്മൾ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ പകർന്നു കൊടുക്കണം. നമ്മളത് നമ്മുടെ ഫാമിലി ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിൽ അങ്ങനെ ധ്യാനത്തിലിരിക്കാൻ, അങ്ങനെ തന്നെ കുറിച്ച് മനസ്സിലാക്കി, തൻ്റെ കുറവുകളെ മനസ്സിലാക്കി അതിനെ കടന്നു പോകുന്ന സംഘടന കൂടുമ്പോൾ മാത്രമല്ല അത് ചെയ്യേണ്ടുന്നത്. നമ്മൾ നിത്യമുള്ള നമ്മുടെ ജീവിതത്തിന്റെ ഭാഗത്തിൽ ഇങ്ങനെയുള്ള വിദ്യാഭ്യാസങ്ങൾ കൊടുക്കാൻ. വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ പുസ്തകത്തിൽ നിന്ന് പഠിക്കുന്ന, കോളേജിലും സ്കൂളിലും പഠിക്കുന്ന രീതിയിൽ മാത്രമായിട്ട് അതിനെ കാണരുത്. ഭക്തി എങ്ങനെ കൊണ്ടുപോകണമെന്നെല്ലാം ഗുരു പറഞ്ഞിട്ടുണ്ട്. ഞാൻ തൽക്കാലം സമയമില്ല എന്നുള്ളത് വിചാരിച്ചതിനെക്കാട്ടും കൂടുതൽ സമയമായി എന്നുള്ളതുകൊണ്ട് താങ്കളൊക്കെ കടന്നു പോകുന്നു. പ്രാർത്ഥനയുടെ സ്വഭാവമല്ല, കൈയും കെട്ടിയെന്നുള്ള ജപമല്ല. എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും പ്രാർത്ഥിക്കണം. പ്രാർത്ഥന സകല കർമ്മത്തിലും എത്തണം. അപ്പൊ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിലെല്ലാം പ്രാർത്ഥനയുടെ ഭാഗം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് ഒരു നന്മ യഥാർത്ഥത്തിൽ ഉണ്ടാവുകയുള്ളൂ. ഇവിടെ ഏറ്റവും അധികം ഉത്തരവാദിത്വം ഉള്ളത് അച്ഛനേക്കാൾ ഏറെ അമ്മയ്ക്കാണെന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട്. വീട്ടിലെ പ്രധാന ഘടകം പെണ്ണാണ്. പ്രധാനമായ ഘടകമായ പെണ്ണിന്റെ കയ്യിൽ എന്തെങ്കിലും ഒരു മഹത്വം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ 10-16 വയസ്സാകുമ്പോൾ കുട്ടികളെ, ആണായാലും പെണ്ണായാലും, ഒതുക്കി നിർത്താൻ കഴിയുകയില്ല. അവർ അവരുടെ ഇഷ്ടത്തിനങ്ങ് പോകും. സ്വയം അറിവുള്ളവരാകുന്നത് വരെ കുട്ടികളെ ഒതുക്കി നിർത്താൻ സാധിച്ചില്ലെങ്കിൽ ഈ രക്ഷകർത്താക്കളെ കൊണ്ട് എന്ത് പ്രയോജനം എന്നാണ് ഗുരു ചോദിച്ചത്. അപ്പൊ നമുക്കൊരു മഹിമയുണ്ടാവണം. നമ്മൾ ബഹുമാന്യരാകുന്ന തരത്തിൽ നമ്മുടെ സ്വഭാവത്തെ നമുക്ക് മാറ്റിയെടുത്തെങ്കിൽ മാത്രമേ അതൊക്കെ സംഭവിക്കുകയുള്ളൂ. അല്ലാതെ ഗുരുവിൻ്റെ അടുത്ത് വന്നു, ആശ്രമത്തിൽ പോയി പ്രാർത്ഥിച്ചു എന്നതുകൊണ്ട് മാജിക്ക്. ഞാൻ അതുകൊണ്ടാണ് ആ ഗുരുവാണി ആദ്യം എടുത്തു വെച്ചത്. ഇത് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാനും ഇങ്ങനെയൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരുവാനും ഒക്കെയുള്ള അറിവും പ്രാപ്തിയും ഒക്കെ നമ്മുടെ ഉള്ളിൽ നമ്മൾ വളർത്തേണ്ടതുണ്ട്. എന്താണ് അച്ഛന് അമ്മയ്ക്ക് ചെയ്യാൻ കഴിയുന്നത്? ഭക്ഷണം വയ്ക്കുന്നത് അമ്മയാണെങ്കിൽ അങ്ങനെ, അച്ഛനാണെങ്കിൽ അങ്ങനെ. നിങ്ങൾ ആഹാരം വെക്കുമ്പോഴും കൊടുക്കുമ്പോഴും എന്തു ചെയ്യുമ്പോഴും ഈ അഹന്ത നശിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യണം. അപ്പോൾ രക്തവും മാംസവും മജ്ജയും മാറും. അങ്ങനെ എല്ലാം മാറ്റാൻ നിങ്ങൾക്ക് കഴിയും. ഇന്ന് കൂടെ ജീവിക്കുന്നവർ സത്യസന്ധമായി ജീവിക്കുകയാണ്. അവരെ വിട്ടൊരു ജീവിതം എനിക്ക് ജീവിച്ചുകൂടാ എന്ന ചിന്ത വരും എന്നാണ് ഗുരു പറഞ്ഞത്. അപ്പൊ ഈ ഭക്ഷണം സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ ഉണ്ടാക്കി കൊടുത്താൽ ഏത് തരത്തിലും ഒരു വ്യക്തിയെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. നിങ്ങളിപ്പോ സ്ക്രീനിൽ കാണുന്ന ഒരു കാര്യം, ഇത് വാട്ടർ മെമ്മറി എന്ന് മൊബൈൽ എടുത്ത് വെച്ച് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കും കാണാവുന്ന കാര്യമാണ്. ജപ്പാനിലുള്ള ഒരു ശാസ്ത്രജ്ഞനാണ് മസാരു ഇമോട്ടോ. അപ്പൊ അദ്ദേഹം ചെയ്തൊരു പരീക്ഷണമാണ്, അദ്ദേഹം ഒത്തിരി വർഷങ്ങളെടുത്ത് ചെയ്തൊരു പരീക്ഷണമാണ്. അപ്പോൾ നല്ല വാക്കുകൾ, താങ്ക് യു, സത്യം, അങ്ങനെയൊക്കെയുള്ള ചില വാക്കുകൾ മാത്രം വെള്ളം ഒരു ഗ്ലാസ്സിൽ എടുത്ത് വെച്ചിട്ട് പറയും. എന്നിട്ട് മോശപ്പെട്ട വാക്കുകളും പറയും. ഈ നല്ല വാക്കുകൾ പറയുമ്പോൾ അതിനകത്ത് നല്ല ക്രിസ്റ്റൽ രൂപീകരണം ഉണ്ടാകും. അങ്ങനെ അല്ലാതാകുമ്പോൾ ഇങ്ങനെ ക്രിസ്റ്റലീകരണമൊന്നും ഉണ്ടാവാതെ അത് ആകെ ഡിസോർഡർ ആയി കിടക്കുന്ന ഒരു രീതിയായിരിക്കും വെള്ളത്തിന്റെ പദാർത്ഥങ്ങൾക്ക് ഉണ്ടാകുന്നത്, അതിന്റെ ക്രിസ്റ്റലുകൾക്ക് ഉണ്ടാകുന്നത്.
അപ്പൊ അതിൽ നിന്ന് അദ്ദേഹം പറഞ്ഞു തന്നൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ ശരീരത്തിൽ ഈ നമുക്ക് തന്നെ അറിയാം, ആശ്രമത്തില് അവിടുത്തെ കിണറ്റിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ട് വെച്ച് അതിനകത്ത് ആരാധന ചെയ്ത് സമർപ്പിക്കുമ്പോൾ അത് തീർത്ഥമായിട്ട് മാറും. പായസം ഉണ്ടാക്കി അടുക്കളയിൽ നിന്ന് കൊണ്ടുവന്ന് ആരാധിച്ചു കഴിയുമ്പോൾ അത് പ്രസാദമായിട്ട് മാറും. അതെങ്ങനെയാണ്? നമ്മുടെ ഇമോഷൻസ്, നമ്മൾ എന്ത് സങ്കല്പത്തിലാണോ ചെയ്യുന്നത്, അത് ഈ വെള്ളം അതേപോലെ അതിനകത്ത് ആ മെമ്മറി അത് സൂക്ഷിക്കും. വാട്ടർ മെമ്മറി എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോ നമ്മുടെ ഭക്ഷണം എന്ന് പറയുന്നത് അന്നവും ഔഷധവുമായിട്ട് മാറുന്നത് അങ്ങനെയാണ്. വാട്ടർ ഹാസ് മെമ്മറി ഡിപ്പെൻഡിങ് ഓൺ ഹൗ യു ട്രീറ്റ് ഇറ്റ്, വാട്ട് കൈൻഡ് ഓഫ് തോട്ട്സ് ആൻഡ് ഇമോഷൻസ് യു ജനറേറ്റ്, അക്കോർഡിംഗ്ലി ഇറ്റ് ബിക്കംസ് ഇൻ യുവർ ബോഡി. അപ്പൊ നമ്മൾ എന്ത് സങ്കല്പത്തിലാണോ അത് ചെയ്യുന്നത്, അത് നമ്മുടെ ഉള്ളിലെത്തിയാൽ ആ പെരുമാറ്റമായിരിക്കും ആ വെള്ളത്തിനുണ്ടാവുക. അതുപോലെ തന്നെ നമ്മളിൽ മാത്രമല്ല, ഇറ്റ് ഈസ് ക്യാരിഡ് ടു ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ്. മറ്റുള്ളവരിലേക്കും, ആ ഭക്ഷണം കഴിക്കുന്ന മറ്റുള്ളവരിലേക്കും എല്ലാം അത് അതേപോലെ പകർന്നെത്തും. അപ്പൊ ഗുരു പറഞ്ഞു തന്ന ഈ ഒരു കാര്യം വെറുതെ ഒരു ഇതായിട്ട് കാണരുത്. നമ്മുടെ മനസ്സിലെ മറ്റു ചിന്തകൾ വെച്ചുകൊണ്ടായിരിക്കരുത് ഭക്ഷണം ഉണ്ടാക്കുന്നത്. ആ ഭക്ഷണം സ്നേഹപൂർവ്വം ഉണ്ടാക്കുന്നതിൽ നിന്ന് നമ്മുടെ മക്കൾക്ക് വേണ്ടുന്ന, നമ്മുടെ ഭർത്താവിന് വേണ്ടുന്ന, വഴക്കൊന്നും അടിക്കേണ്ട ഒരു കാര്യമില്ല. അതേപോലെ സ്നേഹമായിട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ, പ്രാർത്ഥനയോടെ ഭക്ഷണം ഉണ്ടാക്കി സ്ഥിരമായിട്ട് കുറച്ച് നാളത് ചെയ്യണമെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. പതുക്കെ അവരുടെ ശരീരത്തിനും അവരുടെ മജ്ജയ്ക്കും രക്തത്തിനും എല്ലാം മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ ആരെ കൊണ്ട് സാധിക്കും. അപ്പൊ അമ്മയുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. ഗുരുവെ സ്വീകരിക്കാനുള്ള അറിവ് പ്രാരംഭത്തിൽ അമ്മയിൽ നിന്നാണ് കിട്ടേണ്ടത്. ഏത് ജന്മാന്തര ദോഷമുള്ളവനായാലും അമ്മയുടെ നന്മ കൊണ്ട് പകുതിയും തീരും. അമ്മ കുട്ടിയുടെ എല്ലാ ശീലങ്ങളും മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെയുള്ള ഒരു അമ്മ തന്നെ കുട്ടിയെ വളർത്തണം. സ്നേഹം കൊണ്ടൊരു നോട്ടവും ഗൗരവവും രണ്ടും അമ്മയിൽ നിറഞ്ഞിരിക്കണം. സ്നേഹം കൊണ്ട് അമ്മയെ ഉപേക്ഷിക്കാൻ കുട്ടിക്ക് കഴിയില്ല. ഗൗരവം കണ്ട് കുട്ടിക്ക് ഭയവും ഭക്തിയും ഉണ്ടാകണം. അങ്ങനെയുള്ള അമ്മയെ വളർത്തിയെടുക്കുകയാണ് ഏറ്റവും പ്രധാനം. ഏറ്റവും പ്രയാസമുള്ള കർമ്മവും അത് തന്നെ. അച്ഛനെ വിളിക്കുന്ന അമ്മ കുട്ടിയെ വളർത്തിയാൽ കുട്ടി നന്നാവുകയില്ല. ഇത് കൃത്യമായിട്ട് ഈ ഗുരുവാണി ആത്മീയതയിലെ നാം അറിയാത്ത രഹസ്യം എന്ന ബുക്കിന്റെ പുറംചട്ടയിൽ പോലും പ്രിന്റ് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ വളരെയധികം അമ്മമാര് പ്രത്യേകിച്ചും മനസ്സിൽ സൂക്ഷിക്കേണ്ടുന്നത് ഈ രണ്ട് കാര്യം, സ്നേഹവും ഗൗരവവും. ഇത് രണ്ടും ഒരുപോലെ കൊണ്ടുപോകാനുള്ള ഒരു ഉത്തരവാദിത്വമായിരിക്കണം നമ്മൾ വീട്ടിനകത്ത് എടുക്കേണ്ടുന്നത്. കുട്ടികളുടെ എല്ലാ സ്വഭാവവും മനസ്സിലാക്കിയും വേണം അതനുസരിച്ച് നമ്മുടെ പ്രതികരണങ്ങളും ഉണ്ടാവണം. എൻ്റെ മക്കൾക്ക് എല്ലാം ഇന്നതൊക്കെ വരണം എന്ന് ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് ചിന്തിക്കാത്ത ഒരമ്മ ഈ ലോകത്ത് കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഓരോ കർമ്മവും ചെയ്യുമ്പോൾ അത് ലോകത്തിനും നിങ്ങളുടെ സന്താനത്തിനും നന്മ വരണമെന്ന ചിന്തയിലായിരിക്കണം. നമുക്ക് മാത്രമല്ല, നമ്മുടെ ലോകത്തിനും കൂടി ഗുണമാകും. ഇതിനെ ലോക സംഗ്രഹം എന്ന് പറയും. ഭഗവത്ഗീതയിൽ മനോഹരമായി പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യം. അപ്പോൾ അങ്ങനെ തനിക്ക് വേണ്ടി മാത്രമല്ല, രണ്ട് തിരിയിട്ട് കത്തിക്കുന്നത് എന്തിനാണ്? രണ്ട് ചന്ദനത്തിരി കത്തിക്കുന്നത് ഒന്ന് തനിക്ക് വേണ്ടി, ഒന്ന് ലോകത്തിന് വേണ്ടി. ഈ രണ്ട് തരത്തിൽ നമ്മുടെ ചിന്തകളെ കൊണ്ടുപോയെങ്കിൽ, പ്രാർത്ഥനകളെ മനസ്സിനെയൊക്കെ സൂക്ഷിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മളിലേക്ക് വരികയുള്ളൂ. നമ്മൾ കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കുന്നതും പഠിപ്പിക്കുന്നതും എല്ലാം അവർക്ക് വേണ്ടുന്നതെല്ലാം ഭൗതികമായ നേട്ടങ്ങളും അതോടൊപ്പം ആത്മീയമായ കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാനാണ്. ഈ ആത്മീയമായ അടിത്തറ ഇല്ലെങ്കിൽ ഭൗതികമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വരില്ല. അപ്പൊ ആ ഭക്തിയും ആ ത്യാഗവും ഒക്കെ മനസ്സിലാക്കിച്ച് അവരെ അതിനെല്ലാം പറഞ്ഞു കൊടുത്ത് അങ്ങനെയുള്ള ഉദാഹരണങ്ങളായിട്ട് നിൽക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതേപോലെ ആകാശം പോലെ തെളിഞ്ഞ മനസ്സിൽ നിന്നാണ് അച്ഛൻ്റെ വാക്ക് വരുന്നത്. അമ്മ മല പോലെ കട്ടിയുള്ള വാക്ക് പറയും. ഒരു കടിയിൽ അത് തീരില്ല. അവന്റെ ജീവിതം മൊത്തം കാരണം എന്നാലും മല പിന്നെയും ബാക്കി വരും. എന്നുവെച്ചാൽ അമ്മ പറഞ്ഞു കൊടുക്കുന്ന ഒരു വാക്ക് 5-ാമത്തെ വയസ്സിൽ പറഞ്ഞു കൊടുത്ത 50 വയസ്സെത്തിയാലും പ്രയോജനമാണ്. എൻ്റെ അമ്മ കുഞ്ഞുനാളിൽ എനിക്ക് പറഞ്ഞു തന്ന വാക്കുകൾ ഞാൻ ഇപ്പോഴും ഓർക്കാറുണ്ട്. മനസ്സിൽ വലിയ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് അമ്മ എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു വാക്കാണ്. ഒത്തിരിയും ജീവിത പ്രശ്നങ്ങളോടാണ് ഞങ്ങൾ കടന്നു വന്നിട്ടുള്ളത്. അപ്പോഴൊക്കെ എൻ്റെ മനസ്സ് വേവർ ചെയ്യുന്ന സമയത്ത് എൻ്റെ അമ്മ പറഞ്ഞിട്ടില്ല, തലയ്ക്ക് മീതെ വെള്ളം വന്നാൽ അതൊക്കും മീതെ തോന്നി. അപ്പോൾ എന്ത് പ്രശ്നം വരുമ്പോഴും ഞാൻ ഇന്നും അത് ഓർക്കും. എന്തെല്ലാം പ്രശ്നം വന്നാലും അതിനു മേളിൽ ഉയർന്നു നിൽക്കാനുള്ള ഒരു തോന്നി, വിശ്വാസത്തിന്റെ തോന്നി ഉണ്ടാകും. അപ്പൊ അതിൽ പിടിച്ച് നമുക്ക് ആ പ്രശ്നങ്ങളൊക്കെ കടന്നു പോകാം. ഞാനൊരു ഉദാഹരണം പറയും. ഇപ്പൊ ഈ ഒരു ചിത്രം നോക്കിയാലോ, ഇപ്പൊ ഒരു അച്ഛൻ മോനോട് പറഞ്ഞു കൊടുക്കുക, നീ നിന്റെ കാര്യം നോക്കി മര്യാദയ്ക്ക് പഠിച്ചില്ലെങ്കിൽ അവനെ പോലെ കിടന്ന് കഷ്ടപ്പെടാൻ നോക്കിക്കുക. ഇപ്പുറത്ത് അമ്മ കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കുന്നു, കുഞ്ഞെ നന്നായി പഠിക്കുകയാണെങ്കിൽ അവരെ പോലെ കഷ്ടപ്പെടുന്ന ഒത്തിരി പേരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടി വളരെയധികം കാര്യങ്ങൾ നിനക്ക് ചെയ്യാൻ കഴിയും. അതുവഴി ഈ ലോകത്ത് ഒത്തിരി നന്മയുള്ളതാക്കാൻ നിനക്ക് സാധിക്കും. രണ്ടുപേരും ഒരേ കാര്യം കണ്ടപ്പോൾ അതിനോട് പ്രതികരിക്കുന്നത് രണ്ട് തരത്തിലാണ്. നമ്മുടെ മക്കളോട് നമ്മൾ എങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനിയും പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്, എന്നാലും സമയം അതിക്രമിച്ചിരിക്കുന്ന എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ നമ്മളെ കുറിച്ച് മാത്രം ചിന്തിച്ചു പോകുമ്പോഴാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ സ്വാർത്ഥരാകുന്നതും അത്തരത്തിലുള്ള സ്വഭാവങ്ങൾ അവരിൽ നിന്നുണ്ടാകുന്നു. അതിനപ്പുറം
അത് തനിക്കുള്ളതിനെ മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കാനുള്ള മനസ്സോടുകൂടി അവരെ കൊണ്ടുവരണം. അപ്പോൾ ഗുരു പറഞ്ഞു, നമുക്ക് ദൈവം തന്നാൽ നമ്മൾ അതിനെ എല്ലാവരുമായി പങ്കുവെക്കാനുള്ള സന്നദ്ധരാകണം. അതാണ് ത്യാഗം. അതിന് പണവും ശേഷിയും സമ്പത്തും എല്ലാം വേണ്ടി വരും. നമുക്ക് ഓരോരുത്തരുടെയും ഒരു ജീവിതമുണ്ട്. ഏറ്റവും കുറഞ്ഞൊരു 10 ആളെങ്കിലും നന്നാവണം എന്നൊരു ധാരണയും കഴിവും നമുക്കുണ്ടാകണം. എന്താണ് പുണ്യം പാപം എന്ന് ചോദിച്ചാൽ പരോപകാരമേ പുണ്യം പാപമേ പരരീതന. അപ്പോൾ ഈ പറയുന്ന പരോപകാരം ചെയ്യാനാണ് നമുക്ക് അർത്ഥമെന്നും ഗുരു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേണ്ടി മാത്രം ചിന്തിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്താൽ അത് എത്തിയാൽ എത്തി എന്ന് മാത്രമേ പറയാൻ കഴിയൂ. പക്ഷെ അത് നമ്മുടെ കുടുംബത്തിന്റെ നീക്കിരിപ്പായിട്ട് മാറണമെങ്കിൽ അങ്ങനെ പരോപകാരമായി പ്രവർത്തിക്കാനുള്ള അറിവും കഴിവും നമുക്കുണ്ടാകണം. പരസ്പരം സഹായിക്കണമെന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട്. ഒത്തിരിയും കാര്യങ്ങൾ പറഞ്ഞു. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്താം. നമ്മളിങ്ങനെ പരസ്പരം സഹകരിക്കുമ്പോൾ അല്ലെങ്കിൽ എന്താ മറ്റൊരാളെ സഹായിക്കണം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ അതിനോടൊപ്പം നമ്മുടെ അടുത്ത് കർമ്മഗതി എന്ന് പറഞ്ഞൊരു കാര്യത്തെ കുറിച്ചുകൂടി ഗുരു പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ കർമ്മഗതി ഏറ്റെടുക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അവിടെയാണ് നമ്മൾ ഗുരുവിനോട് ചേർന്ന് പ്രവർത്തിക്കേണ്ടതിന്റെ കാര്യമുള്ളത്. അപ്പൊ മറ്റൊരാളെ നമ്മൾ സഹായിക്കാൻ പോയാൽ കൊടുത്തെടുക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ബുദ്ധൻ പറഞ്ഞൊരു ഉദാഹരണം എന്ന് പറയുന്നത് മറ്റുള്ളവരെ സഹായിക്കുന്നത് പുഴ പോലെയാണ്. ആരാധന സമയമാണ്. സമയം ഏറിപ്പോയി, ദയവായിട്ട് ക്ഷമിക്കുക. ഇതും കൂടെ പറഞ്ഞ് നിർത്താം. ഒരു നമ്മള് ബുദ്ധൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് പറയാം. നമ്മളെ മറ്റൊരാൾക്ക് സഹായിക്കുക എന്ന് പറയുന്നത് പുഴ പോലെയാണ്. എന്ന് വെച്ചാല് പുഴ പോലെ അത് നിർഗളമായി ഒഴുകണം. പക്ഷെ പുഴ എപ്പോഴാണ് പുഴയായിരിക്കുന്നത്? അതിന്റെ കരകൾ വ്യക്തമായിരിക്കുമ്പോഴാണ്. പുഴയ്ക്ക് കരയില്ലെങ്കിൽ പിന്നെ പ്രളയമാണ്. അപ്പൊ അതോടെ പിന്നെ പുഴയില്ല, അവിടെ കരുതലും ഇല്ല, പിന്നെ സർവനാശമാണുള്ളത്. അപ്പോ ഈ കരകൾ സൂക്ഷിക്കാൻ, അതായത് ആ കരകൾ, അതിന്റെ നിയന്ത്രണങ്ങൾ സൂക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ വെറുതെ ആയിട്ട്. അപ്പോൾ എവിടെ ചെയ്യുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ ഗുരുവിനോട് ചേർത്ത് നിർത്തി കൊണ്ടുപോകേണ്ടതും അവരെ ശരിക്കും നമ്മൾക്ക് ഈ സാംസ്കാരിക പ്രവർത്തനം എന്ന് പറയുന്നത്, നമ്മുടെ 4 സംഘടനകളും ചേർന്ന് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മുടെ ജീവന് വേണ്ടി ചെയ്യുന്ന കർമ്മമാണ്. അല്ലാതെ നമ്മുടെ ഔദാര്യമായിട്ടല്ല കാണേണ്ടത്. ലോകസംഗ്രഹമായിട്ട്, ലോകത്തിന് വേണ്ടിയിട്ട്, തനിക്ക് വേണ്ടി എന്ന രീതിയിലല്ലാതെ നമ്മുടെ സമയത്തിനെയും സമ്പത്തിനെയും ഒക്കെ എടുത്ത് നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മളിലേക്ക് വരുന്നത്. കൊടുത്താലേ കിട്ടൂ. ഇതൊരു വലിയ സത്യമാണ്. പക്ഷെ എവിടെ കൊടുക്കണം? അപ്പോൾ അത് ഗുരുവിനെ ചേർത്ത് വെച്ച് ചെയ്യുമ്പോഴാണ് അത് അപകടമില്ലാത്ത തരത്തിൽ ഒരു ലോകസംഗ്രഹ കർമ്മമായിട്ട് മാറുന്നത്. മനോഹരമായിട്ട് ഗുരു അത് ഗുരുവാണിയിൽ പറഞ്ഞിട്ടുണ്ട്. ഗുരുവിന്റെ വാക്ക് തെറ്റിക്കാൻ പാടില്ല എന്ന ചിന്തയിൽ കൂടി ഏതൊരു വ്യക്തിക്കും ഉയരാൻ കഴിയും. ഏത് കർമ്മം ചെയ്യുമ്പോഴും ലോകത്തിന് വേണ്ടി എന്ന് ചിന്തിച്ച് ഈശ്വരാർപ്പണമായി ചെയ്താൽ എത്രയോ ജന്മം ജീവിച്ച ഫലം സിദ്ധിക്കും. അതുമൂലം നമ്മുടെ കർമ്മഗതി ഒഴിയുകയും പുണ്യാംശം വർദ്ധിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മളെ പരിവർത്തനപ്പെടുത്തി എടുക്കാൻ വേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് വേണ്ടി എന്നുള്ള ചിന്ത മാത്രം വെച്ചാൽ പോരാ, അതോടൊപ്പം മറ്റുള്ളവരെ കൂടി കരുതിക്കൊണ്ട് പ്രവർത്തിക്കണം. അപ്പൊ അതിനകത്തുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ നമ്മൾ വിശാലമായ ഒരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാവുകയും വേണം. അങ്ങനെയുള്ള ഒരു ഉപാധിയാണ് നമുക്ക് ആശ്രമത്തിന്റെ സാംസ്കാരിക പ്രവർത്തനത്തിൽ ഭാഗമാവുക. അപ്പൊ നമുക്ക് വേണ്ടിയല്ല ചെയ്യുന്നത്, അത് പ്രസ്ഥാനത്തിനും ആശയത്തിനും ഗുരുവിനും വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളായിരിക്കും. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരിക്കലും നമ്മൾ ആശ്രമത്തിന്റെ കർമ്മങ്ങളിൽ ഭാഗഭാക്കാവുന്നതിന് ഒരിക്കലും രക്ഷിതാക്കളെ തടയരുത്. അവർ പഠിക്കാനുള്ള സമയം പഠിക്കാൻ പോകണം. അത് കഴിഞ്ഞിട്ട് മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ആശ്രമത്തിൽ പോയി, അത് ബ്രാഞ്ചാശ്രമങ്ങളിലായിക്കോട്ടെ, അങ്ങനെയുള്ള കർമ്മങ്ങളിൽ ഭാഗമാകുന്നത്, സാംസ്കാരിക പ്രവർത്തനത്തിനെല്ലാം ഭാഗമാകുന്നത്
തീർച്ചയായിട്ടും നമ്മൾ അനുവദിച്ചു കൊടുക്കണം. എൻ്റെ അനുഭവത്തിൽ ഞാൻ ഒരു പോസ്റ്റ് ഗ്രാജുവേഷനും ഒരു PhD എല്ലാം ചെയ്ത് ആശ്രമത്തിൽ നിന്ന് കർമ്മം ചെയ്തുകൊണ്ടാണ് എനിക്കതിനെല്ലാം വഴി തെളിഞ്ഞതും അങ്ങനെ നിന്ന് കർമ്മം ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായതുകൊണ്ട്. അപ്പോൾ നമ്മൾ ആശ്രമമായിട്ട് ചേർന്ന് നിന്ന് ചെയ്യുന്ന കർമ്മങ്ങളൊന്നും നമുക്ക് സമയനഷ്ടമോ അല്ലെങ്കിൽ പഠിക്കാനുള്ള അവസരങ്ങൾ പോവുകയോ ഒന്നുമല്ല. അതിനെയൊക്കെ എത്രയോ മടങ്ങ് വലിപ്പത്തിൽ ചെയ്യാനുള്ള ഒരു പ്രാപ്തിയായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് അതെല്ലാം തിരികെ വരും. അപ്പോൾ നമ്മൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമായിട്ട് നമ്മൾ ചെറുതായിട്ട് കാണരുത്. നമ്മളിൽ നിന്ന് അവരെന്ത് പഠിക്കുന്നു ഈ കാര്യത്തിന് വേണം പ്രാധാന്യം കൊടുക്കാൻ. ഒരു 15 വയസ്സിനകം ഇങ്ങനെയുള്ള ഒരു സംസ്കാരപ്പെടുത്തലിലൂടെയാണ് നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്നത് എങ്കിൽ 16 വയസ്സിന് ശേഷം അവർക്ക് സ്വന്തം കാര്യങ്ങളൊക്കെ തന്നെ തീരുമാനിച്ച് ചെയ്യാനുള്ള കഴിവും പ്രാപ്തിയും ഒക്കെ അവർക്കുണ്ടാകും. അപ്പോൾ നമ്മൾ അവർക്ക് നേടിക്കൊടുക്കേണ്ടുന്ന ഒരു യഥാർത്ഥ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു സംസ്കാരപ്പെടുത്തലാണെന്ന് തോന്നുന്നു. സമയം അധികരിച്ചു പോയി, ദയവായിട്ട് ക്ഷമിക്കുക. കാര്യം ഇതൊന്നും ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു തീർക്കാനുള്ള കാര്യങ്ങളല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനകത്തെ ഓരോ കാര്യത്തെക്കുറിച്ചും നമുക്ക് വളരെയധികം കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള ഒരു ഭാഗമുണ്ട്. എന്റെ മനസ്സിലും ഒരു പക്ഷെ എൻ്റെ അടുത്ത് ജെന്നി പറഞ്ഞൊരു കാര്യമാണ്, നമുക്ക് ആശയത്തിൽ ഒരു ആവേശം ഉണ്ടാവണമെന്ന് എന്നോട് പറഞ്ഞൊരു വാക്കാണ്. ഒരു പക്ഷെ എൻ്റെ മനസ്സിലൊരു ആവേശം കൊണ്ടായിരിക്കാം ഞാൻ ഇങ്ങനെ കൂടുതൽ പറഞ്ഞു പോകുന്നത്. ദയവായിട്ട് അത് ക്ഷമിക്കുക. അപ്പൊ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരു ആഗ്രഹിച്ചൊരു തരത്തിലേക്ക് നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ വഴിയിട്ട് എല്ലാവിധമായ നന്മയും ഐശ്വര്യവും എല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ കുടുംബത്തിനും എല്ലാം ഉണ്ടാകട്ടെ എന്ന് കർമ്മകാരണിങ്ങനെ ഗുരുവോട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ സത്യേഷമേ. ഇനി ഒരു ഇന്ററാക്റ്റീവ് സെക്ഷനാണ്. ആർക്കെങ്കിലും സ്വാമി പറഞ്ഞ വിഷയങ്ങൾ കൂടുതലായി എന്തെങ്കിലും അറിയുവാനും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സ്വാമിയോട് ചോദിക്കും. ശരണം. സർവാദരണീയ ജന്യ പൂജാജ്ഞാന തപസ്സിനി സമാദരണീയ സ്വാമി ഗുരുനാഥ ജ്ഞാന തപസ്സി ആദരണീയ ജന്നി ഗൗതമി ജ്ഞാന തപസ്സിനി മാതൃമണ്ഡലം ശാന്തിഗിരി മാതൃമണ്ഡലത്തിന്റെ ചുമതലക്കാരും മറ്റുള്ള വിഭാഗക്കാരും എല്ലാം കൂടെ ചേർന്ന് ഇങ്ങനെ ഒരു ക്ലാസ് സംഘടിപ്പിച്ചതിൽ ആദ്യമായി നന്ദി പറയുന്നു. ഞാൻ ഈ ഒരു അവസരം എന്ന് പറയുന്നത് കോമ്പയറിംഗുകാരുടെയും കൃതജ്ഞത അർപ്പിക്കുന്നവരുടെയും കർമ്മം ഏറ്റെടുക്കുകയാണ്. അതില് മാതൃമണ്ഡല അംഗങ്ങൾക്ക് എന്നോട് പരിഭവം കാണുമായിരിക്കും. എന്നാലും നിങ്ങളുടെ കർമ്മം നിങ്ങൾ തന്നെ നിർവഹിച്ചോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ശരിക്കും സ്വാമിയുടെ ഇന്നത്തെ ക്ലാസ്സിൽ വിചാരിച്ചത് വ്യത്യസ്തമായ സ്ലൈഡുകളാണ്. അതായത് സാധാരണ ഒരു വിദ്യാഭ്യാസ കോളേജ് ജീവിതത്തിലും സ്കൂൾ തലത്തിലും ഇപ്പൊ രാവിലെ എഴുന്നേൽക്കണം, ഗുരു പറഞ്ഞിരിക്കുന്ന ചിട്ടകൾ എന്താണ്, അതൊക്കെ ഉൾക്കൊള്ളിച്ചുള്ള ഒരു സ്ലൈഡാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ പ്രതീക്ഷിച്ചത്. 2023-24 കാലഘട്ടത്തിൽ ശാന്തിഗിരി ഗൃഹസ്ഥാശ്രമ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ മംഗല്യശ്രീ പദ്ധതിയുടെ ഭാഗമായിട്ട് നടത്തിയ എല്ലാ ക്ലാസ്സുകളിലും മിക്ക ക്ലാസ്സുകളിലും ഒരു 90% ക്ലാസ്സുകളിലും സ്വാമിയായിരുന്നു അറ്റൻഡ് ചെയ്തിരുന്നത്. അതിനെനിക്കൊരു ഭാഗ്യം ഈ പറഞ്ഞ കാര്യങ്ങളും ഒരു 10% കാര്യങ്ങളും കേൾക്കാനും അതിലൂടെ സ്വാമിയുടെ അവതരണം അറിയാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഒരു ദുഃഖം ഇപ്പോഴും അവസാനിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത്, സ്വാമി പറഞ്ഞതിലൂടെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഗുരുവിൽ നിന്ന് കിട്ടിയ അറിവുകൾ കുടുംബത്തിൽ പ്രാവർത്തികമാക്കി അത് വ്യക്തിയിലൂടെ സമൂഹത്തിലേക്കും ലോകത്തിലേക്കും കൊടുക്കുന്നതാണ് ഗുരു വിഭാവനം ചെയ്ത, അതായത് ഒരു വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസത്തിന്റെ കാഴ്ചപ്പാട് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഗുരുവിന്റെ കാഴ്ചപ്പാടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പിന്നെ സ്വാമിയുടെ ഒരു കാര്യം ചോദിക്കാനുണ്ട്. MQ, SQ, IQ, EQ ഒക്കെ സ്വാമി പറഞ്ഞായിരുന്നു. എന്റെ അശ്രദ്ധക്കുറവ് കൊണ്ടാണോ എന്ന് അറിയില്ല. PQവിന്റെ എക്സ്പാൻഷൻ ഒന്നുകൂടി വ്യക്തമാക്കിയാൽ കൊള്ളായിരുന്നു. PQ എന്ന് വെച്ചാൽ ഫിസിക്കൽ കോഷ്യന്റ്, അവരുടെ ശാരീരികമായ കർമ്മശേഷികൾ, അതിന്റെ ആ കഴിവുകളാണ് PQവിൽ വരുന്നത്. അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ വരും. അവരുടെ ശാരീരികമായ സ്പോർട്സിലുള്ള കഴിവ്, അവരുടെ ആർട്സിലുള്ള കഴിവ്, അവരുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള എന്താ പറയാ ഇൻസ്ട്രുമെന്റ്സ് വായിക്കാനുള്ള കഴിവ്,
അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആ ഫിസിക്കൽ പോർഷനിൽ വരും. ശാരീരികമായി നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ. ബുദ്ധിപരമായിട്ട് ഓക്കെ, പറഞ്ഞോളൂ ആ സർ. ഐക്യു എന്ന് പറയുമ്പോൾ ബുദ്ധിപരമായിട്ട് അവർക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്, ഒരു ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനുള്ള കഴിവ്, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനെല്ലാം ഈ കർമ്മശേഷിയിൽ അതെല്ലാം ആവശ്യമാണ്. ഇക്യു എന്ന് പറയുമ്പോൾ ഇമോഷണൽ, അവരുടെ വൈകാരികമായ ശേഷി. പിന്നീട് എം ക്യു, ധാർമ്മികമായ തീരുമാനങ്ങൾ എങ്ങനെ എടുക്കണം. അപ്പോൾ അതിനൊക്കെ നമ്മൾ ഉദാഹരണമായി നിന്നെങ്കിൽ മാത്രമേ അവർക്ക് ഉണ്ടാവും. നമുക്കത് പലപ്പോഴും നമുക്കത് അങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ടോ? എന്താണ് ധർമ്മം? ധർമ്മം നടപ്പാക്കുന്നതിന്റെ അടിസ്ഥാനം എന്താണ്? അത് നമുക്കറിഞ്ഞിരുന്നെങ്കിലല്ലേ ധാർമ്മികമായിട്ട് നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റൂ. നമ്മളെടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ധാർമ്മികമാണോ? അല്ല. കാര്യം നമ്മൾ ഒരു കാര്യം ഞാൻ പറഞ്ഞ സമയം എടുക്കാതെ പറയാം. നമ്മൾ നിത്യം പ്രാർത്ഥിക്കുന്നതിനകത്തൊരു കാര്യമുണ്ട്. ഒരു വരിയാണ്, നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്തായിരിക്കും? നമ്മുടെ ഈ വൈകാരികമായ കാര്യങ്ങളായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. ഇതിനുള്ള അല്ലാതെ അറിവ് മനസ്സിലേക്ക് വരില്ല എന്നുള്ള ഒരു പ്രാർത്ഥനയിൽ ഒരു വരിയുണ്ട്, പറയാമോ ടീച്ചറിന്? ഒന്നുകൂടെ പറയാമോ? നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് വികാരങ്ങളായിരിക്കും, അല്ലാതെ അറിവായിരിക്കത്തില്ല എന്ന്. വരുമാർ അറിവില്ല അനുകമ്പാ ദശകത്തിൽ നമ്മൾ എന്നും പ്രാർത്ഥിക്കുന്നത്. അപ്പൊ നമ്മുടെ തീരുമാനങ്ങളിൽ ആദ്യം പ്രതിഫലിക്കുന്നത് നമ്മുടെ വികാരങ്ങളായിരിക്കും. അത് അറിവോടെയുള്ള തീരുമാനങ്ങളായിരിക്കുകയില്ല. നിത്യം പ്രാർത്ഥിക്കുന്ന എന്നാൽ പോലും നമ്മളതൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? വാക്കുകൊണ്ട് ചൊല്ലുമെന്നല്ലാതെ ഈ കാര്യം നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ധാർമ്മികമായിരിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ എല്ലാം നമ്മുടെ ഞാനെന്നുള്ള ഭാവത്തിൽ നിന്നുകൊണ്ടുള്ള വൈകാരികമായ തീരുമാനങ്ങൾ മാത്രമായി പോകും. അപ്പോൾ ഇതിനപ്പുറം ഒരു ധാർമ്മികമായ തീരുമാനം എടുക്കണം. നമ്മൾ കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കും? അത് നമ്മളിത് പഠിക്കണ്ടേ? എന്നാലല്ലേ പഠിപ്പിക്കാൻ പറ്റും. ഇതൊക്കെയാണ് ഗുരു നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ. ഇതൊക്കെ എങ്ങനെ ചെയ്യണമെന്നെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രാർത്ഥനയെ പോലും നമ്മൾ നിത്യം പ്രാർത്ഥിപ്പിക്കുന്നുണ്ട്. അടുത്തതായിട്ട് സ്വാമി, വിദ്യാഭ്യാസത്തിന്റെ ഗുരുവാണികളില് ഈ കുറച്ച് സ്ട്രൈക്ക് ചെയ്തൊരു ഗുരുവാണി എന്ന് പറഞ്ഞാൽ ഭാവിയെ പറ്റി അറിയുന്നതിനാണ് വിദ്യാഭ്യാസം, അത് സന്തോഷകരമായി പകരാൻ കഴിയണം. അപ്പൊ അതെല്ലാം ഈ സ്വാമി പറഞ്ഞതിന്റെ അടിസ്ഥാനം ഇതൊക്കെയാണോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മൾക്ക് ഈ വൈകാരികമായ ഒരു ഭാഗത്താണല്ലോ അത് സന്തോഷകരമായി പകരാൻ കഴിയണം. അപ്പോ ഒരുപക്ഷെ എന്നെ കൊണ്ട് ഇന്നിപ്പോ ഈ സംസാരിച്ച തരത്തിലെല്ലാം ചിന്തിപ്പിച്ചത് ആ ഒരു ഗുരുവാണിയാണ്. ഒരു ദിവസം ഇങ്ങനെ ഗുരുവാണികൾ ഇങ്ങനെ വായിക്കുന്ന സമയത്ത് ഈ ഗുരുവാണി കണ്ടപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഞാൻ ഇത്രയും നാള് വിദ്യാഭ്യാസം നടപ്പാക്കിയത് കുട്ടികളെ പഠിപ്പിച്ച സന്തോഷകരമായിട്ടാണോ? കാര്യം വഴക്കുറയും തല്ലുപിടിക്കുകയൊക്കെ ചെയ്യുന്ന ആളായിരുന്നു ഞാൻ. അങ്ങനെയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അതായിരുന്നില്ല ഗുരു ആഗ്രഹിച്ചതെന്ന് ഞാനത് വായിച്ചപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. അപ്പോൾ നമുക്കത് സന്തോഷകരമായിട്ട് പകരാനുള്ള വഴി എന്താണെന്ന് ചിന്തിച്ചെങ്കിൽ മാത്രമേ, അത് വീട്ടിലാണെങ്കിലും നമ്മൾ കൊടുക്കുന്ന ഒരു വിദ്യാഭ്യാസത്തിന് അവരോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യത്തിൽ അവർക്ക് മനസ്സിനൊരു സന്തോഷവും തൃപ്തിയും തോന്നുന്ന കാര്യത്തിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. ഇച്ചിരി പ്രയാസവും. പക്ഷെ അങ്ങനെ ആണെങ്കിൽ ഇങ്ങനെ അറിയുവാനാണ്, നാളെ ഉപയോഗപ്പെടുത്തുവാനാണ് വിദ്യാഭ്യാസം. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ മനസ്സിലാക്കി അതിനെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിക്കണം. ഇവർ പറഞ്ഞത് 10 വർഷത്തിനപ്പുറം എന്താകണം നമ്മുടെ ജീവിതം, എന്തായിരിക്കണം കാര്യങ്ങൾ എന്നും മനസ്സിലാക്കി അതിനെ വിഭാവന ചെയ്തുകൊണ്ട് അതിനെ എത്തിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കണം എന്ന് ഗുരു പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോഴേ അത് നാളത്തെ ഇങ്ങനെ അറിഞ്ഞ് നാളെ ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കുകയുള്ളൂ. വളരെ ആഴമുള്ളൊരു ഗുരുവാണിയാണ്. ആ ചെയ്യുന്ന കർമ്മങ്ങൾ, അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം സ്കൂളിൽ നിന്നാണെങ്കിലും വീട്ടിൽ നിന്നാണെങ്കിലും ചെയ്യുന്ന കാര്യങ്ങൾ സന്തോഷകരമായിട്ട് അവരിലേക്ക് പകരാനും പറ്റണം. അല്ലാതെ അതൊരു ബുദ്ധിമുട്ടായിട്ടും ബാധ്യതയായിട്ടും അവർക്ക് തോന്നുകയും അരുത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്ങനെ സ്വാമി, തീർച്ചയായിട്ടും അങ്ങനെയാണെന്ന് ഇന്നത്തെ ക്ലാസ്സിലൂടെ മനസ്സിലായി കഴിഞ്ഞു. വളരെ നന്ദി സ്വാമി. അതിക്രമിച്ച് അൺമ്യൂട്ട് ചെയ്യിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ സ്വാമിയോട് സംവദിക്കാനായിട്ട് അവസരം തന്ന ശാന്തിഗിരി മാതൃമണ്ഡലം ചുമതലക്കാരോടുള്ള അഗൈതവുമായ നന്ദി അറിയിക്കുന്നു. സദ്ഗുരുവേശ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. സദ്ഗുരുവേ ശരണം. സ്വാമി, കണ്ണൂരിൽ നിന്ന് ശ്രീകാന്താണ്. സ്വാമി, നമുക്ക് മാസത്തിൽ ഒരു പരിപാടി ഇതുപോലെ വെക്കുവാണെങ്കിൽ നല്ലതായിരിക്കും തോന്നുന്നു. എനിക്ക് പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ തുടർ വിദ്യാഭ്യാസ പരിപാടികൾ എന്ന് പറയുന്ന മേഖലയിലും ഭാവി തലമുറയെ വാർത്തെടുക്കാനും ഗുരുവിന്റെ ആശയങ്ങൾ എത്തിക്കാനും ഈ ഒരു രീതി മാസത്തിൽ ഒരു തവണ ചെയ്യണം എന്നുള്ള ഒരു അപേക്ഷയാണ് ഗുരുവിന്റെ മുന്നിലേക്ക് സമർപ്പിക്കുന്നത്. സദ്ഗുരുവേ ശരണം.
ചുമതലയുള്ളവരൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ മറുപടി ഞാൻ പറയണത് അല്ലാത്തതുകൊണ്ട് സ്വാമി നമ്മളത് കേൾക്കുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ട കാര്യങ്ങൾ അറിയിക്കാം. സ്വാമി എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആ. പ്രദീപാണ് ബോംബെന്ന്, ഇപ്പൊ പൂനെയിലാണ്. അപ്പൊ അതെ. എനിക്ക് ഓർമ്മയുണ്ട് സ്വാമി പണ്ട് 2009 ബോംബെ വന്ന കാര്യം. അപ്പോ സ്വാമി ടെറസിന്റെ മേലെ, ബിൽഡിങ്ങിന്റെ ടെറസിന്റെ മേലെ വലിയൊരു സ്പീച്ച് കൊടുത്തത്. അത് വലിയൊരു, എല്ലാവർക്കും നല്ലൊരു ഇതായിരുന്നു, എക്സ്പീരിയൻസ് ആയിരുന്നു അത് എല്ലാവർക്കും. സ്വാമിക്ക് ഓർമ്മയുണ്ടാവും അറിയത്തില്ല, പക്ഷെ തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ല ഓർമ്മയുണ്ട്. നക്കുൽ ബിൽഡിംഗ് ടെറസിന്റെ മേലെ ബോംബെയിൽ അത് ഇത്രയും നന്നായിട്ട് നമുക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റിയത്. പക്ഷെ then I missed it. ലൈക്ക് സ്വാമി പിന്നെ ആ ആശ്രമത്തിൽ വരുമ്പോൾ മാത്രം സ്വാമി അടുത്ത് ആ സമയത്ത് മാത്രം സ്വാമിയെ കണ്ടിട്ട് അത്ര സംസാരിക്കാൻ പറ്റിയിട്ടില്ല. അത്ര ഒരു ഇത് എനിക്കും ശ്രീകാന്ത് ചേട്ടൻ പറയുന്ന മാതിരി ഒരു ലൈക്ക് റിക്വസ്റ്റ് ഉണ്ട്. ലൈക്ക് ഇൻ ബിറ്റ്വീൻ ഇങ്ങനെ ഒരു സെഷൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ ഫോർ യങ്സ്റ്റേഴ്സ് ആൻഡ് ആസ് വെൽ ആസ് ഫോർ എൽഡർ പീപ്പിൾ ടു. ലൈക്ക് അറ്റ്ലീസ്റ്റ് 3 months 2 months എപ്പോഴെങ്കിലും വലിയൊരു ഇതായിരിക്കും. അനുവാദവും അവസരവും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപക്ഷെ ഇത് ഞാനും കൂടുതൽ കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് തന്നെ പിന്നീട് പറയാൻ പറ്റുമെന്നുള്ള ഒരു ഇതില്ല. അതുകൊണ്ട് പറയാൻ പറ്റുന്ന സമയത്ത് പരമാവധി പറയാം എന്ന് കരുതിക്കൊണ്ടാണ് കൂടുതൽ കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നത്. അത് അതിനുള്ള അവസരം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതനുസരിച്ച് ചെയ്യും. ശരി സ്വാമി, സന്തോഷം. താങ്ക് യു. സദ്ഗുരുശരണ സ്വാമി. ഹലോ. കേൾക്കുന്നുണ്ട്, പറയും സ്വാമി. എനിക്ക് ഈ ഒരു സത്സംഗം കേട്ടിട്ട് തോന്നിയത്, ഇതിപ്പോ മാതൃമണ്ഡലം ഇതിലാണ് ഈ ഒരു ടോക്ക് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇതൊരു എന്താ പറയാ, ഒരു ക്യാമ്പ് പോലെയൊക്കെ നടത്തുകയാണെങ്കിൽ കുറച്ചുകൂടി ടൈം എടുത്ത്. സ്വാമി ഇപ്പൊ ഇതിൽ തന്നെ കുറെ സ്കിപ്പ് ചെയ്ത് പോകേണ്ടി വന്നായിരുന്നു ടൈമിന്റെ ഒരു ഇതുകൊണ്ട്. ഇതൊരു ക്യാമ്പ് പോലെയൊക്കെ നടത്തുമ്പോൾ, അല്ലെങ്കിൽ ഒരു ആശ്രമങ്ങളിലും ഇങ്ങനത്തെ ഒരു സെഷൻ, ഒരു 1 day ക്ലാസ് പോലെയൊക്കെ ആക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ആൾക്കാർക്ക് ഇതായിരിക്കും എനിക്കൊരു അഭിപ്രായം. ഇനി അങ്ങോട്ട് നമ്മുടെ ഉള്ള സാംസ്കാരിക പ്രവർത്തനത്തിലുള്ള ഈ തരത്തിലുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും വരാൻ പോവുകയാണ്. ഗുരുവിന്റെ 100ാമത്തെ ജയന്തി എത്തുന്നതിന് മുൻപ് ഒത്തിരി സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഇപ്പം നമ്മുടെ ട്രാൻസ്ഫർ ഒക്കെ വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പൊ അതനുസരിച്ച് ഒരു റീസ്ട്രക്ചറിങ് ഒക്കെ വരികയും അപ്പൊ അതനുസരിച്ച് കൂടുതൽ സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്യും. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ ഭാഗമായിട്ട് വരും ഉറപ്പായിട്ടും. അല്ല, ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ഈ ഒരു സെഷൻ കേട്ടിട്ട് കുറെ ആൾക്കാർക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി വന്നതുകൊണ്ടാണ് എല്ലാവരും ഇത് വീണ്ടും ചെയ്യണമെന്നുള്ള ഒരു ഇത് പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലായത്. തീർച്ചയായിട്ടും അതെനിക്ക് തോന്നുന്നു എന്റെ ചുമതലയിരിക്കുന്നവരൊക്കെ അത് ഒരുപക്ഷെ അതിന്റെ റിപ്പോർട്ടിൽ അതൊക്കെ ഉൾക്കൊള്ളിക്കുമെന്ന് തോന്നുന്നു. സദ്ഗുരുശൻ അങ്ങനെ ചെയ്യാം സ്വാമി. നമ്മളത് കിട്ടിയ അഭിപ്രായങ്ങളെല്ലാം നമ്മൾ അറിയിക്കാം സ്വാമി. ഓക്കെ. ആർക്കും ഒന്നും ചോദിക്കാനില്ലെങ്കിൽ അടുത്ത സെഷനിലേക്ക് പൊക്കോട്ടെ. സദ്ഗുരുശരണം സ്വാമി. പറയണം. എന്റെ പേര് ശ്രീജ എന്നാണ്. ഞാൻ UAE-യിൽ നിന്ന്, അജ്മാൻ എമിറേറ്റിൽ നിന്നാണ് ജോയിൻ ചെയ്തേക്കുന്നത്. അപ്പം വളരെയധികം സന്തോഷം ഇങ്ങനെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയതും ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച മാതൃമണ്ഡലംകാരോടും എല്ലാം ഈ ഒരു അവസരത്തിൽ ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു സ്നേഹം അറിയിക്കുകയാണ്. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. പലതും നമുക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിലും സ്വാമി പറയുമ്പോഴാണ് അതിനെപ്പറ്റി കൂടുതലായിട്ട് നമുക്ക് ചിന്തിക്കാനും അതിൻ്റെ ഒരു ഡെപ്ത് എന്തോരം ഉണ്ടെന്നൊക്കെ ഉള്ളത് സ്വാമിയുടെ വാക്കുകളിൽ നിന്നാണ്. പലതും നമ്മുടെ ഡെയിലി ലൈഫിൽ അറിയാമെങ്കിൽ പോലും അതിൻ്റെ ഒരു ഡെപ്ത് എല്ലാം നമുക്ക് ചിന്തിക്കാനും, നമ്മൾ എന്തോരം മാറണം ആസ് എ പാരൻസ്, നമ്മൾ എന്തോരം കാര്യങ്ങൾ ഉൾക്കൊള്ളണം എന്നൊക്കെ അറിയാൻ സാധിച്ചു. അപ്പം ഇനിയും ഇതുപോലുള്ള ക്ലാസ്സുകൾ ടോക്സ് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതറിയാനും ജോയിൻ ചെയ്യാനും ഞങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. വളരെയധികം സന്തോഷം. സദ്ഗുരുവേ ശരണം. സന്തോഷം. സദ്ഗുരുവേ ശരണം. ഞാൻ ആലപ്പുഴ ജില്ലയിലെ തമ്പോച്ചൂട് ബ്രാഞ്ചിന്റെ
പരിധിയിൽപ്പെടുന്ന ആളാണ്. പേര് സുഭാഷ് എന്ന് പറഞ്ഞു. പറയാം. സ്വാമി കേൾക്കുന്നുണ്ടോ? പറഞ്ഞു. അപ്പൊ ഈ ബ്രാഞ്ച് തലങ്ങളിൽ സ്വാമിയുടെ ഒരു ഓഫ്ലൈൻ ക്ലാസ് നമുക്ക് മാതൃമണ്ഡലം, VSNK, ശാന്തി മഹിമ, ഗുരുമഹിമ ഇവരെല്ലാരും കൂടി ഒരുമിച്ചിരുന്ന് കേൾക്കത്തക്ക ഒരു ക്ലാസ്സാണ് എന്റെ മനസ്സിൽ തോന്നുന്നത്. അപ്പൊ നമുക്കത് എല്ലാ ബ്രാഞ്ചിലും ഒരു ഓഫ് ഡേ ക്ലാസ് കൊടുക്കണം. ഒന്നെങ്കിൽ ഒരു ഉച്ചവരെയുള്ള ഒരു സെക്ഷൻ, രാവിലെ തൊട്ട് ഉച്ചവരെയുള്ള ഒരു സെക്ഷൻ എല്ലാ ബ്രാഞ്ചിലും വ്യാപിപ്പിച്ചിട്ട് എല്ലാവരെയും വിളിച്ചിരുത്തി ഇതേപോലുള്ളൊരു ബോധവൽക്കരണം നമുക്ക് അച്ഛനും അമ്മയ്ക്കും മക്കൾക്കും എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കേൾക്കാൻ പറ്റണം. അപ്പൊ ഇപ്പൊ നമുക്ക് ഒരു പൊതുസമൂഹത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതിനേക്കാളും അപ്പുറത്തേക്കുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ പത്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ന്യൂസ് കേട്ട് കഴിഞ്ഞാൽ ഒക്കെ നമുക്ക് കണ്ണു നിറയുകയാണ്. അപ്പോ നമ്മുടെ മക്കളെ ഈ ഗുരുവിനോട് ചേർത്ത് നിർത്തണമെന്നുണ്ടെങ്കിൽ ഓരോ ബ്രാഞ്ചിലും വന്നിട്ട് ഇതേപോലുള്ള ക്ലാസ്സുകൾ സ്വാമി കൊടുക്കണം. അപ്പൊ അതിന് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇവിടുന്ന് എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ ഞങ്ങളത് കേന്ദ്ര ഘടകത്തിൽ അറിയിക്കണമെങ്കിൽ അറിയിക്കാം. എത്രയും പെട്ടെന്ന് നമുക്കത് കൊടുക്കാൻ കഴിയുമാറാകട്ടെ എന്ന് ഞാൻ എൻ്റെ ഗുരുവിനോട് പ്രാർത്ഥിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് ഗുരുപാദങ്ങൾ സമർപ്പിക്കുന്നു. സദ്ഗുരു ശരണം. സന്തോഷം ചേട്ടാ. തമ്പോച്ചോടുന്ന സ്വാമിയെ അവിടുന്ന് തിരിച്ചു വിളിച്ച് ശാന്തമ്മയുടെ ചുമതലയാക്കിയത് ഉറപ്പായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇന്നിപ്പോ സ്വാമിക്ക് ഇപ്പോ ശാന്തമ്മയുടെ ചുമതലയാണ്. കുറഞ്ഞ ദിവസങ്ങൾക്കുള്ള തന്നെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വീണ്ടും ചെയ്തു തുടങ്ങും. സദ്ഗുരു ശരണം. പറയണമ്മ. ഞാൻ തിരുവനന്തപുരം സിറ്റി ഏരിയ എന്നുള്ള ശുഭ എന്ന പേരുള്ള ആളാണ്. പറയണമ്മ. ക്ലാസ് വളരെ 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 നന്നായിരുന്നു. കാര്യം ഈ ഒരു വയസ്സിനകത്തൊക്കെ കുട്ടികൾ ഇത്രയും മനസ്സിലാക്കുമെന്നൊക്കെ, ഞാൻ സയൻസാണ് പഠിച്ചത്, സയൻസുമായിട്ട് ബന്ധപ്പെടുത്തി സ്വാമി നന്നായിട്ട് പറഞ്ഞു. എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ജെനറ്റിക്സും ക്രോമസോമും എല്ലാം കൊണ്ടുവന്നു. അതൊക്കെ സാധാരണ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് സ്വാമി പറഞ്ഞത്. എന്നാൽ ഈ ഒരു വയസ്സിന് മുമ്പേ തന്നെ കുട്ടികൾ ഇത്രയൊക്കെ മനസ്സിലാക്കും എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. പിന്നെ ഞാൻ ശരിക്കും എൻ്റെ മക്കളൊക്കെ വളർന്നു. ഇപ്പോൾ കൊച്ചുമക്കളാണുള്ളത്. അവരെ വളർത്താനുള്ള സാഹചര്യം നമുക്ക് കിട്ടുന്നതുമില്ല. എങ്കിലും ഇനി വരുന്ന തലമുറയ്ക്ക് ഇതുന്ന രീതിയിൽ നമ്മൾക്ക് പലർക്കും ഇത് പറഞ്ഞു കൊടുക്കാനും ഇനിയും ഇതുപോലുള്ള ക്ലാസ്സുകൾ വേണം, കൂടുതലേറെ പങ്കെടുപ്പിക്കണം. നമ്മുടെ വിശ്വാസികളിലല്ലാത്ത അമ്മമാരെയും കൂടെ ഇതിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇനിയും ഇതുപോലുള്ള ക്ലാസ്സുകൾ വേണം എന്നാണ് അഭ്യർത്ഥിക്കുന്നത്. സദ്ഗുരു ശരണം. സന്തോഷം. സന്തോഷം സ്വാമി. സകലേഷൻ ചേട്ടാ പറയാം. ഞാൻ മലപ്പുറം ജില്ലയിൽ നിന്ന് മഞ്ചേരി എന്ന സ്ഥലത്താണ്. എൻ്റെ പേര് സുരേഷ് കുമാർ എന്നാണ് സ്വാമി. നമ്മുടെ ഈ ഓൺലൈൻ ഇതുപോലത്തെ കാര്യങ്ങൾ തന്നെയാണ് നല്ലതായിട്ട് പോകുന്നത്. വെച്ചാൽ എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. വെച്ചാൽ ഒരു സ്ഥലത്ത് കൂടിച്ചേരുമ്പോൾ നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് എത്തിപ്പെടാനുള്ള സാഹചര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാണല്ലോ പല സ്ഥലങ്ങളിലും. അപ്പോൾ ഇതുപോലത്തെ ഈ ഓൺലൈൻ ഇതുപോലത്തെ കാര്യങ്ങൾ നല്ലൊരു തന്നെയാണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഓഫ്ലൈനും വേണം, പക്ഷേ ഓൺലൈനിലേക്ക് കൂടുതൽ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കാനും കാര്യങ്ങളൊക്കെ നല്ല കാര്യമാണ്. വീട്ടിനകത്ത് എല്ലാവർക്കും പങ്കെടുക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ കഴിയും. വളരെ നന്നായിരുന്നു സ്വാമിയുടെ ആ ഒരു മെസ്സേജ്. സദ്ഗുരേശ്വരൻ. ഇനി സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ കൃതജ്ഞതയിലേക്ക് കടക്കട്ടെ സ്വാമി. അടുത്തതായി കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിനായി മാതൃമണ്ഡലം ഗവേണിംഗ് കമ്മിറ്റി കൺവീനർ ഡോക്ടർ ശ്രദ്ധ സുഗതനെ ക്ഷണിച്ചു. സദ്ഗുരു ശരണം. പരമകാരുണ്യവാനായ ഗുരുവെ പ്രാർത്ഥിച്ചുകൊണ്ട് അഭ്യന്തര ശിഷ്യഗുരുവെ നമസ്കരിച്ചുകൊണ്ട് മാതൃമണ്ഡലത്തിന്റെ 2025 ആദ്യത്തെ ഒരു സംരംഭമാണിത്. നമ്മൾ വളരെ ആലോചിച്ച് ഒരു വർഷം നടത്താൻ ഉദ്ദേശിച്ച പ്ലാനുകളെല്ലാം നമ്മൾ ഓരോ മാസം ഇങ്ങനെ ക്ലാസ്സുകളും ഓരോ ട്രെയിനിങ്ങുകളും അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളൊരു പ്ലാനൊക്കെ തയ്യാറാക്കി അതിൻ്റെ ഭാഗമായി നമുക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിഞ്ഞത്
ഈ ക്ലാസ്സിന്റെ ഒരു സക്സസ് കണ്ടിട്ട് തോന്നുന്നത് വളരെ വളരെ നന്നായി നമുക്കത് ചെയ്യാൻ കഴിഞ്ഞു എന്നതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ക്ലാസ്സിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ ഒരു സന്തോഷവും അഭിമാനവും ഉണ്ട്. എനിക്കും ഈ മാതൃമണ്ഡല പ്രവർത്തകരോടൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞതിനകത്തും എനിക്ക് വളരെ അഭിമാനമുണ്ട്. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിന്റെ വിഷയം വിദ്യാഭ്യാസ കാലഘട്ടം ഗുരുവിന്റെ കാഴ്ചപ്പാടിൽ എന്നുള്ളതായിരുന്നു. അതിൽ സ്വാമിയുടെ ക്ലാസ്സുകൾ ഞാൻ എൻ്റെ ഒരു 10 വയസ്സ് മുതലേ കേൾക്കുന്ന ക്ലാസ്സുകളാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ ആ പഴയ ക്ലാസ് റൂമും സ്വാമി അന്നും ഇതേപോലെ ഗുരുവിന്റെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്ന വിഷയവുമായി ബന്ധപ്പെടുത്തി വളരെ സരളമായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതേ ഒരു രീതിയിലാണ് ഇന്നും ഇപ്പൊ നമ്മൾ വളർന്ന് ഒരു രക്ഷകർത്താവായി നിൽക്കുമ്പോഴും സ്വാമിയുടെ ക്ലാസ് എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. വളരെ അപ്പൊ എന്നും നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളായാലും വായിച്ച കാര്യങ്ങളായാലും ഗുരുവിന്റെ ഒപ്പം നിന്നപ്പോൾ കേട്ട കാര്യങ്ങളായാലും ജീവിതത്തിന്റെ ഓട്ടത്തിന്റെ ഇടയിൽ നമ്മൾ പലതും മറന്നുപോകും, അല്ലെങ്കിൽ പല ലാഘവവും നമുക്ക് വന്നു പോകുന്നു. അപ്പം ആ ഒരു ലാഘവം മാറാൻ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഒരു ക്ലാസ്സുകൾ വളരെ നല്ലതാണ്. നമുക്ക് തന്നെ ഒരു തിരിച്ചറിവും ഒരു ബോധവും ഒരു ഉണർവും ഉണ്ടാകും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ കുട്ടികളിലെ ബോധപൂർവമായി നടക്കുന്ന വിദ്യാഭ്യാസത്തെ കുറിച്ചൊക്കെ ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലും അങ്ങനെയൊക്കെ വരുന്നുണ്ട്. പക്ഷെ ബോധപൂർവം അല്ലാതെ നമ്മുടെ ഒരു കുടുംബത്തിൽ നമ്മൾ പെരുമാറുന്നതും അല്ലെങ്കിൽ ഒരു അമ്മയുടെ സ്നേഹം, അമ്മയുടെ നർച്ചറിങ്ങിലൂടെ ആ കുട്ടിയിൽ ഉണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ച് ഗുരുവാണികളിലൂടെ സ്വാമി അത് കമ്പയർ ചെയ്ത് പറഞ്ഞു തന്നത് വളരെ ഉപകാരമായിരുന്നു. വളരെ വളരെ യൂസ്ഫുള്ളും വളരെ ഇൻഫോർമേറ്റീവും ആയിരുന്നു. അത് ഇത്രയും സിമ്പിൾ ആയിട്ടും സ്വാമി പറഞ്ഞു തന്നു. അപ്പോൾ അതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. സ്വാമിയെ നമുക്ക് ഇങ്ങനെ ക്ലാസ്സിൽ കിട്ടിയതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് നമുക്ക് ഇന്ന് വിദ്യാഭ്യാസ കാലഘട്ടം ഗുരുവിന്റെ കാഴ്ചപ്പാടിൽ ഇന്ന് ക്ലാസ്സിൽ നമുക്ക് ഇത്രയും സമയം ചെലവഴിച്ച് നമുക്ക് ഇത്രയും വിലയേറിയ കാര്യങ്ങൾ നമുക്കായി പറഞ്ഞു തന്ന സമാദരണീയ സ്വാമി ഗുരുനാഥ തപസ്വിക്ക് ഞാൻ ശാന്തിഗിരി മാതൃമണ്ഡലത്തിന്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. കൂടാതെ ഇന്ന് ഈ പരിപാടിയിൽ മഹനീയ സാന്നിധ്യമായി എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ആദരണീയരും സമാദരണീയമായ സന്യാസിനിമാർക്ക് ഞാൻ മാതൃമണ്ഡലത്തിന്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഇന്ന് ഗുരുവാണി വായിച്ച ശാന്തിഗിരി മാതൃമണ്ഡലം ഗവേണിംഗ് കമ്മിറ്റി കൺവീനർ ശ്രീമതി ലേഖ, സ്വാഗതം പറഞ്ഞ മാതൃമണ്ഡലം ഗവേണിംഗ് കമ്മിറ്റി കൺവീനർ ശ്രീമതി സ്വപ്ന ശ്രീനിവാസൻ, കോമ്പയറിംഗ് നടത്തിയ ശാന്തിഗിരി മാതൃമണ്ഡലം നെടുമങ്ങാട് ഏരിയ കോർഡിനേറ്റർ ശ്രീമതി വന്ദന, ഇവർക്കും ഞാൻ ശാന്തിഗിരി മാതൃമണ്ഡലത്തിന്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഇന്നീ ക്ലാസ് ഇത്രയും വിജയകരമാക്കിയ ഇതിൽ പങ്കെടുത്ത എല്ലാ ആത്മബന്ധുക്കൾക്കും ഈ പരിപാടിക്ക് ചുക്കാൻ പിടിച്ച എല്ലാ പ്രവർത്തകർക്കും ഗുരുനാമത്തിൽ ഒരിക്കൽ കൂടി കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. നന്ദി. സദ്ഗുരീഷ്. വിദ്യാഭ്യാസം, സംഘടനാ പ്രവർത്തനം, പെരുമാറ്റം, സ്വഭാവം തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും മക്കളെ മെച്ചപ്പെടുത്തി വീടിനും നാടിനും ഉതകത്തക്ക നിലയിൽ വളർത്തുന്നതിൽ മാതാപിതാക്കളുടെ സ്വാധീനം വലിയൊരു പങ്കാണ് വഹിക്കുന്നത്. സ്വാമിയുടെ വാക്കുകൾ മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാ മാതാപിതാക്കൾക്കും ഊർജ്ജം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യോഗം പ്രാർത്ഥനയുടെ ഗുരുപാദങ്ങൾ സമർപ്പിക്കുന്നതിന് സ്വാമിയെ ക്ഷണിക്കുന്നു. സദ്ഗുരീശ്വരൻ. ലെഫ്റ്റ് ആയിക്കൊള്ളട്ടെ. സ്വാമി പ്രാർത്ഥിച്ചു. ഓം ശ്രീ കരുണാകര ഗുരു പരബ്രഹ്മണേ നമഃ. ഓം ശ്രീ കരുണാകര ഗുരു സത്യപ്രദായ നമഃ. ഓം ശ്രീ കരുണാകര ഗുരു അതീവ സത്യപ്രകാശായ നമഃ. ഓം ശ്രീ കരുണാകര ഗുരു അതീവ സത്യപ്രകാശായ നമഃ. ഓം ശ്രീ കരുണാകര ഗുരു അതീവ സത്യപ്രകാശായ നമഃ. സവിരേഷൻ.